പറയുന്ന പോലെ മാത്ത കുറച്ചുകൂടെ പൊക്കൂ, എനിക്ക് ഊർജമാവട്ടെ. അതല്ല, പൊന്നും കോണത്തിന് എന്തിനാ സിന്ദൂരം? വലിയ എവിടെ നിന്നാലും ഗ്ലാമറാ. എനിക്ക് വയ്യ. ഞാൻ താഴെ ഒന്ന് ഇറങ്ങട്ടെ, കാരണം എനിക്ക് അല്ല, നമ്മുടെ പ്രോഗ്രാം കൺട്രോൾ ചെയ്യണം. നമ്മുടെ പിന്നെ പ്രസിഡന്റ് എത്തിയില്ലേ? പ്രസിഡന്റ് കയറിയില്ലേ? അതല്ലേ ജെനി ചിലപ്പം കാണും ഇതിനെ കേൾക്കാറുണ്ടോ? എനിക്ക് യൂട്യൂബ് ലൈവ് ആണ്, യൂട്യൂബ് ലൈവ് ആണ് കേട്ടോ. ഓ, യൂട്യൂബ് ലൈവ് ആണ്. യൂട്യൂബ് ലൈവ് ആണ്. എന്റെ ഫേസ്ബുക്കിൽ പോകുന്നുണ്ട്, എല്ലാരും ഒന്ന് ഷെയർ ചെയ്യണേ. ഇപ്പം യൂട്യൂബും ഫേസ്ബുക്കും ഉണ്ടോ? രണ്ടും ഉണ്ടോ? എന്ന് പറഞ്ഞാൽ ഫേസ്ബുക്കിൽ സം ടെക്നിക്കൽ ഡിഫിക്കൽട്ടീസ് ഉള്ളതുകൊണ്ട് വി ആർ ഗോയിങ് ടു യൂട്യൂബ് ലൈവ്, ദെൻ വി ആർ പ്ലാനിങ് ടു ഷെയർ ടു ഫേസ്ബുക്ക്. അത് പറഞ്ഞുള്ളൂ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഞാൻ 1-2 ഫോൺ കോൾ. ഹായ്, വെൽക്കം ശ്രീകല. ഹായ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. Good morning. എല്ലാം സെറ്റ് ആണല്ലോ അല്ലേ? നമ്മുടെ പ്രയർ സോങ്കാരി ഞാനൊന്ന് വിളിച്ച് കേട്ടിട്ടെ. We have exactly 2 minutes to go. Actually, we are officially starting at 10:40. Oh, I see. Okay. Yes, yes. After all, chief guests, എല്ലാരും. Oh, okay. And the more text. Oh, she is here. Okay. അഷിത ആൻഡ് സ്വരൂപ, ഇതെല്ലാം ഓക്കെ ആണല്ലോ അല്ലേ? പ്രോഗ്രാം ലിസ്റ്റ് എല്ലാം? Yes, yes, yes. സ്വരൂപ കേറിയോ? സ്വരൂപ, നീന മാമിനോടൊന്ന് പറഞ്ഞോ, റിമൈൻഡ് ചെയ്തോ? മറ്റേ ചീഫ് ഗസ്റ്റ് എല്ലാ ഗസ്റ്റ്സിനോടും ഞാൻ ഇൻഫോം ചെയ്തായിരുന്നു, അവർ റെഡിയാണ്. സ്വരൂപ and Ashita, check your mic, audio clear ആയിട്ടുണ്ടോ എന്ന് നോക്കിക്കോളൂ. കേൾക്കാനല്ലേ ശ്രീകല? കേൾക്കാം. ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ സോയയാണ്. എന്നെ കേൾക്കാവല്ലോ എല്ലാവർക്കും? നമസ്കാരം മില്ലി, സോയ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ സലീന മോഹൻ. സെലീന ചേച്ചി, നമസ്കാരം. വെൽക്കം. സെലീന ചേച്ചി നമ്മുടെ ഗ്ലോബൽ വിമൻസ് ഫോറം പ്രസിഡന്റ് ആണ്. Nice to meet you. Thank you. ആരാ? സെലീന ചേച്ചി, ഗ്ലോബൽ എക്സിക്യൂട്ടീവിലും ഒക്കെ എല്ലാം ഒന്നുകൂടെ ഒന്ന് റിമൈൻഡ് ചെയ്യുമോ പ്ലീസ്? Hi, സ്വരൂപ. സ്വരൂപയുടെ ഓഡിയോ ഒന്ന് ചെക്ക് ചെയ്യോ? Can you hear me? Yes. Okay. അഡ്വക്കേറ്റ് ആശ ഉണ്ണിത്താൻ ഇവിടെ ഉണ്ട്. മാം, വെൽക്കം. Good morning, Millie, Philip, and all the team, Tambi, Ajnesh, all the leaders here. I'm so happy to meet you all. Thank you so much. Thank you for joining. And look at my friend from Florida is here too. Yes. Where are you? Caroline. Yeah. Hi, Dr. Anipal. Nice to see you. Soya Naya.
I know most of you in different states, from different states. That's very good. And different countries over here. I'm so happy to be here. Millie and team, good luck and best wishes, Hari. Oh, thank you, Hari Cheta. Thank you. Already reminded the other speakers. Yes, I Annie already madam, reminded. thank you. Yes. Okay. Thank you. Thank you for ഹരിച്ചേട്ടനാണ് സത്യം പറഞ്ഞാൽ ഗസ്റ്റ് ഓഫ് ഓണേഴ്സിനെ മിക്കവരെയും കണക്ട് ചെയ്ത് തന്നത്. താങ്ക് യു സോ മച്ച്. ഹരിച്ചേട്ടൻ എന്നിട്ട് ഹൈഡിങ് ആണോ? ഹരിച്ചേട്ടൻ എന്താ വരാത്തെ? ഞാൻ വരുന്നുണ്ട്, രാവിലെ കുറച്ച് പരിപാടിയിലായിരുന്നു. ഇപ്പൊ ഇവിടെ 9:30 ആയുള്ളൂ. ഓ അവിടെ 9:30 ആയിരുന്നു. Oh, I think Nived is here. Hi, welcome Nived. Nived is from Kannur. Hello, madam. Hi. Thank you. Oh, you're welcome. Thank you. Thanks for joining. Okay, thank you. Salina Mohan. She is the Global Women's Chair. Yes, Hi. yes. Nice. Okay. Salina Chichi Cochinana. Yeah, that's nice. Oh, Dr. Dini, welcome. Hello. Hi. Good. Thank you for inviting me. Oh, no problem. Thanks for joining. ഇത്രയും ബിസി ആയിട്ടിരിക്കുമ്പോഴും ഞങ്ങളുടെ ഇൻവിറ്റേഷൻ സ്വീകരിച്ച് ഇവിടെ വന്നത് തന്നെ ഞങ്ങൾക്കൊരു ഓണറാണ്. എല്ലാവരും ആശ മാം ജോയിൻ ചെയ്തിട്ടുണ്ട്. Nina, where is Nina? Hi all. Nina teacher, Hope you could hear me. Okay. Yeah. മാം കേക്കാം. Can you see me also? Yes. ഇപ്പം Oh, fine. ഇതൊന്ന് ചെയ്യാമോ? ഹൈലൈറ്റ് സ്പീക്കേഴ്സിനെ ഹൈലൈറ്റ് ചെയ്യുമല്ലോ അല്ലേ? അത് പ്രസംഗിക്കുമ്പോ സ്പോട്ട്ലൈറ്റ് ചെയ്താൽ മതി. Okay. Spotlight ചെയ്യാം. സ്പോട്ട്ലൈറ്റ് ചെയ്യാം. Okay. ഞാനിവിടെ ഉണ്ട്, ഞാൻ കേൾക്കുന്നുണ്ട്, വിളിച്ചാൽ മതി. Okay. Okay. Sure. Thank you so much. നമ്മൾ 10:40 സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ള ഒരിതാണ്. 10:35 ആയി. നമ്മുടെ എക്സിക്യൂട്ടീവ് എല്ലാവരും ജോയിൻ ചെയ്തിരുന്നെങ്കിൽ നല്ലതായിരുന്നു. Cherian uncle, welcome. Good morning. Good morning. American regionിലെ എല്ലാ ഭാരവാഹികൾക്കും പാർട്ടിസിപ്പൻസിനും ഗുഡ് മോർണിംഗ്. ഞാൻ കുറച്ച് കഴിയുമ്പോൾ ഇറങ്ങിപ്പോവും, എനിക്ക് വേറൊരു മീറ്റിംഗ് ഉണ്ട്, അതുകൊണ്ട് ക്ഷമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നു. Okay, thank you.
തോമസ് അങ്കിള് കേറിയോ? തോമസ് മൊട്ടക്കൽ അങ്കിള് മൊട്ടക്കലങ്ങളുണ്ട് ഉണ്ട്. പിന്നെ നമ്മുടെ ജോണി കുരുവിള അങ്കിള് പുള്ളി ഇപ്പൊ കയറും. ജോയിൻ. ഓക്കെ. മറ്റേ ദിനേശ് അവരെല്ലാം ജോയിൻ ചെയ്യും. ഇപ്പൊ തന്നെ ജോയിൻ ചെയ്യും. പ്ലസ് ജിനേഷിനെ കൂടെ ഒന്ന് ഹോസ്റ്റ് ആക്കണേ. Okay, yeah. Okay. ഡോക്ടർ അജയ്യെ കോ-ഹോസ്റ്റ് ആക്കിയായിരുന്നോ? Yes. ഓക്കെ, താങ്ക് യു. ബ്ലസ്സിൽ അങ്കിള് കയറിയിട്ടുണ്ടോ? ഒളിവിലാണ്. മിലി, ഞാൻ ലൈവ് ലിങ്ക് വാട്സാപ്പിൽ അയച്ചിട്ടുണ്ട് മിലിക്ക്. യൂട്യൂബ് ലൈവ് ലിങ്ക്. അത് താല്പര്യമുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഞാനത് ഫേസ്ബുക്ക് പേജിലേക്ക് ഷെയർ ചെയ്യാം. അപ്പം യൂട്യൂബിൽ നിന്നുള്ള ലൈവ് ഫേസ്ബുക്കിലേക്ക് വരും കേട്ടോ. എന്നിട്ട് നിങ്ങളെല്ലാം ടാഗ് ചെയ്യാം. മാം ജോയിൻ ചെയ്താട്ടെ. എല്ലാരും ജോയിൻ ചെയ്തു. സ്വരൂപ സ്വരൂപ മാം ജോയിൻ ചെയ്തോ? ഞാൻ ടീച്ചർ ചെയ്യേണ്ട സമയത്ത് മെസ്സേജ് ചെയ്തോളാം. എന്നാ മെസ്സേജ് ചെയ്തേക്കാം. നമ്മളൊരു 2 മിനിറ്റ്സിനുള്ളിൽ സ്റ്റാർട്ട് ചെയ്യും. സിനു ജോയിൻ ചെയ്തോ? ഞാനുണ്ട്. ഓക്കെ. ഞാൻ ഇൻട്രോ ചെയ്യുന്നവരെല്ലാം വന്നിട്ടുണ്ടോ എന്നൊന്ന് മേക്ക് ഷുവർ. Hi everyone. Jinesh, Siju, and rest of the executive members of Women's Forum. Hello, Sinu. Morning. Good morning. റെമി ജോയിൻ ചെയ്തോ? ചെയ്തു. റെമി ഒന്ന് മെസ്സേജ് നോക്കിക്കോണേ. യെസ്, കണ്ടു. താങ്ക് യു. ഞാൻ യൂട്യൂബ് ലൈവ് ഷെയർ ചെയ്തിട്ടുണ്ട്. ആർക്കെങ്കിലും ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്തേക്കട്ടോ. സ്വരൂപ മാം ജോയിൻ ചെയ്യുമ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ടീച്ചർ ജോയിൻ ചെയ്തു. ടീച്ചറെ വെൽക്കം മാം. താങ്ക് യു. ജിനേഷ്, ഡോക്ടർ നീന പ്രസാദ് മാം ആണ്. Hi Nina, this is Hari Nambudiri. How are you? Namaste. Hello Nina, welcome. Hello. Hi. Thank you. Welcome. ഞാൻ റെക്കോർഡിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണേ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് തുടങ്ങാം. ജിനേഷ്, എല്ലാവരും ഓക്കെയാണോ? സ്വരൂപ? യെസ്. ഓക്കെ, then let's start. Good morning and good evening. Depends on the time zone. Where are you from? You are from. ഇന്ന് വേൾഡ് മലയാളി കൗൺസിൽ അമേരിക്ക റീജിയൻ കണ്ടക്ട് ചെയ്ത ഇന്റർനാഷണൽ വിമൻസ് ഡേ പ്രോഗ്രാമിന് ജോയിൻ ചെയ്ത എല്ലാവർക്കും ആദ്യം തന്നെ നന്ദി പറയുന്നു. ഞാൻ അമേരിക്ക റീജിയൻ വേൾഡ് മലയാളി കൗൺസിലിന്റെ ജോയിന്റ് സെക്രട്ടറി ആണ്. അടുത്ത കുറച്ച് സമയം നിങ്ങളോടൊപ്പം ഞാനൊരു MC ആയിട്ടുണ്ടായിരിക്കും.
Welcome all of you. Over to you, Ashida. Good morning and good evening and happy belated International Women's Day to everyone who gathered here. My name is Ashida. ഞാൻ പെൻസിൽവേനിയ പ്രോവിൻസിലെ കൾച്ചറൽ ഫോറം ചെയർപേഴ്സൺ ആണ്. I'm thrilled to be your MC for today's program along with Saruba as we continue to celebrate the incredible achievements and contribution of women around the world. Let's continue to uplift, empower and inspire each other. നമുക്കിന്ന് ഒരുപാട് പ്രോഗ്രാംസ് ആൻഡ് ആക്ടിവിറ്റീസ് ലൈനപ്പ് ചെയ്തിട്ടുണ്ട്. Let's get ready for a fantastic time together. Welcome you all. Let's get started the program with a prayer song. I would like to invite Sishira Philip to recite the prayer song. Hello. Can everyone hear me? Yes, yes. Yes. Can you spotlight her? ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. കഥന നിവാരണ കണിവിൻ ഉറവേ കാറ്റിൻ നടുവിൽ വഴി തെളിക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. പരീക്ഷണത്തിൽ വാൾമുനയേന്തി പദനിലത്തിൽ ഞങ്ങൾ വീഴുമ്പോൾ ഹൃദയക്ഷതയായി രക്തം ചിന്തി മിഴിനീർ പുഴയിൽ താഴുമ്പോൾ താങ്ങായി തണലായി ദിവ്യോക്ഷതിയായി താതാനാഥ കരം പിടിക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. Thank you, Sishira Philip. വേൾഡ് മലയാളി കൗൺസിൽ ലോകമെമ്പാടുമുള്ള മലയാളികളെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിച്ചു വരുന്ന ഒരു അസോസിയേഷനാണ്. ഇതിന്റെ അമേരിക്കൻ റീജിയന്റെ ഭാഗമായാണ് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞതുപോലെ ഈ ഒരു പരിപാടി കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. വേൾഡ് മലയാളി കൗൺസിൽ അമേരിക്ക റീജിയന്റെ മുഖമായി സ്ത്രീ മുഖങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുന്ന ഇപ്പോൾ ഞങ്ങൾ പരിചയപ്പെടുത്തുന്ന ഒരു ചെറിയ വീഡിയോയാണ്. അത് ആ ഒരു കുറച്ച് ആളുകൾ മാത്രമല്ല എങ്കിലും ഏതാനും ആളുകളെ പരിചയപ്പെടുത്തുന്ന ചെറിയ ഒരു വീഡിയോ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നു. Binu.
I would like to welcome Mrs. Carolyn Blessen. She's the Women's Forum President of Florida region. Over to you, Carolyn. Thank you, Saruba. Elan Gekamo? Yes. Namaskaram. Again, my name is Caroline Blessen, Women's Florida, WMC Florida Prime Province chairperson ആണ്. Again, I'm extremely thankful to everyone. ഇത്രയും ഒരു busy schedule എല്ലാവർക്കും ഈ ഒരു കുറച്ച് സമയത്തിൽ ഇത് join ചെയ്യാൻ പറ്റിയതിൽ we are thanking everybody in this screen right now. Again, my job today is to welcome all our guests and all our participants. So I'm welcoming our chief guest, Dr. Nina Prasad, keynote speaker, Advocate Asha Unithan, our guest of honors, which is Dr. Annie Paul, Intulega Warrior, Dr. Lakshmi Das, Dr. Ajay Shashidhar, and Zera Shan. And we have our very esteemed presence of Global Chairman, Mr. Johnny Kurula, Global President Thomas Mottekill, Global Advisory Chair, Mr. T.P. Vijayan, Global General Secretary Dinesh Nair, Global Women's Forum President Selina Mohan, our Global Youth Forum President Reshma Reggie George. And we also have our American Region Chairman Jacob Kodashanad, American Region President Jinesh Thambi, AR Region General Secretary Siju John, AR Region Treasurer Thomas Chellep, AR Region Vice President Admin Baijulal, AR Women's Chair Millie Phillip, Hari Nambudari, and all our WMC province leaders, members, and other participants. We thank you everybody for joining again for this event and making it successful. Please do join. We have a couple of entertainment songs and dance for you. Thank you again. Have a good day. Thank you, Saruba. Thank you, Caroline. അടുത്തത് നമുക്ക് പ്രസിഡൻഷ്യൽ അഡ്രസ്സിന്റെ സമയമായിരിക്കുകയാണ്. അമേരിക്കയിൽ ഒരു സ്ത്രീ ശാക്തീകരണത്തിന്റെ കൂട്ടായ്മ അല്ലെങ്കിൽ ഒരു വിമൻ എംപവർമെന്റിന്റെ ഒരു ഗ്രൂപ്പ് മിലി ഇല്ലാത്തത് ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ. അപ്പോൾ തീർച്ചയായിട്ടും മിലിയെ ഈ വർഷത്തെ ഈ ഒരു ടേണില് അമേരിക്ക റീജിയൻ വിമൻസ് ഫോറം ചെയർ ആയിട്ട് കിട്ടിയത് തീർച്ചയായും WMCയുടെ ഒരു ഭാഗ്യം തന്നെയാണ്. മിലിയെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. നല്ലൊരു എഴുത്തുകാരിയാണ്, സാമൂഹ്യ പ്രവർത്തകയാണ്, അതിലുപരി നല്ലൊരു കുടുംബിനിയുമാണ്. തീർച്ചയായിട്ടും മിലിക്ക് ഒരുപാട് വനിതകളെ മോട്ടിവേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. വളരെ അഭിമാനത്തോടു കൂടി മിലിയെ പ്രസിഡൻഷ്യൽ സ്പീച്ചിനായി ക്ഷണിച്ചുകൊള്ളുന്നു. Over to you, Millie. Thank you, Saruba. Honorable Chief Guest, Dr. Nina Prasad, esteemed guest, Advocate Asha Unithan, Dr. Annie Paul, Ms. Indulekha Warrior, Dr. Lakshmi Das, Dr. Ajay Shashidhar, Dr. Dini, WMC America Region Officials, Chairman Mr. Jacob Kodashanad, President Mr. Jinesh Thambi, Mr. Siju John, Mr. Thomas Chellet, Mr. Hari Nambudiri, Global Officials Chairman Mr. Johnny Kurula, our pride Mr. President Thomas Mottekill, General Secretary Mr. Dinesh Nair, Advisory Chair Mr. T.P. Vijayan, Mrs. Selina Mohan, Ms. Reshma Reggie John, Dr. Tankam Aravind, all Executive Committee members, province officials, and my dear friends. First of all, I am expressing my sincere gratitude for taking the time to attend this event. As we all know, this year's theme is Inspire Inclusion. When we inspire others to understand the value of women's inclusion, we forge a better world. And when women themselves are inspired to be included, there is a sense of belonging, relevance, and empowerment. Inspire Inclusion emphasizes the importance of creating environments where women from all backgrounds feel valued, respected, and included, ensuring their voices are heard. I hope you heard about lean-in theory. Lean-in theory shows the importance of mentoring and encouraging others on the way up the ladder. Of course, we need a support system without judging. Most importantly, celebrate other women's accomplishments and motivate them. ഒരു കഥ പങ്കുവെച്ചുകൊണ്ട് ഞാൻ ഉപസംഹരിച്ചുകൊള്ളാം. റൂമിയുടെ മസനവിയിൽ ഒരു കഥയുണ്ട്. മഞ്ഞുകൊണ്ട് മൂടിയ ഒരു അഗാധ കരുത്തത്തിന്റെ അരികിൽ നിന്നുകൊണ്ട്
കൊണ്ടു നിർത്തി ഗുരു എന്നോട് പറഞ്ഞു ചാടൂ. ഞാൻ ചാടിയില്ല. രണ്ടാമതും പറഞ്ഞു ചാടൂ. ഞാൻ ഭയത്തോടെ പുറകോട്ട് പോയി. മൂന്നാമത് ചാടു എന്ന് പറയുകയും എന്നെ തള്ളി താഴെയിടുകയും ചെയ്തു. അപ്പോഴാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എനിക്ക് ചിറകുകൾ ഉണ്ടായിരുന്നു എന്നത്. ഇതുപോലെ ഉള്ളിൽ ഭയം, അപകർഷതാബോധം, മറ്റു പല ഘടകങ്ങൾ കാരണം ഉൾവലിഞ്ഞ് അവരിൽ മറിഞ്ഞിരിക്കുന്ന ചിറകുകളെ സ്വയം മനസ്സിലാക്കുവാൻ സാധിക്കാതെ ജീവിക്കുന്ന സ്ത്രീകൾക്ക് കരുത്ത് നൽകി അവരുടെ ചിറകുകൾ വിടർത്തുവാൻ, ഉയരങ്ങളിൽ പറക്കുവാൻ നാം സഹായിക്കുക. വേൾഡ് മലയാളി കൗൺസിൽ എപ്പോഴും സ്ത്രീ ശാക്തീകരണത്തിന്റെ മകുടോദാഹരണമാവുന്നു. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന, പഠനത്തിൽ സമർത്ഥരായ കുട്ടികളെ കണ്ടെത്തി ഡിഫറൻ്റ്ലി ഏബിൾഡ് കുട്ടികൾക്കും അവരുടെ അമ്മമാർക്കും വേണ്ടി സഹായങ്ങൾ എത്തിക്കുവാൻ ഞങ്ങൾ പദ്ധതികൾ ആവിഷ്കരിക്കുന്നുണ്ട്. ഹെലൻ കെല്ലറുടെ പ്രശസ്തമായ ഒരു ഉദ്ധരണിയുണ്ട്. Alone we can do little, together we can do so much. ഒറ്റക്കെട്ടായി മറ്റുള്ളവർക്ക് വേണ്ടി നമ്മുടെ ഇടയിലുള്ളവരെ കണ്ടെത്തി സപ്പോർട്ട് ചെയ്ത് കരുണയോടെ, കരുത്തോടെ, കനിവോടെ, വിവേകത്തോടെ മുന്നേറാം. Once again, thanking each one of you for all the support. Thank you. Mute ആണ്, സ്വരൂപ mute ആണ്. Yes, sorry. Yeah, thank you, Meli, for delivering such a beautiful presidential message for all of us. അടുത്തത് എൻ്റെ കർത്തവ്യം ചീഫ് ഗസ്റ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഡോക്ടർ റെമി മാത്യുവിനെ ഇൻവൈറ്റ് ചെയ്യുക എന്നുള്ളതാണ്. റെമിയുടെ അനുവാദത്തോടു കൂടി ഞാൻ അതിലൊരു ചെറിയ കടന്നുകയറ്റം നടത്തുവാണ്. ക്ഷമിക്കുക, ഒരു മിനിറ്റ് മാത്രം മതി എനിക്ക് അതിനായിട്ട്. വളരെ സന്തോഷമാണ് നീന ടീച്ചറിനെ ചീഫ് ഗസ്റ്റ് ആയിട്ട് കിട്ടിയതിൽ. എനിക്കിവിടെ ഒരു കാര്യം പറയാനുള്ളത്, ഇതൊരു വിമൻ എംപവർമെന്റിന് വേണ്ടി നമ്മൾ നടത്തുന്ന, അതിന് പ്രചോദനം നൽകുന്ന ഒരു പരിപാടി ആയതുകൊണ്ട് എനിക്ക് ഒരു കാര്യം പറയണമെന്നുണ്ട്. ഞാൻ നീന ടീച്ചറിനെ ആരാധിച്ചു തുടങ്ങിയത് നർത്തകി എന്നുള്ള നിലയിലാണ്. ടീച്ചറിലൂടെ മോഹിനിയാട്ടത്തെ ഇഷ്ടപ്പെട്ടു തുടങ്ങി. പക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ടീച്ചർ ഒരു വളരെ നല്ല, അല്ലെങ്കിൽ ഇന്നത്തെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന മോഹിനിയാട്ട നർത്തകരിൽ ഒരാളാണെന്നുള്ളതിൽ നിസ്സംശയം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ എനിക്കിവിടെ പറയാനുള്ള ഒരു കാര്യം, ടീച്ചറോട് അടുത്തിടപെടാൻ ഉള്ള ഒരു ഭാഗ്യം എനിക്ക് ശ്രദ്ധിച്ചപ്പോൾ, നർത്തകി എന്നുള്ളതിലുപരി എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് സ്വാധീനം ചെലുത്താൻ ടീച്ചർക്ക് സാധിച്ചിട്ടുണ്ട്. കാരണം ഒരു സ്ത്രീ എംപവേർഡ് ആകണമെങ്കിൽ തനിക്കുണ്ടാകുന്ന പ്രതിസന്ധികളെ സ്വന്തം ശക്തിയിലോടുകൂടി, സ്വന്തം ഉള്ളിലുള്ള ശക്തിയിലൂടെ അതിലെ മറികടക്കണം എന്ന് ടീച്ചർ ജീവിതത്തിലൂടെ എന്നെ കാണിച്ചു തന്നിട്ടുണ്ട്. അത് പലപ്പോഴും ഇന്നും അതെനിക്കൊരു പ്രചോദനമാണ്. അല്ലെങ്കിൽ ചെറിയ ചെറിയ കാര്യം വരുമ്പോൾ ഞാൻ തളരുമായിരുന്നു. പക്ഷെ ഇപ്പം എനിക്ക് പലപ്പോഴും പലരും എന്നെ അങ്ങനെ ഒരു മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരാളാണ് ടീച്ചർ. അത് അത്രയും മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഡോക്ടർ റെമിയെ ഹാൻഡിങ് ഓവർ ടു ഡോക്ടർ റെമി. Thank you, Saruba. It is my privilege and honor to introduce Dr. Neena Prasad to be our chief guest for WMC American Region International Women's Day celebration. Dr. Neena Prasad is a rare blend of strong footing in academic study and fine aesthetic sense of a performing artist. She has undergone rigorous training in 4 different classical styles: Mohiniyattam, Bharatanatyam, Kuchipudi, and Kathakali. She's an exponent in the field of Mohiniyattam. She is one of the sought-out Mohiniyattam dancers among the present generation. Her distinctive style and approach helped her to create a niche of her own in the field of Mohiniyattam. Her style and discipline are vast and sought out by students globally. She's a faculty and guide for research scholars. She's the founder and principal of Bharatanatyam Academy of Indian Dancers in Tirunelveli and Saugandhiga Center for Mohiniyattam in Chennai. Dr. Neena Prasad has received several awards, so many to name. She has received the Kerala Sangeeta Nataki Award in 2007. She's the recipient of the Mailpili Award. She has also received the Nirtya Chudumani Award in 2015 and also received Kerala Kalamandam Award in 2017 in Mohiniyattam. Recently, in November 2022, Dr. Neena Prasad was declared a Sangeet Natak Academy Award winner. This award honors an entire lifetime devoted to one's craft. India's head of state, President Draupadi Murmu, herself presented the award at Vigya Bhavan in New Delhi recently in February 23rd. Beyond her being an amazing artist, she's a strong woman who's happy, able to find exceptional value and strength and satisfaction in what she does daily. I welcome Dr. Neena Prasad to this event, and I'm honored to be
presenting her. Namaskaram. I hope that I'm audible to all. I'm extremely delighted to be joining you all this evening at the celebration of the Women's Day. I've been hearing and seeing quite a number of amazing women who are part and parcel of World Malayali Council of the American region. So we are all attached mentally and psychologically to the motto, ഒരു ഇൻക്ലൂസീവ്നെസ് സെലിബ്രേറ്റ് ചെയ്യുക, മോട്ടിവേറ്റ് ചെയ്യുക എന്നൊക്കെ ഉള്ളതിനെ സംബന്ധിച്ച്. Now, inclusiveness is a word which has been connected to all sectors. അത് ഒരു കോർപ്പറേറ്റ് ലെവലിൽ ഇരുന്ന എല്ലാ മേഖലകളിലും സ്ത്രീ ജീവിതത്തെ സംബന്ധിച്ച് സ്ത്രീയെ ശാക്തീകരിക്കുന്ന ഒരു വലിയ ലക്ഷ്യങ്ങളുമായി ചേർത്ത് പിടിച്ച് നമ്മൾ സ്വീകരിക്കേണ്ട ഒരു നിലപാടാണ്. അപ്പോൾ എനിക്ക് സംസാരിക്കാനാവുക ഞാൻ ഏർപ്പെടുന്ന ഒരു കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. വളരെ കുറച്ച് സമയം എടുത്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൻ്റെ ഒരു കലാകാരി എന്നുള്ള നിലയിൽ ഞാൻ ഇതെല്ലാം എൻ്റെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന ഒരു ചെറിയ ഒരു കാര്യമാണ് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. ചരിത്രം എപ്പോഴും സ്ത്രീകളെ വളരെ ഒതുക്കിക്കളയോ തെറ്റായി വായിക്കുകയോ ഒക്കെയാണ് പതിവ്. വെറുതെ അല്ല നമ്മുടെ ഹിസ് സ്റ്റോറി എന്ന് ചരിത്രത്തെ പറയുക. പലപ്പോഴും നൃത്തം, പ്രത്യേകിച്ച് ഇന്ത്യൻ ക്ലാസിക്കൽ നൃത്തവുമായി ബന്ധപ്പെട്ട് സ്ത്രീകൾ വർക്ക് ചെയ്യുമ്പോൾ ധാരാളം വൈതരണികൾ, ധാരാളം തെറ്റായ വായനകൾ എല്ലാം ഉണ്ടാകാറുണ്ട്. യഥാർത്ഥത്തിൽ ഞാൻ ജനിച്ച ഒരു തലമുറ ഇല്ലേ സ്ത്രീകളാണ് അതിനെ ശരിക്കും യഥാർത്ഥത്തിൽ പടവെട്ടി മുന്നോട്ട് വരുന്നത് എന്നുള്ളത് ശരിക്കും ഒരു എന്താ പറയുന്നത്, ഇതൊരു കോയിൻസിഡിങ് ആയിട്ടുള്ള ഒരു നമ്മുടെ വിമൻസ് ഡേയുമായി ബന്ധപ്പെട്ട് എനിക്ക് സംസാരിക്കാൻ എനിക്ക് ശക്തി നൽകുന്നു എന്നുള്ളത് ഞാനൊരു സൗഭാഗ്യമായി തന്നെ എടുത്തു പറയുകയാണ്. ഞാനിത് പറയാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, എപ്പോഴും ക്ലാസിക്കൽ ഡാൻസിനെ പറ്റി നമ്മൾ ഈ കാലഘട്ടത്തിൽ സംസാരിക്കുമ്പോൾ എപ്പോഴും പറയുക ഒരു ബ്രാഹ്മണിക്കൽ അല്ലെങ്കിൽ ഒരു അങ്ങനെ പല കാര്യങ്ങൾ, അങ്ങനെ കുറെ കാര്യങ്ങൾ സംസാരിക്കും. യഥാർത്ഥത്തിൽ ലോഗൻ ഭാരതം സന്ദർശിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ളൊരു ഒരു കാര്യമുണ്ട്. അതായത് ഒരുപാട് നർത്തകർ, 400-500-ലേറെ നർത്തകർ ഇങ്ങനെ ഇവരെയൊക്കെ കാണിക്കാൻ വേണ്ടി കൊണ്ട് നിർത്തിയിരിക്കുന്ന തമിഴ്നാട്ടിലെ ഒരു സാഹചര്യം. ആ സ്ത്രീകളൊക്കെ കറുമ്പികളായിരുന്നു, ആ സ്ത്രീകളൊക്കെ അല്പവസ്ത്രധാരികളായിരുന്നു. അപ്പോൾ അവരിങ്ങനെ വല്ലാത്ത വെയിലിങ്ങനെ മുഖത്ത് അടിച്ചിട്ട് അവരിങ്ങനെ പലരും ഇങ്ങനെ ഭക്ഷണമില്ലാതെ തളർന്നു പോകുന്നു. അപ്പോൾ ഇങ്ങനെ ഈ വലിയ ഏമാന്മാരെ എല്ലാം കാണാനായിട്ട് വരികയാണ് ആ ഒരു കാലഘട്ടം. അപ്പോൾ നമ്മളിപ്പോൾ കേൾക്കുന്ന ഒരു കാര്യം എന്താണ്, അതായത് മദ്രാസ് മ്യൂസിക് അക്കാഡമിയുമായി ബന്ധപ്പെട്ടാണെങ്കിൽ ഒരു പഴയ ഒരു ട്രഡീഷനെ തള്ളുന്നു, ബാലസരസ്വതിയൊക്കെ വന്ന ഒരു ട്രഡീഷനെ തള്ളുന്നു. അത് ഇപ്പോൾ കുറെ കൂടെ ബ്രാഹ്മണിക്കലായി അല്ലെങ്കിൽ വാസ്തവത്തിൽ ഇതിലൊന്നും ഒരു അർത്ഥവുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊരിക്കലും എന്താ പറഞ്ഞ ഒരു വലിയ ഒരു സവർണ അങ്ങനെയൊന്നുമുള്ള ഒന്നിൻ്റെയും ആയിരുന്നില്ല. നൃത്തം എന്ന് പറയുന്നത് വളരെ ഒരു സിവിലൈസേഷൻ്റെ ഭാഗമായി മാനവ
ഹൃദയത്തിലേക്ക്, ശരീരത്തിലേക്ക് പടർന്ന് കയറിയ ഒരു തീയാണ്. അതിനെ പല കാലഘട്ടത്തിൽ പലപ്പോഴും പല ഏജീസിൽ അത് ശാക്തീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. മദ്രാസിലെ അവസ്ഥയാണെങ്കിൽ വാസ്തവത്തിൽ ബ്രാഹ്മിൻസ് വളരെ യുദ്ധം ചെയ്താണ് അതിലേക്ക് വരുന്നത്. അപ്പോൾ ഇങ്ങനെ അതൊരു തരം ഒരു ഇൻക്ലൂസീവ്നെസ് വീണ്ടും അവിടെ നടക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ മോഹിനിയാട്ടത്തെ കുറിച്ച് പറയുകയാണ്. മോഹിനിയാട്ടത്തിൽ എപ്പോഴും മോഹിനിയാട്ടത്തെ കുറിച്ച് നമ്മൾ ഇപ്പോൾ ചിന്തിക്കുമ്പോൾ അതാണ് പറഞ്ഞത്, പല കാലഘട്ടത്തിൽ ചരിത്രം പല കാര്യങ്ങളാണ് പറയുക. അപ്പോൾ നമ്മൾ ഒരു കാലഘട്ടത്തെക്കുറിച്ച് മാത്രം സംസാരിക്കുമ്പോൾ അത് തെറ്റായി പോകും എന്നുള്ളത് പോലെ ഒരു ചെറിയ കാര്യമാണ് മോഹിനിയാട്ടത്തിലും. മോഹിനിയാട്ടത്തിലുള്ളൊരു കോൺസെപ്റ്റ് എന്താണ്? അതൊരു ആഢ്യ സ്ത്രീകളുടെ ഭാവങ്ങൾ, അവരുടെ ഒരു ശൃംഗാര നളിനം, അതായത് ലാസ്യവും എല്ലാം ചേർന്ന് വളരെ ഒരു ഫ്യൂഡൽ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു കാര്യമായിട്ടാണ് പലപ്പോഴും മോഹിനിയാട്ടത്തെ ഒരു കാലഘട്ടത്തിൽ വരെ വച്ചിരുന്നത്. വാസ്തവത്തിൽ ഞങ്ങളുടെ മുൻപുള്ള തലമുറ, ഇപ്പോൾ കലാമണ്ഡലം സത്യഭാമ ടീച്ചറിൻ്റെ ഒക്കെ ഒരു തലമുറയിൽ അവര് ഫൈറ്റ് ചെയ്തൊരു ചെറിയ കാര്യമല്ല. കാരണം ഒരു സ്ത്രീകൾ അതായത് മോറലി ശരിയല്ലാത്ത സ്ത്രീകൾ കൊണ്ടു നടന്ന ഒരു കലാരൂപം എന്ന് വിചാരിച്ചു വച്ചിരിക്കുന്നതിനെ ഇവർ വളരെ കുലീനമായിട്ടുള്ള ഒരു സ്ത്രീകളുടെ ഒരു ആട്ടമായി ഇതിനെ മാറ്റുകയാണ്. അതൊരു ചെറിയ കാര്യമല്ലായിരുന്നു അന്നത്തെ കാലഘട്ടത്തിൽ. അതിനെ ഒരു കലാമണ്ഡലത്തിലൂടെ അതിനെ പുനഃസ്ഥാപിക്കുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. ഞാൻ പറഞ്ഞു വരുന്നത് വെറും ചരിത്ര കാര്യമല്ല, ഏറ്റവും വലിയ ഒരു ചലഞ്ച് അവിടെ ഉണ്ടായതിനെയാണ് ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കുന്നത്. കാരണം അങ്ങനെ അവർ സ്ഥാപിച്ചപ്പോൾ മൊത്തത്തിൽ വെളിയിൽ നിന്നൊക്കെ നോക്കുമ്പോൾ വളരെ കോസിയും കംഫർട്ടബിളും ആയിരുന്നെങ്കിൽ വാസ്തവത്തിൽ മോഹിനിയാട്ടം ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ചലഞ്ചിലേക്കാണ് അവരെ കൊണ്ടുവച്ചത്. ആ ചലഞ്ചാണ് ഒരു വലിയ പാട്രിയാർക്ക് സൊസൈറ്റി ഇതിനെ നിശ്ചയിക്കുന്നു. വലിയ കഥകളിക്കാരൻ നിശ്ചയിക്കുന്നു മോഹിനിയാട്ടം എവിടെ ചെയ്യണം, എന്താകണം, എങ്ങനെ ചെയ്യണം, എന്ത് പാടില്ല, എങ്ങനെ കാല് പൊക്കാൻ പാടില്ല, തിരിഞ്ഞ് നിൽക്കാൻ പാടില്ല, മറിഞ്ഞ് നിൽക്കാൻ പാടില്ല. ഇതെല്ലാം പാവം ആദ്യത്തെ പ്രാക്ടീഷണേഴ്സ് വിശ്വസിച്ച് അതിലേക്ക് ഇങ്ങനെ അവരെ ചേർത്ത് ഉള്ളിലേക്ക് വെക്കുകയാണ്. അപ്പോൾ അതിൽ നിന്ന് ഞങ്ങൾ ഒരു തലമുറ ചെയ്തു വരുമ്പോൾ, ഇപ്പോൾ ആദ്യമായി ശിവസ്തുതിയൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര സംശയമാണ്. ഇതൊരു സ്ത്രീ ശരീരത്തിൽ ഇത്ര കണ്ട എനർജി, അതിലൊരു സറണ്ടറിങ് ഫാക്ടർ ഇല്ലല്ലോ. ഇതൊക്കെ വളരെ കൂടിയാണെങ്കിലും വളരെ തൻ്റെടത്തോടു കൂടി ഇതൊക്കെ കടന്നു പോകണമെന്ന് എന്നെ പോലെയുള്ളവർക്ക് തോന്നി. അല്ലെങ്കിൽ അതിൽ നിന്ന് മോഹിനിയാട്ടത്തിൻ്റെ എന്തെല്ലാം അതിനകത്ത് ഇല്ലയോ അതെല്ലാം അതിനകത്ത് കൊണ്ടുവരണമെന്നും അതെല്ലാം സൗന്ദര്യമുള്ളതാകണമെന്നും, സ്ത്രീ എന്നുള്ള ശരീരത്തിൽ മാത്രമല്ല മോഹിനിയാട്ടം എന്നുള്ളത് ജെൻഡർ, ക്ലാസ്, കളർ എന്നുള്ളതിനെ എല്ലാം ഭേദിച്ചുകൊണ്ട് എല്ലാ സമസ്ത ശൃംഗാരം മാത്രമല്ല, അല്ലെങ്കിൽ വളരെ ഡെലിക്കേറ്റ് ആയിട്ടുള്ള എക്സ്പ്രഷൻസ് മാത്രമല്ല, പകരം സ്ത്രീയുടെ വിജയത്തെക്കുറിച്ചും സ്ത്രീയുടെ ശക്തിയെക്കുറിച്ചും സ്ത്രീയുടെ കോപത്തെക്കുറിച്ചും എല്ലാം പ്രതിപാദിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ മനുഷ്യ ഇമോഷൻസ് എല്ലാം വരേണ്ട ഒന്നാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു മോഹിനിയാട്ടക്കാരി ആയതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള എല്ലാ മാറ്റങ്ങളും അതിൽ വരുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. അതിൽ കല എന്നുള്ളത് സാർവജനികമായിട്ടുള്ള ഒരു പ്രതിഭാസമാണെന്നും ആ ഫിനോമിനൻ സംഭവിക്കേണ്ടത് മനുഷ്യന്റെ മനസ്സിലാണെന്നും ആ മനസ്സിലൂടെയാണ് നമ്മൾ കൂടുതൽ നല്ലവരായി മാറേണ്ടതും എന്നുള്ള ഒരു ബിലീഫിൽ മോഹിനിയാട്ടം എന്നുള്ള കലയെ കൊണ്ട് ചേർത്ത് വയ്ക്കുന്നതാണ് എൻ്റെ ഒരു ജീവിതത്തിൻ്റെ നടപ്പാത. ഞാൻ വിശ്വസിക്കുന്ന ഇൻക്ലൂസീവ്നെസ് എന്നുള്ളത് ഇത് തന്നെയാണ്. കല എന്നുള്ളത് എല്ലാ ജനങ്ങൾക്കും മനസ്സിലേറ്റാൻ, ആഹ്ലാദിക്കാൻ, ആഘോഷിക്കാൻ ഉള്ളതാണ്. ഞാൻ എൻ്റെ കുട്ടികളെ തന്നെ പഠിപ്പിച്ചു വരുന്ന കുട്ടികളെ തന്നെ ഞാൻ എംപവർ ചെയ്യുന്നു. അവരെ എൻ്റെ പല വിങ്സിൽ അവരെ തന്നെ ഞാൻ
ജോലിക്ക് കൊണ്ടുപോകുന്നു. ഇങ്ങനെ കലയെന്നുള്ളത് പഠിപ്പിക്കുമ്പോൾ ഞാൻ അതായത് ഇതിനകത്ത് ഒരു നയം എനിക്കുണ്ട്, അതെനിക്ക് പറയണം എന്നുണ്ട്. കാരണം ഇപ്പോൾ സാധാരണഗതിയിൽ ഒരു ടീച്ചർ എന്താ ചെയ്യാന്ന് വെച്ചാൽ തൻ്റെ സ്വന്തം ശിഷ്യരാകുമ്പോൾ ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും സാലറി കുറച്ച് കൊടുത്താൽ മതി എന്നൊരു തോന്നലുണ്ടാവും. ആ തോന്നല് ഒരിക്കലും എനിക്ക് ഉണ്ടായിട്ടില്ല എന്നും ഞാൻ എൻ്റെ സ്റ്റുഡൻസിൽ നിന്ന് വാങ്ങുന്ന ഒരു ചെറിയ ജോലിക്ക് പോലും ഞാൻ ആ ജോലി ചെയ്താൽ എന്താണ് പ്രതീക്ഷിക്കുക എന്നുള്ളത് പോലെയാണ് ഞാൻ അവർക്ക് പേ ചെയ്യുക എന്നുള്ളതും വളരെ പ്രൗഡായി ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. ആ രീതിയിലുള്ള ഒരു സത്യസന്ധതയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ടു ഇൻസ്പയർ ഇൻക്ലൂസീവ്നെസ്. ഇവിടെ അമേരിക്കൻ മലയാളി കൗൺസിൽ ഭാഗമായുള്ള വിമൻസ് ഡേ സെലിബ്രേഷനിൽ എൻ്റെ ചെറിയ അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ കഴിഞ്ഞതിലുള്ള ഒരു സന്തോഷം ഞാൻ രേഖപ്പെടുത്തുകയാണ്. വളരെ തികച്ചും സത്യസന്ധമായ ഒരു പറച്ചിലാണിത്. സരൂപ ഉടുത്തുന്ന ഒരു സ്ത്രീകളിൽ ഒരാളാണ് സരൂപ. ഇത്രയും ജീവിതത്തോട് പടവെട്ടിയ സ്ത്രീകളെ ഞാൻ വളരെ കുറച്ച് മാത്രമേ കണ്ടിട്ടുള്ളൂ. ഒരു പക്ഷേ ചെറിയ ചെറിയ അനുഭവങ്ങളാണ് നമ്മൾക്ക് സ്വയം മോട്ടിവേറ്റ് ചെയ്യാനും നമ്മളെ സ്വയം എംപവർ ചെയ്യാനും നമുക്ക് മനസ്സിന് കരുത്ത് നൽകുക. ഞാൻ നിൽക്കുന്നത് അത്തരം സ്ത്രീകളുടെ ഒരു കൂട്ടായ്മയിലാണെന്നുള്ള ഉത്തമ ബോധ്യമുണ്ട്. എല്ലാവർക്കും ഹാപ്പി വിമൻസ് ഡേ. Thank you so much, Dr. Neena Prasad, for gracing us with your presence and inaugurating our Women's Day celebration today. Oh, you're sorry. I'm sorry. Let me take a moment. I inaugurate this Women's Day celebrations hosted by World Malayali Council. Thank you so much. We are truly honored to have you with us today. ഞാൻ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു, അത് കേട്ട് ഇത് മാം ഇത് നിർത്തല്ലേ എന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്കറിയാം ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ആ ഒരു സെയിം എക്സ്പീരിയൻസിലായിരിക്കും ഇവിടെ ഇരിക്കുന്നത്. മാം പറഞ്ഞ ഓരോ സ്റ്റോറി മാത്രമല്ല, മാമിന്റെ ഒരു എക്സ്പീരിയൻസ്, ലൈഫ് എക്സ്പീരിയൻസ് പറഞ്ഞപ്പോൾ മാം എംപവർ ചെയ്തു എന്ന് പറഞ്ഞതിനുള്ള ഒരു ഉത്തമ ഉദാഹരണമാണ് ഇന്ന് ഇവിടെ ഇരിക്കുന്ന സരൂപയുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് നമ്മളെ കൂടെ ഷെയർ ചെയ്തിരിക്കുന്നത്. മാം എങ്ങനെ മാം സരൂപനെ ഇൻസ്പയർ ചെയ്തു, എംപവർ ചെയ്തു. താങ്ക് യു സോ മച്ച്. I'm truly honored. We are truly honored to have you with us today. Thank you. Next, let me welcome Manju Binesh from PA Province to give an introduction about our next dance item. Welcome, Manju Binesh. Good morning, everyone. Modern women's freedom is defined by the struggles of brave women featured in the ballads. Pumada Panama, a North Malabari ballad about a socially backward community woman who was wronged for her reluctance to give into the lair of the landlord. പുരുഷാധിപത്യത്തിനെതിരെയുള്ള സ്ത്രീയുടെ ശക്തമായ ചെറുത്തുനിൽപ്പിന്റെ ആദ്യത്തെ പ്രതീകം, ചരിത്രത്തിൽ ഇടം നേടിയവൾ, അതാണ് പൂമാത പൊന്നമ്മ. So ladies and gentlemen, please do enjoy the performance by Team Jwala, Pumada Panama. കടലും കരദേശത്തെ തമ്പുരാന് പുലവപ്പനായ പൂമാതയോട് തോന്നിയ അടങ്ങാത്ത ഭ്രമം. തന്റെ പൊന്നിലും പണത്തിലും മയങ്ങുന്നില്ലെന്ന് കണ്ട് അവളെ ചതിപ്പെടുത്തി ചാരിത്രം സംശയിക്കപ്പെട്ട് മുക്കുറ്റി മുക്കണ്ടം കന്തം കൊണ്ട് തലയും മുലയും കരിക്കപ്പെട്ട് അഗ്നിക്കിരയായി തീർന്നവൾ. തന്റെ ആത്മാഭിമാനത്തിന് വില പറഞ്ഞവരെ അഗ്നിയായി വന്ന് ചാമ്പലാക്കിയവൾ പൂമാത. ആത്മവീര്യത്തിന്റെ നാളം കൊളുത്തിയാൽ പെണ്ണിന് പിന്നൊരു തിരിച്ചുപോക്കില്ല. അഹന്തയുടെ, കാമത്തിന്റെ, അധികാരത്തിന്റെ ചീട്ടുകൊട്ടാരങ്ങൾ തകർത്തിടാൻ അകക്കാമ്പിൽ അഗ്നിനാളം എരിയിച്ച് കാൽപാന്ത ജ്വാലയായി അവൾ വരിക തന്നെ ചെയ്യും. കൊല്ലിമലയിന്ന് ആദിച്ച നല്ല ചമ്പൂതം വരും നേടി.
കുതിരകളി കണ്ട് താമസിച്ചേ വന്നുദിച്ചേ നിന്നുദിച്ചേ ആദിത്യ ഭഗവാൻ വന്നുദിക്കാൻ പൊന്നമ്മ പാട്ടേട്ടാല് പൂമാതെ പൊന്നമ്മ പാട്ടേട്ടാല് കരയുന്ന കുഞ്ഞ് മണിഞ്ഞുറങ്ങും കരയുന്ന കുഞ്ഞ് മണിഞ്ഞുറങ്ങും കുത്തിലെ പാമ്പ് പൂമാതെ പൊന്നമ്മ പാട്ടേട്ടാല് പൂമാതെ പൊന്നമ്മ പാട്ടേട്ടാല് മതില മന്ത്രക്ക് മാറുണ്ടാവും മതില മന്ത്രക്ക് മാറുണ്ടാവും മരം പൊട്ടി പാലേതോളൂ മരം പൊട്ടി പാലേതോളൂ മാരെ പൊന്നമ്മ പാട്ടേടാല് മാരെ പൊന്നമ്മ പാട്ടേടാല് മാരെ പൊന്നമ്മ തന്റെ ദേവേ മാരെ പൊന്നമ്മ തന്റെ ദേവേ നായരെ ആ പൂമാത തീർന്നു എന്നാ കേട്ടെ മേല് മുഴുവൻ പൊള്ളിട്ടെ ചതുരക്കിളച്ച് ചാടി എന്റെ തമ്പ്രാനോട് കളിച്ചാലേ ഇങ്ങനെ ഇരിക്കും. തമ്പ്ര ഏനിവിടെ ഉണ്ടേ ആരാ ആരാത് തമ്പ്ര തമ്പ്ര പൂമാത ഇവിടെ ഉണ്ടേ പൂമാത നീ മൗനത്തെ മഹാശബ്ദമാക്കുവാൻ, നിശ്ചല ധ്യാനത്തെ ചലനമായി ശക്തിയായി ഉണർത്തുവാൻ അവൾ പുനർജനിക്കയായി. പ്രതികാരത്തിന്റെ നന്മ തിന്മകളുടെ വിശ്വരൂപങ്ങൾ തീർക്കാൻ ഒരു കെടാത്ത കനലായി അവൾ ആളിപ്പടരട്ടെ. പൂമാതേ
വടക്കൻ പാട്ടുകളിലൂടെ നമ്മൾ അറിഞ്ഞ പൂമാതൈ എന്ന ശക്തയായ ഒരു സ്ത്രീയെ ഒരു ഡാൻസ് ഫോമിലൂടെ ഇൻക്രെഡിബിൾ ആയിട്ട് അവതരിപ്പിച്ച നീതു സൈമൺ ആൻഡ് ടീം ഫ്രം PA റീജിയൻ. ഈ ഒരു കലാരൂപം എനിക്ക് നേരിട്ട് കാണാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. PA റീജിയന്റെ തന്നെ ഋതബിക 2023 എന്ന പ്രോഗ്രാമിന്റെ ഓപ്പണിംഗ് ഡാൻസ് ആയിട്ടായിരുന്നു ഇവർ ഇത് അവതരിപ്പിച്ചത്. ഒരുപാട് കയ്യടികളും പ്രശംസകളും ഈ കലാകാരികൾ PAയിൽ നിന്നുള്ള ഈ കലാകാരികൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. കൺഗ്രാറ്റുലേഷൻസ് അഗെയിൻ നീതു സൈമൺ ആൻഡ് ടീം. നമ്മൾ ഇനിയും പ്രതീക്ഷിക്കുന്നുണ്ട് ഇനിയും ഡാൻസ് ഐറ്റംസ് നിങ്ങളിൽ നിന്നും. അടുത്തതായിട്ട് ലെറ്റ് മീ വെൽക്കം AR ചെയർമാൻ മിസ്റ്റർ ജേക്കബ് കുടശനാട്. He is going to share us his valuable insight with us today. Welcome, Mr. Jacob Kudashanad. Is he here today? Millie? Dinesh, is Jacob Chernan here? Yeah, I don't think he has joined. Yeah. Okay, then go to the next. Move on to the next. It's my pleasure to welcome our AR President, Mr. Jinesh Thambi, whose leadership has been an inspiration to us all. Let me welcome Jinesh Thambi for addressing us all today. Welcome. Hello, കേൾക്കാമല്ലോ? ഹലോ, കേൾക്കാം. എല്ലാവർക്കും നമസ്കാരം. വ്യത്യസ്തമായിട്ടുള്ള ടൈം സോണുകളിൽ നിന്ന് ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന എല്ലാ വിശിഷ്ട അതിഥികൾക്കും സ്വാഗതം. ഒരുപാട് സന്തോഷത്തോടെയും അഭിമാനത്തോടും കൂടിയാണ് ഈ ഒരു മീറ്റിംഗിൽ പങ്കെടുക്കുന്നത്. ഇന്റർനാഷണൽ വുമൻസ് ഡേ സെലിബ്രേഷൻസിന് പ്രത്യേകമായിട്ടുള്ള മാനങ്ങളും പ്രത്യേകമായിട്ടുള്ള കൂടുതലായിട്ടുള്ള സിഗ്നിഫിക്കൻസും ഒക്കെ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ, അതായത് നമ്മൾ ജീവിക്കുന്ന 2024 WMC അമേരിക്ക റീജിയൻ വുമൻസ് ഫോറം, മിലി, ശ്രീകല ടീം ഇങ്ങനെ വളരെ വിജയകരമായിട്ട് ഈ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചതിലുള്ള വലിയ സന്തോഷവും വലിയ അഭിമാനവും ഒക്കെ പേഴ്സണലായിട്ടും അതുപോലെ തന്നെ WMC അമേരിക്ക റീജിയൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ പേരിലും എടുത്തു പറയട്ടെ. വിത്ത് ഗ്രേറ്റ് പ്രൈഡ് ഇവിടെ ഈ ഒരു അപ്രീസിയേഷൻ ഇവിടെ രേഖപ്പെടുത്തിക്കൊള്ളട്ടെ. വ്യത്യസ്തമായിട്ടുള്ള കർമ്മമണ്ഡലങ്ങളിൽ വെന്നിക്കൊടി പാറിച്ച് ഈ ഒരു മീറ്റിംഗിൽ പങ്കെടുക്കുന്ന ഡോക്ടർ നീന പ്രസാദ്, അതുപോലെ തന്നെ നമ്മൾക്ക് എല്ലാവർക്കും സുപരിചിതയായ TV ഡിബേറ്റ്സിലൊക്കെ നമ്മളെപ്പോഴും കാണുന്ന അഡ്വക്കേറ്റ് ആശ ഉണ്ണിത്താൻ, മലയാളികളുടെ അഭിമാനമായ നമ്മുടെ കൗണ്ടി ലെജിസ്ലേറ്റർ ഓണറബിൾ ആനി പോൾ, ഇന്ദുലേഖ വാര്യർ, ഡോക്ടർ ലക്ഷ്മി ദാസ്, അതുപോലെ തന്നെ ഡോക്ടർ അജയ് ശശിധർ, ഇവരുടെ പ്രസൻസിൽ ഉള്ള നന്ദിയും ഇവിടെ പ്രത്യേകം ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ പേരിൽ രേഖപ്പെടുത്തിക്കൊള്ളട്ടെ. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ 2024 നമ്മൾ ജീവിക്കുന്ന ഈ ഒരു കാലഘട്ടം അത് വനിതാ ശാക്തീകരണത്തിനും വനിതാ എംപവർമെന്റിനും വുമൻ സിഗ്നിഫിക്കൻസിനും പുതിയ മാനങ്ങൾ സമ്മാനിക്കുന്ന ഒരു സമയമാണ്. ഇവിടെ അമേരിക്കയുടെ മുമ്പത്തെ പ്രസിഡന്റ് ബരാക് ഒബാമയുടെ പത്നി മിഷേൽ പറഞ്ഞൊരു വാചകം വളരെ പ്രസക്തമാണ്. അവർ പറഞ്ഞത് there is no limit to what a woman can achieve. ആക്ച്വലി അവരുടെ സ്പെസിഫിക് ഫ്രേസ് ആയിരുന്നു there is boundless excellence which women is destined to be and they have not achieved half of that they can. ഇവിടെ മിഷേൽ ഒബാമയുടെ ഓട്ടോബയോഗ്രഫി വായിച്ചിട്ടുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ മനസ്സിലാവും what exactly she meant by those words. The amount of hardship she had to endure, the amount of poverty, the amount of limitations, her early life she endured, and the success he quoted. അതുപോലെ തന്നെ നമ്മൾക്ക് എല്ലാവർക്കും സുപരിചിതയായ ഓപ്ര വിൻഫ്രി, അവർ പറഞ്ഞത് എവ്രി വുമൻ ഈസ് ലൈക്ക് എ ക്വീൻ ആൻഡ് ഷീ ഹാസ് ടു ബി ട്രീറ്റഡ് ലൈക്ക് വൺ എന്നാണ്. നമുക്കെല്ലാവർക്കും അറിയാം, അഫ്ഗാനിസ്ഥാനിൽ കുട്ടികളുടെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് നിതാന്തം പോരാടി നോബൽ പ്രൈസ് ലഭിച്ച മലാലയുടെ കഥ. അവരും ഒരു ഫേമസ് കോട്ട് വുമൻസ് ഡേനെ ആസ്പദമാക്കി ആ ഒരു സാഹചര്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. മലാല പറഞ്ഞത്, ദ എക്സ്ട്രീമിസ്റ്റ് ഇൻ അഫ്ഗാനിസ്ഥാൻ, ദ മാക്സിമം ദേ ഫിയർഡ് is not the Afghan people, is not the United Nations, is not US, is not any other power in the world, but the extremists, the militants in Afghanistan, what they fear the most is a woman with a book.
അതുകൊണ്ടാണ് മലാല എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് നിതാന്തം പോരാടിയത്. ആൻഡ് ദി എമൗണ്ട് ഓഫ് സ്ട്രഗിൾ ആൻഡ് എമൗണ്ട് ഓഫ് ഹാർഡ്ഷിപ്പ് ഷീ ഫേസ്ഡ് ഇസ് അൺബിലീവബിൾ. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഓണസ്റ്റ്ലി പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് 2 ആൺകുട്ടികളാണ്. ദർ ഇസ് നോ ഡോട്ടർ ഫോർ മീ. ഫോർ മീ എവറി ഡേ സ്റ്റാർട്ട്സ് വിത്ത് എ കോൾ ടു മൈ പാരൻസ്. എനിക്ക് എല്ലാ ദിവസവും ഒരു വുമൻസ് ഡേ തന്നെയാണ്. ബിക്കോസ് ദർ ഇസ് നോ റീപ്ലേസ്മെന്റ് ഫോർ മൈ മദർ. ക്രിക്കറ്റ് ഫോളോ ചെയ്യുന്നവർക്ക് അറിയാം, രവിചന്ദ്രൻ അശ്വിൻ ഒരു ക്രിക്കറ്റ് മത്സരത്തിനിടയിൽ he just withdrew from the match and he rushed back to Chennai to see his ailing mother. Sachin Tendulkarന്റെ അവസാനത്തെ ടെസ്റ്റ് മാച്ചിൽ വാങ്കഡെ സ്റ്റേഡിയം ബോംബെയിൽ the highlight was on his mother. So ഞാൻ കൂടുതൽ പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല, because we all know that you have not come to listen to me. There is a wonderful program going on. Enjoy. പക്ഷേ ഇത് അവസാനിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പ്രത്യേകം പറഞ്ഞുകൊള്ളട്ടെ. ഈ ഒരു മീറ്റിങ്ങിന് ഡിഫറെന്റ് ടൈം സോണിൽ നിന്ന്, അതായത് നോട്ട് അമേരിക്ക റീജിയൻ, ദ ഗ്ലോബൽ ലീഡർഷിപ്പിന്റെ നമ്മുടെ സമുന്നതനായ പ്രിയങ്കരനായ ജോണി ചാനി മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രസിഡന്റ് തോമസ് അങ്കിൾ ഉണ്ട്, ദിനേശ് നായർജി ഉണ്ട്. ദുബായിൽ നിന്ന് നമ്മുടെ ഓർഗനൈസേഷൻ ഡെവലപ്മെന്റിന്റെ VP ചാൾസ് പോൾ ജി ചേരുമെന്നാണ് പറഞ്ഞിരുന്നത്. അതുപോലെ തന്നെ ഗ്ലോബൽ യൂത്ത് ഫോറത്തിന്റെ രേഷ്മ. ഇവരുടെ പേര് പ്രത്യേകം എടുത്തു പറഞ്ഞത് അവർ ഡിഫറെന്റ് ടൈം സോണിൽ നിന്ന് ജോയിൻ ചെയ്തുകൊണ്ട് മാത്രമാണ്. എല്ലാ അതിഥികൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ പറഞ്ഞപ്പോൾ എന്തെങ്കിലുമൊക്കെ മിസ് ചെയ്തിട്ട് പോയിട്ടുണ്ടാവും, സോറി. വൺസ് അഗൈൻ ബിഗ് കൺഗ്രാറ്റ്സ് ടു മിലി ആൻഡ് ടീം ഓൺ ബിഹാഫ് ഓഫ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി. എൻജോയ് ദ ഷോ. താങ്ക് യു. Thank you, Mr. President. Let us move on to our next item. I would like to invite Mrs. Sinu Nair. She is the PA Province Chairperson, to introduce our honorable keynote speaker. Welcome, Sinu. Thank you, Saroba. Good morning, America, and good evening to the rest of the world. It's my honor to introduce our keynote speaker, Advocate Asha Unnithan. Advocate Unnithan been practicing since 2001 in different courts of Kerala, including the High Court. She completed her master's in criminal law and currently doing her PhD in criminology. In 2005, she founded the Gargi, which is a women media collective offering free legal aid and counseling for women. She also co-founded the Association to Reunite Children with Holistic Approach and addressing children's issues, and conducting self-defense classes and legal education for parents and children. She is also a writer, contributed articles on gender, human rights, and children's rights. She also provides legal advices to different cultural organizations in Kerala. She is a guest lecturer in Police Academy. She is also serving as the Secretary of Indian Lawyers Association. Ladies and gentlemen, this is my privilege to welcome Advocate Asha Unnithan to our International Women's Day conducted by the American region of World Malayali Council. Welcome, ma'am, and the screen is all yours. Thank you. Thank you so much. And happy Women's Day. No, a Women's Year ahead for all of you. Spotlight, please. I think you can hear me. It's audible. Yes. Thank you. Thank you. അപ്പം എല്ലാ ലോകത്തിലെ മുഴുവൻ മലയാളി കൗൺസിലിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ടുള്ള ഈ ഇന്റർനാഷണൽ വിമൻസ് ഡേ സെലിബ്രേഷൻ ഒരു മൊത്തം വർഷം തന്നെ നീണ്ടു നിൽക്കുന്ന സെലിബ്രേഷൻ ആവട്ടെ, ജീവിതം സെലിബ്രേറ്റ് ചെയ്യാനുള്ളതാവട്ടെ സ്ത്രീകൾക്കും, സ്ത്രീകളുടെ നേതൃത്വത്തിൽ എല്ലാവർക്കും എന്നാണ് എൻ്റെ ആഗ്രഹം. ഞാൻ UN-ന്റെ ഈ സന്ദേശം, അതായത് ഇൻസ്പയർ ഇൻക്ലൂഷൻ എന്നുള്ള സന്ദേശം കാണുമ്പോൾ ആക്ച്വലി ഇൻക്ലൂഷനൊക്കെ ഞങ്ങൾ സ്ത്രീകൾ ചെയ്തു കഴിഞ്ഞതാ. ഇതിപ്പോ ചെയ്യാനുള്ളത് മറ്റു റെസ്റ്റ് ഓഫ് ദ ആൾക്കാരാണ്. അപ്പോൾ നമ്മള് ഈ ഒരു പ്രോഗ്രാമിലൂടെ അവരോട് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ ശ്രമിക്കുന്നത് ഇൻവെസ്റ്റ് ഇൻ വിമൻ എന്നും കൂടിയാണ്. അത് തന്നെയാണ് UN-ന്റെ മറ്റൊരു മോട്ടോ. അപ്പോ ഇൻസ്പയർ ഇൻക്ലൂഷൻ ഈസ് ത്രൂ ഇൻവെസ്റ്റിംഗ് ഇൻ വിമൻ ആണ്. ഇവിടെ ഇപ്പൊ ഞാൻ കാണുമ്പോൾ തന്നെ യു ആർ ഓണറിങ് ലോട്ട് ഓഫ് പേഴ്സൺസ്. ഭയങ്കര സന്തോഷമുണ്ട്. കുറച്ച് പേരൊക്കെ നമ്മൾ ഓണർ ചെയ്യുന്നുണ്ട് ഈ പ്രോഗ്രാമിൽ എന്നുള്ളത്. സോ ഹാപ്പി ടു സീ ദാറ്റ് Dr. Annie and Induleka, she's from Thrissur itself. Jayaraj Vaര്യരുടെ മകളാണ്, നമ്മുടെ തൃശ്ശൂരത്തെ കുട്ടിയാണ്. And Lakshmi, and also one man is the Dr. Alex. So I'm so happy to see these all persons are being Ajay being honored here also. അപ്പോൾ അവർക്കും എൻ്റെ എല്ലാവിധ കൺഗ്രാറ്റുലേഷൻസും വിഷസ് ഒക്കെ നേരുന്നു. പിന്നെ ഇതിന്റെ
ഇതിന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇതിന്റെ സെക്രട്ടറിമാരായിട്ട് വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഇതിന്റെ കീ പൊസിഷനിൽ ഇരിക്കുന്ന മില്ലിയെ പരിചയപ്പെട്ടു. മില്ലി ഫിലിപ്പിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ജിനേഷ് തമ്പിയാണ്. അദ്ദേഹത്തിലൂടെയാണ് ഞാൻ ഈ കൗൺസിലെ തന്നെ പരിചയപ്പെടുന്നത്. താങ്ക് യു ജിനേഷ് തമ്പി, ആൻഡ് ഓൾസോ യുവർ ചെയർമാൻ ജേക്കബ് സർ, ആൻഡ് ഓൾസോ ശ്രീകല നായർ ആൻഡ് ലോട്ട് അതേഴ്സ്. എല്ലാവർക്കും എൻ്റെ സ്നേഹം ബഹുമാനം എല്ലാം നൽകുന്നു. എനിക്ക് ഈ അവസരത്തിൽ ആക്ച്വലി ഞാൻ തോന്നുന്നു റണ്ണിങ് ലേറ്റ് ആണ് ഇന്നത്തെ ദിവസം, ബട്ട് വാട്ട് എവർ, ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എനിക്ക് സംസാരിക്കാനുള്ളത്, ഇൻവെസ്റ്റ് ഇൻ വിമൻ എന്ന് പറയുമ്പോൾ നമ്മൾ സ്ത്രീകൾ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുന്നു, ഇൻവെസ്റ്റ് ഇൻ യുവർ സെൽഫ്. നമുക്ക് എന്തെങ്കിലും ആർക്കെങ്കിലും കൊടുക്കണമെങ്കിൽ നമ്മളുടെ കയ്യിൽ അതിനുള്ള കേപ്പബിലിറ്റി ഉണ്ടാവണം, കപ്പാസിറ്റി ഉണ്ടാവണം. സോ കപ്പാസിറ്റി ബിൽഡിംഗ് ഇസ് ദ ഫസ്റ്റ് തിങ്. കപ്പാസിറ്റി ബിൽഡിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും? ചിലപ്പോ ഇപ്പം നീന പ്രസാദ് ഉദ്ഘാടക സംസാരിച്ചു, അവരത് കാണിച്ചു തന്നു ജീവിതത്തിലൂടെ എങ്ങനെയാണ് കപ്പാസിറ്റി ബിൽഡിംഗ് ഉണ്ടാക്കിയത്, എങ്ങനെയാണ് കൂടെ നിൽക്കുന്ന ആൾക്കാരെ സഹായിക്കുന്നത് അല്ലെങ്കിൽ അവരെ എംപവർ ചെയ്യുന്നത് എന്നൊക്കെ കൃത്യമായി പറഞ്ഞു. സോ ഇഫ് യു ഹാവ് സം കപ്പാസിറ്റി ദെൻ ഓൺലി യു ക്യാൻ ഡു ഇറ്റ്. അപ്പൊ അത്തരം ഒരു സംഗതിയും കൂടി ഉണ്ട് ഇതിനകത്ത്. സോ ഐ വിഷ് ആ രീതിയിൽ സ്ത്രീകൾക്ക് സ്വന്തം കപ്പാസിറ്റി ഉയർത്തിക്കൊണ്ട് അതിലേക്ക് വേണ്ടുന്ന റിസോഴ്സസ് സാധ്യമാക്കിക്കൊണ്ട് ആ റിസോഴ്സിലേക്കൊക്കെ ആക്സസ് കിട്ടാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കാൻ എല്ലാവരും കൂടി അവരെ സഹായിക്കണം. അങ്ങനെ അവനവനിൽ ഇൻവെസ്റ്റ് ചെയ്ത്, അത് വിദ്യാഭ്യാസം വഴിയാവാം, കലകൾ വഴിയാകാം, അത് ചെറിയ ചെറിയ സ്കിൽസ് വഴിയാവാം, അതല്ലെങ്കിൽ വലിയ രീതിയിൽ എന്തെങ്കിലും ബിസിനസ്സോ അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള ബിസിനസ്സോ എന്ത് തന്നെയാണെങ്കിലും വാട്ട് എവർ തിങ്സ്, നിങ്ങൾ ഉണ്ടാക്കുന്ന ഒരു പിക്കിളാണെങ്കിൽ പോലും അതൊരു ചെറിയ കാര്യമല്ല. ആ പിക്കിളിനെ നിങ്ങൾ എങ്ങനെയാണ് മറ്റുള്ളവർക്ക് ഒരു ആ ഉണ്ടാക്കുന്ന പിക്കിൾ ഉണ്ടാക്കൽ തന്നെ ഒരു ഇൻസ്പയറിംഗ് ആക്ട് ആക്കാൻ സാധിക്കുന്നു. കാരണം എന്താ വെച്ചാല്, ഞാനൊരിക്കലും യാത്ര ചെയ്തു പരപ്പനങ്ങാടിയിലേക്ക്. അപ്പൊ അവിടെ കാണുന്നത് ഒരു കലിങ്കാണ്. കലിങ്കിൽ എഴുതി വെച്ചിരിക്കുകയാണ് ഏറ്റവും നല്ല കന്നുകൂട്ടുകാരനായ ശങ്കരന്റെ ഓർമ്മയ്ക്ക് എന്ന്. സോ അതിൽ നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ്? ആ നാടിന്റെ കാർഷിക സംസ്കാരം, അവിടെ ഉണ്ടായിരുന്ന കന്നുകൂട്ടൽ, അവിടെ ഉണ്ടായിരുന്ന ഒരു ശങ്കരനെ നമ്മൾ പരിചയപ്പെടാറ്. സോ ദിസ് ഈസ് നോട്ട് എ സിമ്പിൾ ആക്ട് ഓഫ് റൈറ്റിംഗ് ഓർ ഇൻസ്ക്രൈബിങ് എ കന്നുകൂട്ടുകാരന്റെ ഒരു പേര് അല്ലെങ്കിൽ ഇൻസ്ക്രൈബ് ചെയ്യാനുള്ള ചെറിയ കാര്യമല്ല. സോ ആ രീതിയിൽ നമ്മളെ അടയാളപ്പെടുത്തണമെങ്കിൽ, ഹിസ്റ്ററിയുടെ ഭാഗമാവണമെങ്കിൽ വി ഹാവ് ടു ഡെവലപ്പ് അവർ കപ്പാസിറ്റി. സോ വി ഹാവ് ടു ഇൻവെസ്റ്റ് അവർ സെൽഫ്. എല്ലാവരും വിചാരിക്കും ഞാൻ മാരേജ് കഴിഞ്ഞു, എന്റെ പഠിപ്പ് കഴിഞ്ഞു, കുഞ്ഞുങ്ങളായി, ഞാൻ ഇങ്ങനെ ഇരിക്കുകയാണ്. നോ, യു ക്യാൻ ഹാവ് ഇനഫ് മോർ ടൈം. ദ ബെസ്റ്റ് ഈസ് യെറ്റ് ടു ബി എന്നാണ് റോബർട്ട് ബ്രൗണിംഗ്, നവോത്ഥാനത്തിന്റെ കവിയായ ഇറ്റാലിയൻ കവിയായ റോബർട്ട് ബ്രൗണിംഗ് പറയുന്നത്. ബെസ്റ്റ് ഈസ് യെറ്റ് ടു ബി. ഇനി സംഭവിക്കാനുള്ളതാണ് നല്ലത്. സോ നമ്മൾ അങ്ങനെ ഒരു ശുഭപ്രതീക്ഷയോടെ ഇപ്പൊ 60 കഴിഞ്ഞ ആളുകള് വീണ്ടും വന്ന് പഠിക്കുന്നത് കാണാം. അവര് LLB ചെയ്യുന്നു, അവര് പല പല കോഴ്സുകൾ ചെയ്യുന്നു. വൈ? 60 കഴിഞ്ഞ ആൾക്കാര് SLC എഴുതുന്നു. വൈ? ഒന്ന് അന്വേഷിച്ചു നോക്കാം. അപ്പൊ സോ നമുക്ക് മനസ്സിലാവണം, നമ്മൾ ഇനിയും ജീവിക്കും, നമുക്ക് ഇനിയും പ്രതീക്ഷകളുണ്ട്. അല്ലെങ്കിൽ തന്നെ മനുഷ്യന്റെ ആയുസിന്റെ ദൈർഘ്യം കൂടി വരികയാണ്. അപ്പോ അതിനനുസരിച്ച് നമ്മുടെ ലൈഫിനെ പ്ലാൻ ചെയ്യാനുണ്ട്. നമ്മൾ പണ്ട് 60 വയസ്സ് പ്ലാൻ ചെയ്താൽ മതി. ഇപ്പൊ നമ്മൾ 90 ഇയേഴ്സോ 80 ഇയേഴ്സോ എങ്കിലും നമ്മൾ പ്ലാൻ ചെയ്യേണ്ടതുണ്ട്. സോ നോ റിട്ടയർമെന്റ് അറ്റ് ദ ഏജ് ഓഫ് 60. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളെ ഇനിയും പുതുക്കി പണിയാനും, നമ്മളെ കപ്പാസിറ്റി ബിൽഡ് ചെയ്യാനും, നമ്മളിൽ ഇൻവെസ്റ്റ് ചെയ്യാനും, അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുന്ന എന്നെ ഞാൻ നോക്കുമ്പോൾ എനിക്ക് എന്നോട് സ്നേഹബഹുമാനങ്ങൾ ഉണ്ടാവണം. ഞാൻ എന്നെ റെസ്പെക്ട് ചെയ്യണം. ഞാൻ ഡിഗ്നിഫൈഡ് പേഴ്സൺ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യണം. അതാണ് ഇന്ത്യൻ ഭരണഘടന പറയുന്നത്. അപ്പോൾ ആ ഒരു ഡിഗ്നിറ്റി നമ്മളിൽ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് മറ്റൊരാളോട് ഡിഗ്നിഫൈഡ് ആയിട്ടുള്ള ഒരു രീതിയിൽ അവരോട് എന്താ പറയാ ആശയവിനിമയങ്ങൾ നടത്തണം, അല്ലെങ്കിൽ അവരായിട്ട് പെരുമാറണമെങ്കിൽ വി ഷുഡ് റെസ്പെക്ട് അവർ ഡിഗ്നിറ്റി. ഞാൻ മറ്റൊരാളുടെ എന്താ പറയാ ഒരു പാരസൈറ്റ് ലൈഫിലാണ് എന്നല്ല, ഞാൻ എന്റെ സ്വന്തം കാലിൽ ഞാൻ അച്ചീവ് ചെയ്തിട്ടുള്ള എന്റെ നേട്ടങ്ങളിൽ ഞാൻ നിൽക്കുന്നു എനിക്ക് പറയാൻ സാധിക്കണം. അങ്ങനെയുള്ള ഒരു തലമുറയിലേക്ക് അല്ലെങ്കിൽ ജീവിത ശൈലിയിലേക്കൊക്കെ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ മാറ്റണം, നമ്മളും മാറണം ഒപ്പം. കാരണം നമ്മളിന്ന് ഒരുപാട് അകലെ പോവാണ്, നമ്മൾ അവരായിട്ട് ഒരു ബന്ധവും ഇല്ല, അവര് വേറെ ഏതോ നാട്ടിലാണ്, അവരുടെ സ്വഭാവങ്ങൾ വേറെയാണെന്നൊക്കെ പറയുമ്പോൾ അത് നമ്മളുടെ കുഴപ്പമാണ്. നമ്മൾ ഏറ്റവും നല്ല ഐഫോണിന്റെ ഏറ്റവും പുതിയ വേർഷൻ കൈപ്പിടിച്ചിട്ട് നമുക്കത് ഉപയോഗിക്കാൻ അറിയില്ല എന്ന് പറയുന്ന പോലെയാണ്. അപ്പൊ ഈ ടെക്നോളജിയും ഈ എല്ലാവിധ സാങ്കേതികത്വവും സൗകര്യങ്ങളും വിദ്യാഭ്യാസവും ഒക്കെ കിട്ടിയിട്ടുള്ള കുഞ്ഞുങ്ങളെ നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അതിനെ മനസ്സിലാക്കാനും നമുക്കൊരു കപ്പാസിറ്റി ബിൽഡ് ചെയ്യാനുണ്ട്. സോ വി ഹാവ് ടു ലേൺ. ദ ലേണിംഗ് ഈസ് എൻ എവർ എൻഡിങ് പ്രോസസ്. അതിലൂടെയാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യുക. എവറി ഡേ യു ഹാവ് ടു സ്റ്റഡി ന്യൂ തിങ്സ്. നമ്മളെ എന്നും പുതുക്കി പണിയണം. അങ്ങനെയുള്ള എന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നാണ് കവി പറയുന്നത്. കവി ചോദിക്കുന്നുണ്ട്, അദ്ദേഹം ചോദിക്കുന്നത് ഇങ്ങനെയാണ്, നിങ്ങൾക്ക് ആരെയാണ് ഏറെ ഇഷ്ടം? കവി ശങ്കരപ്പിള്ള ചോദിക്കുന്ന ചോദ്യമാണ്.
അപ്പോ മറുപടി കവി തന്നെ പറയുന്നത് എന്താണ്? എന്നെ തന്നെ. നെക്സ്റ്റ് 2ാമത്തെ വരിയാണ്. അപ്പൊ 3ാമത്തെ വരിയിൽ കവി ചോദിക്കുന്നത് അത് കഴിഞ്ഞാലോ എന്നാണ്. അപ്പൊ ഉടനെ കിട്ടുന്ന മറുപടി, കവിയുടെ തന്നെ മറുപടിയാണ് അത് കഴിയുന്നില്ലല്ലോ എന്നാണ്. അതെ, നമുക്ക് നമ്മളെ തന്നെ സ്നേഹിക്കാനും നമ്മളെ തന്നെ ബഹുമാനിക്കാനും പഠിക്കണം. അതൊരിക്കലും തീരാനും പാടില്ല. പറ്റാത്ത കിണർ പോലെ, അക്ഷയപാത്രം പോലെ ആയിരിക്കണം അത്. അപ്പോഴാണ് നമുക്കത് എന്നും കൊടുക്കാൻ സാധിക്കുള്ളൂ. സോ അത് കൊടുക്കണമെങ്കിൽ നമ്മളെ എൻറിച്ച് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോ UN-ന്റെ ഈ സന്ദേശം, ഈ ഇൻക്ലൂസീവ്നെസിന്റെ സന്ദേശം, ഈ ഇൻവെസ്റ്റ്മെന്റിന്റെ സന്ദേശം എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ അത് എങ്ങനെ എടുക്കേണ്ടത്? അത് അവനവനിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ്. സോ ദാറ്റ് വി ക്യാൻ help others, we can able to understand others, we can compete with others, we can stand with others in a dignified manner. അപ്പൊ ഒരു മനുഷ്യന്റെ നിലനിൽപ്പ് എന്ന് പറഞ്ഞെങ്കിൽ റൈറ്റ് ടു ലൈഫ് അല്ലെങ്കിൽ ജീവിക്കാനുള്ള അവകാശം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി വിത്ത് ഹ്യൂമൻ ഡിഗ്നിറ്റി എന്നാണ്. അപ്പൊ ആ ഹ്യൂമൻ ഡിഗ്നിറ്റിയോടെ ഓരോ സ്ത്രീക്കും ഓരോ മനുഷ്യനും ഈ ഭൂമിയിൽ ജീവിക്കാൻ സാധിക്കട്ടെ. അതിന് വേണ്ടുന്ന എല്ലാം നൽകാൻ കഴിയുന്ന ഒരു കപ്പാസിറ്റിയിലേക്ക് ഓരോ സ്ത്രീയും വളരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എന്താ പറയുക, ഇന്നത്തെ ഈ പ്രോഗ്രാമിലെ വളരെ ചെറിയ ടൈമിൽ എനിക്ക് കിട്ടിയിട്ടുള്ള സമയം, നിങ്ങളുമായിട്ട് കോൺവേഴ്സ് ചെയ്യാൻ കിട്ടിയിട്ടുള്ള ഈ സമയത്ത് ഞാൻ വളരെ സന്തോഷത്തോടെ നിങ്ങളുമായി സ്പെൻഡ് ചെയ്യുന്നു. എൻ്റെ സന്ദേശം ഇത് മാത്രമാണ്. ഇനിയും അവസരങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് കണ്ടുമുട്ടാം. എല്ലാവർക്കും പ്രോസ്പെറസ് ആയിട്ടുള്ള ഒരു സന്തോഷകരമായിട്ടുള്ള ഹാപ്പി ആയിട്ടുള്ള ഒരു ലൈഫ് ഉണ്ടാവട്ടെ. ലേൺ ടു ലവ് ourselves, learn to invest ourselves and cooperate and be the nature, be the earth, not a part of earth but be the earth. അങ്ങനെയായി മാറുക, എല്ലാം നൽകാൻ കഴിയുന്ന ഒരു ഭൂമിയായി മാറുക എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. താങ്ക് യു വൺസ് അഗൈൻ ഫോർ ദി കൺവീനർ and all persons, especially Jinesh. Thank you. Thank you so much, Advocate Asha Unnithan, for your invaluable contribution for our program today. And thank you so much for sharing your insight and expertise and experience with us today. ചെറിയ സമയമാണെങ്കിലും ആ സമയം കൊണ്ട് അങ്ങ് ഞങ്ങൾക്ക് തന്നത് റിയലി ഇൻവാല്യുബിൾ ആയിട്ടുള്ള ഐഡിയാസ് ആണ്. നമ്മളെ സ്നേഹിക്കാനും നമ്മളിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമ്മളെ സ്വയം എംപവർ ചെയ്ത് ലോകത്തെ എംപവർ ചെയ്യാൻ ഇവിടെ ഇരിക്കുന്ന എല്ലാ വിമൻസിനും എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. അടുത്തതായിട്ട് നമുക്കൊരു ഡാൻസ് ആണ്. ഡാൻസ് ബൈ നിവേദിത ഷിബു ഫ്രം ഫ്ലോറിഡ പ്രോവിൻസ്. നിവേദിത, ഷീസ് എ ഫ്രഷ്മൻ ഇൻ ഹൈ സ്കൂൾ. ഷീസ് എ പാഷനേറ്റ് ക്ലാസിക്കൽ ഡാൻസർ ആൻഡ് ഫിനിഷ് ഹർ അരങ്ങേറ്റം ഇൻ ഗുരുവായൂർ. ഹർ ഡ്രീം ഈസ് ടു ബിക്കം an astrophysicist. അവരുടെ ഒരു ആഗ്രഹം നടക്കട്ടെ എന്ന് കൂടെ ആശംസിച്ചുകൊണ്ട് can we have Nivedida's dance please? തീരങ്ങൾ തെളിയുന്നു, കാണാത്ത ലോകം നാം അണയുന്നു. ആഴങ്ങൾ തീരാതി കടൽ പോലെ കഥകൾ നീളുന്നു. ഇവിടെ ആരാരും ചിരികളാരും പഴയ നോവിന്റെ കൈപ്പൊന്നു. പുതിയ ജന്മം ഇതാണു പരദീസ. ആരന്റെ കണ്ണത്തിലെ ആരണ്ട കൊത്തണത്, ആരന്റെ തെങ്ങും മേലെ ആരണ്ട ചത്തണത്. നല്ല ചങ്കാവിലെ കോരന്റെ കുട്ടിയാണ് ഞാനെന്ന പാടത്തെ കരുമണി മുത്താണ്. കളിക്കുമ്പോരനും കടിയൂല
That was a beautiful performance, Nivedita Shibu. All the best for and let all your dreams come true. Next, let's move on to I would really like to welcome our guest of honor, our special guest, Ms. Indulega Warrior. She's a playback singer. She's an Indian playback singer, composer, rapper, and an actor too. She predominantly works in Malayalam cinema in addition to Tamil and Telugu films. And ellarkum Advocate Asha Unnithan പറഞ്ഞതുപോലെ ഇന്ദുലേഖ വാര്യർ മികച്ച കലാകാരനും ആക്ടറുമായ ജയരാജ് വാര്യരുടെ മകളാണ്. ഷീസ് ഫ്രം തൃശൂർ. വെൽക്കം ഇന്ദുലേഖ വാര്യർ ഫോർ അവർ പ്രോഗ്രാം. കേൾക്കാമോ പറയുന്നത്? കേൾക്കാം. Thank you so much for the invitation. Thank you, World Malayali Council, America Region, for inviting me to this program. Jwalamukhi enna International Women's Day പ്രത്യേക പരിപാടിയിൽ ക്ഷണിച്ചതിന് നന്ദി. എന്നെ വിളിച്ചത് മിസ് മില്ലി ഫിലിപ്പ് ആണ്. മലയാളി കൗൺസിൽ അമേരിക്ക റീജിയൻ വിമൻസ് ഫോറം പ്രസിഡന്റ്. താങ്ക് യു മിസ് ലീ ഫിലിപ്പ്. ആൻഡ് ഓൾസോ ഹരി നമ്പൂരി, ഹരി ചേട്ടൻ വഴിയാണ് വിളിച്ചത്. ഹരി ചേട്ടൻ നന്ദി. ഞാനിങ്ങനെ നീന മാമിന്റെയും ആശ മാമിന്റെയും എല്ലാം സ്പീച്ച് കേട്ട് വളരെ ഇൻസ്പയർഡ് ആയിട്ടിരിക്കുന്ന ഒരു മൊമെന്റ് ആണ്. നീന മാമിന്റെ പെർഫോമൻസ് ഞാൻ കണ്ടിട്ടുണ്ട്. പണ്ട് ഞാൻ ചെറുപ്പത്തിലേ കണ്ടിട്ടുണ്ട്. പാറമേക്കാവിലൊരു പെർഫോമൻസ്, തൃശ്ശൂർ പാറമേക്കാവ് ടെമ്പിളിൽ വെച്ചൊരു പെർഫോമൻസ് കണ്ടിരുന്നു. അന്നേ ഞാനിങ്ങനെ ഒരു ഫാൻ ഗേൾ ആയിട്ടുള്ള ഒരു ആളാണ്. നീന മാം വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ടു. ആശാ മാം ആണെങ്കിലും എങ്ങനെയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് നമ്മളൊരു നല്ല വ്യക്തിയാണെങ്കിലേ മറ്റുള്ളവരെ എംപവർ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളിൽ ഇൻവെസ്റ്റ് ചെയ്ത് നമ്മൾ ഒരു വാല്യൂ ഉള്ള ഒരു പേഴ്സൺ ആയ മാത്രമേ മറ്റുള്ളവരിൽ അതിൽ ആ ഒരു എനർജിയും എംപവർമെന്റും പകരാൻ പറ്റുള്ളൂ എന്നൊക്കെയുള്ള മെസ്സേജസ് എല്ലാം കേട്ട് വളരെ ഡിലൈറ്റഡ് ആയിട്ടിരിക്കുകയാണ് ഞാൻ. എന്റെ ഒരു കർമ്മ മേഖല പറയുകയാണെങ്കിൽ ഞാന് വിമൻ എംപവർമെന്റ് എന്നുള്ളത് എന്റെ ഒരു ബ്ലഡിൽ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഞാൻ എന്റെ റാപ്പുകളിലൂടെയാണ് എന്റെ വിമൻ എംപവർമെന്റ് എന്ന് പറഞ്ഞ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇതുവരെയുള്ള എന്റെ പോരാട്ടങ്ങളെല്ലാം റാപ്പുകളിലൂടെ, മ്യൂസിക് ഇൻഡസ്ട്രിയിലൂടെ ആയിരുന്നു. അപ്പൊ എന്നാൽ കഴിയുന്ന വിധം എന്താ പറയാ, സ്ത്രീകളെ പരിഗണിക്കാൻ, അവരെ ഒന്ന് ചേർത്ത് നിർത്താൻ, അവരെ ഇൻസ്പയർ ചെയ്യാൻ ഞാൻ ചെറിയ ചെറിയ ശ്രമങ്ങൾ, ഇൻസ്പയർ ചെയ്യാന്ന് ഞാൻ പറയുന്നില്ല, ഒന്ന് എംപവർ ചെയ്യാൻ ചെറുതായിട്ടെങ്കിലും എന്റെ പാട്ടുകളിലൂടെ കഴിയുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിൽ ഞാൻ വളരെ പ്രൗഡായിട്ടിരിക്കുന്ന ഒരാളാണ്. അപ്പൊ അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് എനിക്ക് ഇന്നിവിടെ ഇരുന്ന് സംസാരിക്കാൻ സന്തോഷമുണ്ട്. അപ്പോൾ മലയാളി കൗൺസിലിൽ വന്നിരുന്ന്, വിമൻസ് ഫോറത്തിൽ വന്നിരുന്ന് നിങ്ങളോട് കൂടുതൽ സംസാരിച്ച് ഞാൻ സമയം കളയുന്നില്ല. ഞാൻ എന്റെ റാപ്പ് ചെയ്യാം എന്ന് തോന്നുന്നു. അതിലെനിക്ക് പറയാനുള്ളതെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്റെ ഫസ്റ്റ് റാപ്പാണ്. പക്ഷെ ഇപ്പൊ ഒരെണ്ണം ഫ്രീഡം എന്ന് പറഞ്ഞ് ഇപ്പൊ ഒരു റാപ്പ് ഇറക്കിയിട്ടുണ്ട്. എല്ലാം ഞാൻ വിമൻ ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് പറയാറ്. അപ്പം ഇൻസ്പയർ ഇൻക്ലൂഷൻ എന്നാണ് നമ്മളുടെ ഗ്ലോബൽ തീം. അത് തന്നെയാണ് ഇന്നത്തെ ഇൻസ്പയർ ഇൻക്ലൂഷൻ എന്ന് പറഞ്ഞിട്ടുള്ള തീമിനെ പറ്റി സംസാരിച്ചു കഴിഞ്ഞു. അപ്പം ഇൻസ്പയർ ഇൻക്ലൂഷൻ, അതായത് ഫീമെയിലിനെ ഇൻക്ലൂഡ് ചെയ്യുന്നത് വീട്ടിൽ നിന്ന് തുടങ്ങണം എന്നുള്ള അഭിപ്രായക്കാരിയാണ് ഞാൻ. വീട്ടിലുള്ള സ്ത്രീകളെ എങ്ങനെ ചേർത്ത് നിർത്തുന്നു, അവരെ എങ്ങനെ നമ്മുടെ ഹാപ്പിനെസിന്റെ ഭാഗമാക്കുന്നു. നമ്മുടെ സങ്കടത്തിന്റെ മാത്രം ആക്കേണ്ടവരല്ല സ്ത്രീകൾ. നമ്മളുടെ എഫേർട്ടുകളുടെ മാത്രം ഭാഗമാക്കേണ്ടവരല്ല, നമ്മളുടെ സന്തോഷത്തിന്റെയും നമ്മളുടെ നല്ല മൊമെന്റ്സിന്റെയും ഭാഗമാക്കാൻ നമ്മൾ വീട്ടിലെ സ്ത്രീകളെ, ഞാനടക്കമുള്ള എന്റെ വീട്ടിലെ സ്ത്രീകളെ നല്ല സന്തോഷത്തിന്റെ ഭാഗമാക്കാൻ എപ്പോഴും ശ്രമിക്കണം. എന്നാലാണ് വീട്ടിൽ സന്തോഷം ഉണ്ടെങ്കിൽ നമുക്ക് നാട്ടിൽ സന്തോഷം ഓട്ടോമാറ്റിക്കലി അത് വരും. അപ്പൊ വീട്ടിലെ സ്ത്രീകളെ സന്തോഷിപ്പിച്ച് ചേർത്ത് നിർത്തുക, അവരെ ഹാപ്പി മൊമെന്റ്സിലും സാഡ് ആയിട്ടുള്ള മൊമെന്റ്സിലും നമ്മളുടെ ഒപ്പം ചേർത്ത് നിർത്തുക എന്നുള്ള ഒരു കാര്യം എനിക്ക് പറയണം തോന്നി. അതുകൊണ്ടാണ് എനിക്ക് ഇൻസ്പയർ ഇൻക്ലൂഷൻ എന്ന് പറയുമ്പോൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് വീട്ടിൽ നിന്ന് തുടങ്ങണം എന്ന് പറയാൻ തോന്നി. അതുകൊണ്ടാണ് ഈ പറഞ്ഞത്. അപ്പൊ ഞാൻ ഒരു റാപ്പ് ചെയ്തുകൊണ്ട് ഞാൻ ഇന്ന് അത്ര ഞാൻ പറയുന്നുള്ളൂ. കൂടുതലൊന്നും പറയാൻ എനിക്കില്ല.
അപ്പൊ ഞാൻ അതിലേക്ക് കടക്കുന്നു. പെൻ റാപ്പ് എന്നുള്ള എന്റെ ഫസ്റ്റ് റാപ്പാണിത്. അത് ഞാൻ ചെയ്യും. കൂട്ടിലിട്ടടച്ച ശ്വാനനെ തിരിഞ്ഞു നോക്കി നിന്നു ഞാൻ ഒരൊറ്റ നോട്ടം കണ്ണിലേക്ക്. കണ്ടു ഞാൻ അവന്റെ കണ്ണിനുള്ളിൽ ചുട്ട മൗനം, പണ്ടൊരമ്മയിൽ ഞെരിഞ്ഞമർന്ന തീവ്ര മൗനം. അടച്ചുറച്ച വീട്ടിനുള്ളിൽ ഒച്ചയെ തടങ്കലാക്കി ഉച്ചയും വെളിച്ചവും വിധിച്ചതല്ല എന്നു പ്രാഗി കാകനുച്ച വെച്ച നേരം കാലു രണ്ടും ചക്രമാക്കി സ്വപ്നവും ഋതുക്കളും അടുപ്പിലിട്ട് ചാരമാക്കി. തിളച്ചുയർന്നു പൊങ്ങി വന്ന പാലൊന്ന് തുറിച്ചു നോക്കി, പഴുത്ത തട്ടിൽ വെന്തു നീറുന്നൊരു ദോശ നോക്കി ഒച്ച വെച്ചു പാടി അവൾ ഓർത്തെടുത്തു പാടി പിന്നെ. ആരു പെണ്ണിനെ അടുക്കളയ്ക്ക് കാവലാക്കി, ആരു പെണ്ണാക്കിൽ ഞാണുകൾ വരിഞ്ഞു കെട്ടി, പെണ്ണു പൊള്ളയെന്ന നാടുറക്കിയേറ്റു പാടി, പെണ്ണു പൊന്നെന്ന് പെണ്ണു മാത്രം ഓർത്തു പാടി. പെണ്ണു നിന്റെ അടിമയല്ല, പെണ്ണിനാരും താങ്ങു വേണ്ട, പെണ്ണു നിന്നുറഞ്ഞു പാടും പെണ്ണിനാവ് നീളെ വാഴും. സാരിയൊന്നൊടുത്ത പെണ്ണ്, പാതിവൃത്യമുള്ള പെണ്ണ്, എങ്കിലും തുളഞ്ഞു കേറും ചെന്നായിൻ കാമക്കൺ. രാത്രിയിൽ വഴി നടന്നാലോ അവൾ പോക്കു പെണ്ണ്, എങ്കിൽ നീ അറിഞ്ഞോ മോനെ മാറ്റേണ്ടത് നിന്റെ കണ്ണ്. സദാചാരവാദി എന്ന പേരും അമ്പുകൾ തറയ്ക്കുകില്ല ഒരിക്കലും ഒരു പെണ്ണിന്റെ നെഞ്ചതിൽ. വിറയ്ക്കുന്നൊരു മനമല്ല കാരിരുമ്പിൻ ചങ്കിത്, തകർക്കുവാൻ നീ നോക്കേണ്ട തകരുകില്ല പെൺമനം. പെണ്ണെ നീ അറിയുക നിൻ ശക്തി എന്തെന്നറിയുക, ഉരുകേണ്ടൊരു മെഴുകല്ല ആളെയുണ്ട തീയെ നീ. ഇരുട്ടിന്റെ ഇരയും ഉരുക്കത്തിന്റെ മുഖവും നീ, ചിറകുകൾ വിരിക്കുക നിൻ കുടലുകൾ മുറിക്കുക നീ, അറിവുകൊണ്ട് നേടുക നിൻ മുറിവുകൾ മറക്കുക നീ. നോക്കുക നിന്നുള്ളിലേക്ക് കാണുക നീ കൺനിറച്ച് തീപ്പന്തമാണ് പെണ്ണ്, ചാട്ടുളിയുടെ മൂർച്ച പെണ്ണ്, എരിയാതെ പുകയാതെ തളരാതെ പിടയാതെ ജ്വാല പോലെയാളി 100 യുദ്ധങ്ങളിൽ വെല്ലാൻ കെൽപ്പുള്ള വീരുള്ള കരവാളിൻ മൂർച്ചയുള്ള സ്ത്രീ. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും ഹാപ്പി ഇന്റർനാഷണൽ വിമൻസ് ഡേ. Thank you, ma'am. Thank you. That's awesome. Thank you, Miss Indulekha Varya. മലയാളത്തില് റാപ്പർ ഉണ്ടോന്ന് പോലും എനിക്കറിയില്ല, വേറെ മലയാളത്തിൽ റാപ്പ് ചെയ്യുന്ന പെൺകുട്ടികള്. അതും ഈ ഒരു കലാരൂപം ശക്തമായ ഒരു മെസ്സേജ് കൺവേ ചെയ്യാൻ ഉപയോഗിച്ച ഇന്ദുലേഖയ്ക്ക് റിയലി കൺഗ്രാറ്റുലേറ്റിംഗ് യു. Thank you so much, and we are so grateful for having you here with us today. Thank you, Indulekha. Next, we have, it's an absolute honor to welcome our global chairman, Mr. Joni Kurvilla, to share a few words with us today. Do we have Mr. Joni Kurvilla? Yes, welcome, I'm sir. here. ഏറ്റവും സ്നേഹമുള്ള വേൾഡ് മലയാളി കൗൺസിൽ കുടുംബാംഗങ്ങളെ, വിശിഷ്ട അതിഥികളെ, ശ്രീരത്നങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. ഈ ഗ്ലോബൽ വേൾഡ് മലയാളി കൗൺസിൽ ചെയർമാൻ എന്ന നിലയിൽ ഈ വനിതാ ദിനത്തോടനുബന്ധിച്ച് നിങ്ങളെ അഭിസംബോധന ചെയ്യേണ്ട ഒരവസരം തന്നതിന് അഭിമാനിക്കുന്നു. ശ്രദ്ധേയമായ പല നേട്ടങ്ങളും ആഘോഷിക്കുവാനാണ് നമ്മൾ ഒത്തുചേർന്നിരിക്കുന്നത്. നമ്മളുടെ വനിതാ ഫോറം അവരുടെ അചഞ്ചലമായ പ്രതിബദ്ധതയുടെയും അശ്രാന്ത പരിശ്രമത്തിന്റെയും ഫലമായിട്ടാണ് ഇങ്ങനെയൊരു ഒത്തുകൂടലിൽ വന്നു നിൽക്കുന്നത്. നമ്മുടെ വനിതാ ഫോറം ശാക്തീകരണത്തിന്റെയും പുരോഗതിയുടെയും ഒരു പാരമ്പര്യം തന്നെ കെട്ടിച്ചമച്ചിരിക്കുകയാണ്. വളരെയധികം പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുന്നതിൽ അവര് ചെലവഴിച്ച എണ്ണമറ്റ മണിക്കൂറുകൾ അവരുടെ അർപ്പണബോധവും നമ്മളുടെ കമ്മ്യൂണിറ്റിയിൽ മായാത്ത മുദ്ര പതിപ്പിക്കുകയാണ്. അന്താരാഷ്ട്ര വനിതാ ദിനം അനുസ്മരിക്കുന്ന ഈ വേളയിൽ സ്ത്രീകൾ വഹിച്ച നിർണായകമായ പങ്ക് നമുക്ക് തിരിച്ചറിയാം. ഇന്ന് ഇവിടെ അവതരിപ്പിച്ച പല പ്രോഗ്രാമുകളും അതിവിശിഷ്ടമായ രീതിയിൽ അതിനെ അവതരിപ്പിച്ച കലാകാരന്മാരും കലാകാരികളും
അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച സംഘാടകരും എല്ലാവരും അഭിനന്ദനം അറിയിക്കുന്നു. സമത്വത്തിന്റെയും ഉൾക്കൊള്ളലിന്റെയും ഭാവിയിലേക്ക് നമ്മെ ശ്രദ്ധ പതിപ്പിക്കുന്ന വിഷയങ്ങളാണ് തെരഞ്ഞെടുത്തത്. അതിന് നമ്മളുടെ ഈ കമ്മ്യൂണിറ്റിയിലെ സ്ത്രീകളെ പിന്തുണയ്ക്കുന്നതിനും അവരെ ഈ ദിനത്തിന്റെ മാഹാത്മ്യം പറഞ്ഞ് മനസ്സിലാക്കുന്നതിനും നമ്മുടെ പ്രതിബദ്ധത വീണ്ടും ഉറപ്പിക്കാൻ ഇവരുണ്ടാക്കിയിരിക്കുന്ന നേട്ടങ്ങൾ നമ്മളെല്ലാം പ്രചോദിപ്പിക്കുന്നുണ്ട്. അവരുടെ സംഭാവനകൾ നമ്മളുടെ അങ്ങേയറ്റം അഭിനന്ദനങ്ങൾ അറിയിക്കുന്നവയാണ്. ഒരു ലിംഗസമത്വത്തിന്റെ വേണ്ടിയുള്ള ഒരു പോരാട്ടമാണ് നമ്മൾ തുടരേണ്ടത്. കഴിഞ്ഞ 2-3 വർഷങ്ങളായി മറ്റേത് സംഘടനയെക്കാളും വുമൻസ് ഫോറം, വേൾഡ് മലയാളി കൗൺസിലിന്റെ വുമൻസ് ഫോറം ലോകമാകുന്ന ക്യാൻവാസിൽ നമ്മളുടെ മാർക്കുകൾ വരച്ചിട്ടിരിക്കുകയാണ്, നമ്മൾ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഒരു നല്ല വുമൻസ് ഫോറമാണ് വേൾഡ് മലയാളി കൗൺസിലിനുള്ളത് എന്ന് എല്ലാവരെയും അഭിനന്ദിക്കുന്നു. ഈ ദിനത്തിന്റെ മഹാത്മ്യം മനസ്സിലാക്കിക്കൊണ്ട് എല്ലാ ശ്രീരത്നങ്ങൾക്കും നന്മ നേർന്നുകൊണ്ട് ജയ് വേൾഡ് മലയാളി കൗൺസിൽ. നന്ദി, നമസ്കാരം. താങ്ക് യു. Thank you, Mr. Joni Kurula sir, for the encouraging words towards our Women's Forum team. Next, it's my distinct honor to welcome our esteemed Global President of WMC, Mr. Thomas Mottekal. Sir, we are honored to have his presence here today. Welcome. തോമസങ്ങളുണ്ടോ? എങ്കിൽ അടുത്ത പ്രോഗ്രാമിലേക്ക് ഉണ്ട്. ഓക്കെ, താങ്ക് യു. എൻ്റെ മാതൃ റീജിയൻ ആണ് അമേരിക്ക റീജിയൻ. അമേരിക്കയിലെ വിമൻസ് ഫോറം ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചത് ലേറ്റ് ബട്ട് വളരെ മാതൃകാപരമായിരിക്കുന്നു. ഈ ഗ്ലോബൽ കമ്മിറ്റി നിലവിൽ വന്നപ്പോൾ സലീനയ്ക്കറിയാം നമ്മൾ ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുക്കാൻ ശ്രമിച്ചത് വിമൻസ് എംപവർമെന്റ് ഓർ വിമൻസ് ഫോറം ആക്ടിവിറ്റീസ്. ബിക്കോസ് എൻ്റെ അനുഭവത്തില് it's only the women component of this society can organize things much better than what we all can do. അത് നമ്മുടെ ഭവനത്തിലായാലും നമ്മുടെ ഓഫീസുകളിലായാലും ആ നല്ല ഒരു നിലനിൽപ്പിന്റെ ബിഹൈൻഡില് ഒരു സ്ത്രീയുണ്ട്. ബിഹൈൻഡ് എവറി സക്സസ്ഫുൾ മാൻ there stands a woman who says he is wrong. Are coming in for me, so I may be constantly disturbed. എനിവേ, അപ്പൊ ഈ തവണ നമുക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു വിമൻസ് ഫോറത്തിനെ ആണ് കിട്ടിയിരിക്കുന്നത്. സലീന had been working tirelessly with every region to bring forth the women to get it organized. Now, ഇന്നത്തെ 2024 Women's Forum, as you all know, the global
theme is inspire inclusion. Inspire inspiration and inclusion എന്നല്ല, ഇൻസ്പയർ ഇൻക്ലൂഷൻ. അപ്പൊ ഞാനിങ്ങനെ ചിന്തിച്ചു, നമ്മള് ഒക്കെ ജീവിതത്തിൽ എന്തൊക്കെ തെറ്റുകളാണ് ചെയ്യുന്നത്, നമ്മൾ ഈ കാര്യത്തിൽ അങ്ങോട്ട് പോകുന്നുണ്ടോ, അതോ നമ്മള് ഇന്ത്യൻ വനിതകള് മറ്റുള്ളവരെ കോപ്പി ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടോ? പക്ഷേ കഴിഞ്ഞ വർഷം വിമൻസ് ഫോറത്തിലെ ഒരു കീനോട്ട് സ്പീക്കറായിട്ട് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞ ഒരു വാചകം അതുപോലെ വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഭാരതീയ വനിത എന്ന് പറയുന്ന സങ്കല്പം പാശ്ചാത്യ വനിതയല്ല എന്ന് നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കണം. ഒരു ഭാരതീയ വനിതയായിരിക്കുന്നതിൽ സന്തോഷിക്കാം. അതിന് കാരണം അമേരിക്ക പുറത്തിന്റെ മീറ്റിംഗ് ആയതുകൊണ്ടാണ് പ്രത്യേകിച്ച് ഞാനത് പറയുന്നത്. ഭാരതീയ കുടുംബത്തിന്റെ പ്രതിശീർഷ വരുമാനം ഇറ്റ് ഈസ് 80% ഹയർ ദാൻ എ ടിപ്പിക്കൽ അമേരിക്കൻ ഫാമിലീസ്. അപ്പൊ നമ്മളത് റിപ്പോർട്ടിലൊക്കെ വായിക്കുമ്പോൾ നമുക്ക് വളരെ സന്തോഷം തോന്നാറ്. പക്ഷെ why are we more empowered? അതിന് ഒരുപാട് കാരണങ്ങളൊക്കെ പറയാം. പക്ഷെ എന്റെ കാഴ്ചപ്പാടില് ബിക്കോസ് ഭാരതീയം ഈസ് ഭാരതീയം, ഭാരതീയ വനിത ഈസ് ഭാരതീയ വനിത. മറ്റുള്ളവരെക്കാൾ കൂടുതൽ കഠിനാധ്വാനം ചെയ്യാനും മറ്റുള്ളവരെക്കാൾ കൂടുതൽ ഓർഗനൈസ്ഡ് ആവാനും, ഓർഗനൈസ്ഡ് ആയിട്ട് എനിക്ക് സംശയമുണ്ട്, മറ്റുള്ളവരെക്കാൾ കൂടുതൽ മൾട്ടി ടാസ്ക് ചെയ്യാനും പേഷ്യൻസ്, അങ്ങനെയുള്ള ഒരുപാട് ഗുണഗണങ്ങൾ നമ്മളുടെ വനിതകൾക്കുള്ളത് കൊണ്ടാണ് ആ ഒരു കൊടുമുടിയിൽ നമ്മൾ നിൽക്കുന്നത്. അപ്പോ ഈ ഈസ്റ്റ് വെസ്റ്റ് ക്ലാഷിനകത്ത് ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കാതെ പോകുന്ന ഒരു കാര്യം, I want to sacrifice all my additional skills and empowerment, which is God-given, for the sake of following the Western thought process. അതില് ശരിയും തെറ്റും നിങ്ങളായിട്ട് തന്നെ നിങ്ങൾ ചിന്തിക്കണം. പക്ഷെ ഞാൻ എന്നും വിശ്വസിച്ചിരുന്നു, being an Indian is my strength. Being an Indian lady is the strength of an Indian lady in American society. ഇത് ഞാനൊന്നും പ്ലാൻ ചെയ്ത വാക്കുകളല്ല, എൻ്റെ മനസ്സ് പറയുന്നത് ഞാൻ പറയുന്നുള്ളൂ. തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. അതുകൊണ്ട് നമ്മള് let us be who we are and continue our success in this society. നമ്മള് ഈ ഈസ്റ്റ് വെസ്റ്റ് കോംപ്രമൈസിന്റെ ബേസിൽ അല്ലെങ്കിൽ അവര് പറയുന്ന എംപവർമെന്റ്, അവർ പറയുന്ന ഈ കഴിഞ്ഞ വർഷം ഇക്വിറ്റി ഫോർ വിമൻ എന്നുള്ളതായിരുന്നു തീം. അതിനെ ഇക്വാലിറ്റി എന്ന് മിസ്റെപ്രസെന്റ് ചെയ്ത് പലരും സംസാരിക്കുന്നത് കേട്ടു. ഇത് എല്ലാം ഒന്നും ഇക്വാലിറ്റി അല്ല എന്ന് പറഞ്ഞാൽ വേറെ പറഞ്ഞ ഒരു കാര്യം കൂടെ ഉണ്ട്, ഞാനും എൻ്റെ ഭാര്യയും ഈക്വൽ ആണെന്ന് ഞാൻ സമ്മതിച്ചു തരാം എന്ന് എനിക്കൊന്ന് ഒരു ചൈൽഡ് ബർത്തിനുള്ള കഴിവ് ലഭിക്കുന്നുവെന്ന്. എന്നുവെച്ചാൽ ദൈവം നമ്മളെ അങ്ങനെ അല്ല സൃഷ്ടിച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്ന പോയി. അപ്പൊ ദൈവം നമുക്ക് തന്നിരിക്കുന്ന കഴിവുകള്, നമുക്ക് തന്നിരിക്കുന്ന രീതിയിൽ അതിനെ ഉപയോഗിക്കുക. grow where we are, grow how we are made. We are not all failure. We are 80% more income earning community in America. വേൾഡ് മലയാളി കൗൺസിലെ സ്ത്രീരത്നങ്ങൾ വളരെ ശക്തരാണ്. നമ്മുടെ വേൾഡ് മലയാളി കൗൺസിലില് ഒരു 2-3 ദിവസം മുന്നേ ഒരു പ്രസംഗം ഞാൻ കേട്ടായിട്ട് അറിഞ്ഞു. പിന്നെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ഒരു ഈസ്റ്റേൺ ഭാഗത്താണ്. അല്ല, ഇവിടെ 2015 ഇവിടെ വനിതാ പ്രസിഡന്റ് ഉണ്ടായിരുന്നു, റീജിയന്റെ പ്രസിഡന്റ് ഉണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ വനിതകളെ ശക്തീകരിച്ചത് അമേരിക്ക റീജിയനിലാണ്. അപ്പോ നമുക്ക് വി ആർ നോട്ട് ബിഹൈൻഡ് എനിബഡി. നമുക്ക് മുന്നോട്ട് പോകാം. നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.
താങ്ക് യു മിസ്റ്റർ തോമസ് മൊട്ടക്കൽ. ഇനിയും ഉണ്ടാകുമോ തിരികെ ഒരു യാത്ര, പിന്നിട്ടൊരു വഴിയിലൂടെ ഒരു മധുരയാത്ര. ഇത് നിങ്ങൾ പലരും വായിച്ചിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ കേട്ടിട്ടെങ്കിലും ഉണ്ടായിരിക്കും. ഡോക്ടർ ലക്ഷ്മി ദാസിന്റെ സ്വന്തം വരികളാണിത്. ഞാൻ ലക്ഷ്മി മാം ഈ ഒരു പരിപാടിയിൽ ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ സത്യത്തിൽ ആദ്യം ഒന്ന് പേടിച്ചു. ഞാൻ MC ആകാമെന്ന് മിലിയോട് സമ്മതിച്ചും പോയി. പക്ഷേ കാരണം മാമിനെ സംബന്ധിച്ച് ഞാൻ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയിരിക്കുന്നത് അക്ഷരസ്ഫുടതയിൽ യാതൊരുവിധ കോംപ്രമൈസിനും മാം തയ്യാറല്ല. കാരണം അത്രയധികം മാതൃഭാഷയെ സ്നേഹിക്കുന്ന കുട്ടികളുടെ പ്രിയപ്പെട്ട അധ്യാപികയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് പേടിയായിരുന്നു ഞാൻ പറയുന്ന തെറ്റുകളൊക്കെ പെട്ടെന്ന് തന്നെ മാം കണ്ടുപിടിക്കുമല്ലോ എന്ന്. തെറ്റുകളൊക്കെ ഉണ്ടായെങ്കിൽ ക്ഷമിക്കുക. പിന്നെ മാമിനെ പറ്റി പറയുമ്പോൾ കവിത എന്ന് പറയുന്നത് പലപ്പോഴും അതൊരു ആളുകളിലേക്ക്, സാധാരണ ജനങ്ങളിലേക്ക് ആസ്വദിക്കപ്പെടുന്ന രീതിയിൽ അവതരിപ്പിക്കാൻ കഴിയുക എന്ന് പറയുന്നത് ഒരു ചെറിയ കഴിവല്ല. മാമിനെ പറ്റി ഞാൻ കേട്ടിരിക്കുന്ന മറ്റൊരു കാര്യം, മറ്റ് പല ക്ലാസ്സുകളിലും കയറാത്ത കുട്ടികൾ മാമിന്റെ ക്ലാസ്സിൽ കയറും. മറ്റൊന്നിനുമല്ല, കവിത ആലപിക്കുന്നത് കേൾക്കാൻ. ഞാനും ഇടശ്ശേരിയുടെ ഭൂതപ്പാട്ട് മാം ചൊല്ലുന്നത് കേട്ട് ഞാൻ അതിലേക്ക് ആഴ്ന്നിറങ്ങിപ്പോയ നിമിഷങ്ങളായിരുന്നു. മാമിനെ അഭിമാനപൂർവ്വം ഈ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. സ്ക്രീൻ ഈസ് യുവേഴ്സ് മാം. എല്ലാവർക്കും നമസ്കാരം. കേൾക്കാൻ പറ്റുന്നുണ്ടോ പറയുന്നത്? ഓക്കെ. എല്ലാവർക്കും നമസ്കാരം. ഒരു കാര്യം കൂടെ ക്ഷമിക്കണം, മാമിന് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടി ഒരു ഏതാനും വരികൾ കൂടെ ആലപിച്ചായിരിക്കാം, കവിതയുടെ ഒരു ഏതാനും വരി കവിത കൂടെ ആലപിച്ചായിരിക്കണം ഈ ഒരു പരിപാടിയിൽ നിന്നും മാം സൈൻ ഓഫ് ചെയ്യേണ്ടത്. ഒരു റിക്വസ്റ്റ് ആണ്. അല്ല, ഇന്ന് ഇവിടെ ഇപ്പൊ ആദ്യം മുതൽ ഞാൻ പ്രോഗ്രാമിലുണ്ട്. എല്ലാവരും പറഞ്ഞ വാക്കുകൾ കേൾക്കുന്നുണ്ടായിരുന്നു. വനിതാ ദിനത്തെക്കുറിച്ച് അല്ലെങ്കിൽ വനിതകളെ കുറിച്ച്, വനിതകൾ എങ്ങനെയൊക്കെ ശക്തരാകണം എന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ ഇതുവരെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇനി പ്രത്യേകിച്ച് ഞാനായിട്ട് ഒരു പ്രഭാഷണം അല്ലെങ്കിൽ ഒരു പ്രസംഗം നടത്തേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. എന്തായാലും ഒരു കാര്യം പറയാതെ വയ്യ, ഒരു ഓഫ്ലൈൻ പരിപാടിയാണ് എന്ന് തോന്നാത്ത തരത്തിൽ, അല്ല ഓൺലൈൻ പരിപാടിയാണെന്ന് തോന്നാത്ത തരത്തിൽ അത്രയും നല്ല രീതിയിൽ ഈ പരിപാടി സംഘടിപ്പിച്ച ഇതിന്റെ എല്ലാ സംഘാടകർക്കും ആദ്യം തന്നെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. വനിതാ ദിനം എന്ന് പറയുന്ന ആ ഒരു ദിനം കഴിഞ്ഞു പോയിരിക്കുന്നു. പക്ഷെ നമുക്കറിയാം എല്ലാ ദിവസവും വനിതകളുടേത് തന്നെയാണ്, അതിൽ യാതൊരു സംശയവും ഇല്ല. പ്രത്യേകിച്ച് എന്നെ സംബന്ധിച്ച് പെൺകുട്ടികൾ മാത്രം പഠിക്കുന്ന ഒരു കലാലയത്തിലാണ് ഞാൻ പഠിപ്പിക്കുന്നത്. അപ്പൊ കുറച്ചുകൂടി കൂടുതലായി ഈ കുട്ടികൾ എങ്ങനെ ഒരു സമൂഹത്തിലേക്ക് ഇറങ്ങി ചെല്ലുന്നു, അല്ലെങ്കിൽ അവർ എങ്ങനെയൊക്കെയാണ് അവരെ ഒന്ന് അവതരിപ്പിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ ഞങ്ങൾ പലപ്പോഴും കുട്ടികളോട് സംസാരിക്കാറുണ്ട്. എത്രയൊക്കെ നമ്മൾ പുരോഗമനം പ്രസംഗിച്ചാലും അതിലൊരു പ്രശ്നം തോന്നിയിട്ടുള്ളത് ഇപ്പോഴും പല കുട്ടികളും എന്തെങ്കിലും ഒരു കാര്യത്തിന് പ്രതികരിക്കാൻ അല്ലെങ്കിൽ അവരുടേതായ അഭിപ്രായങ്ങൾ പറയാൻ ഒക്കെ മടി കാണിക്കുന്ന ഒരു സാഹചര്യം ഇപ്പോഴും ഉണ്ട്. അപ്പോൾ നമ്മൾ അധ്യാപകര് എപ്പോഴും കുട്ടികളോട് പറയുന്ന ഒരു കാര്യമാണ്, ഒരു ക്ലാസ് റൂമിൽ നിന്ന് തുടങ്ങിയാലേ നമുക്കത് മുന്നോട്ട് പോകുമ്പോൾ ജീവിതത്തിന്റെ ഏതെങ്കിലുമൊക്കെ മേഖലയിൽ നമ്മുടേതായ അഭിപ്രായങ്ങൾ പറയേണ്ട ഇടങ്ങളുണ്ടാകും, അല്ലെങ്കിൽ നമ്മളൊരു നോ പറയേണ്ട ഇടങ്ങളുണ്ടാകും. പക്ഷേ ഈ കുട്ടികൾ ഇപ്പോഴും പലതിനെയും ഭയക്കുന്നുണ്ട് എന്നുള്ളത് പറയാതെ വയ്യ. ആ ഒരു രീതി മാറണമെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ അത് ആരംഭിക്കണം. എല്ലാ അമ്മമാരും, എല്ലാ അച്ഛന്മാരും, എല്ലാ സഹോദരന്മാരും സഹോദരിമാരും തങ്ങളുടെ കൂടെയുള്ള പെൺകുട്ടിക്ക് ഏറ്റവും നല്ല രീതിയിൽ കരുത്ത് പകർന്നു കൊടുക്കാനായിട്ട് സാധിക്കണം. എന്നെ സംബന്ധിച്ച് ഞാൻ മുൻപൊക്കെ ഒരു വേദിയിൽ കയറി നിന്ന് പ്രസംഗിക്കുവാനോ അല്ലെങ്കിൽ ആരോടെങ്കിലും രണ്ടു വാക്ക് സംസാരിക്കുവാനോ ഒന്നും സാധിച്ചിരുന്ന ഒരാളല്ല ഞാൻ. പക്ഷേ എന്നെ അതിന് ഏറ്റവും കൂടുതൽ സഹായിച്ചത് എൻ്റെ വീട്ടിലെ ഒരു അന്തരീക്ഷവും എനിക്ക് എൻ്റെ അച്ഛനും അമ്മയും തന്ന പിന്തുണയോടൊപ്പം എനിക്ക് തോന്നുന്നു അതിനേക്കാളൊക്കെ ഏറെ ഞാൻ ഡിഗ്രി സമയത്ത് ഞാൻ പഠിച്ചിരുന്ന കലാലയത്തിലെ എൻ്റെ പ്രിയപ്പെട്ട രതി മേനോൻ എന്ന പേരിലുള്ള എൻ്റെ ടീച്ചർ എന്നെ സഹായിച്ചിരിക്കുന്നതിൽ എനിക്കത് ടീച്ചറിന്റെ പേര് പറയാതിരിക്കാൻ സാധിക്കില്ല.
അതിൻ്റെ ഒരു ഒറ്റ സംഭവം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താം. ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ആലുവ സെൻറ് സേവിയേഴ്സ് കോളേജിലാണ് ഞാൻ BA മലയാളം പഠിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് വേദിയിൽ കയറാനോ പ്രസംഗിക്കാനോ ഒന്നും എനിക്കറിയില്ല. അത് ആ സമയത്ത് ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിൽ നല്ല രീതിയിലുള്ള മത്സരം നടക്കും. കോളേജ് കലോത്സവം നടക്കുന്ന സമയത്ത് ആരാണ് ഏറ്റവും കൂടുതൽ പോയിന്റ് നേടുന്നത് എന്നുള്ള മത്സരം നല്ലപോലെ ഉണ്ടായിരുന്നു. ആ സമയത്താണ് ഈ രതി മിസ് ഞങ്ങളുടെ കോളേജിലേക്ക് കുറെ കാലത്തെ ലീവൊക്കെ കഴിഞ്ഞ് ടീച്ചർ വരുന്നത്. അപ്പൊ ടീച്ചർ അന്ന് വന്ന് ഞങ്ങളോട് പറഞ്ഞു, ഇത്തവണ ആ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടുന്ന ഡിപ്പാർട്ട്മെന്റ് നമ്മുടേതാകണം എന്ന് നിർബന്ധം പറയാണ്. ടീച്ചർ തന്നെ പലതിനും പല കുട്ടികളുടെയും പേര് കൊടുത്തു, എല്ലാം പങ്കെടുക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്നോട് ടീച്ചർ പറഞ്ഞു, ലക്ഷ്മി ഇഷ്ടമുള്ളതിനൊക്കെ ചേർന്നോ, അതിൻ്റെ കൂടെ കഥാപ്രസംഗത്തിന് കൂടി ചേരണം. ഞാനാണെങ്കിൽ എനിക്ക് കഥാപ്രസംഗത്തോടുള്ള ഒരു പരിചയം എന്ന് പറഞ്ഞാൽ 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഞാൻ ആകെ കഥാപ്രസംഗം പറഞ്ഞിട്ടുള്ളത്. അതും കഥാപ്രസംഗം, അത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, അശോക ചക്രവർത്തിയെ കുറിച്ചുള്ള ഒരു കഥാപ്രസംഗമായിരുന്നു. ആ കഥാപ്രസംഗം പറയുവാൻ വേണ്ടി ഞാൻ 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സ്റ്റേജിൽ കയറി നിന്ന് മൈക്കിന്റെ മുമ്പിൽ ചെന്ന് നിന്ന് ഒരു സെന്റൻസ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ മുഴുവൻ മറന്നുപോയി. പിന്നെ അവിടെ നിന്ന് കരഞ്ഞ് തിരിച്ചിറങ്ങി വന്ന ഒരു ചരിത്രമാണ് ഉള്ളത്. അപ്പോ അങ്ങനെ ഉള്ള എനിക്ക് കഥാപ്രസംഗം എന്ന് കേട്ടാൽ തന്നെ എനിക്ക് പേടിയാണ്. അപ്പം ടീച്ചർ പറഞ്ഞു, ഒന്നും പ്രശ്നമില്ല, ധൈര്യമായിട്ട് കഥാപ്രസംഗം പറഞ്ഞേ പറ്റൂ എന്ന് പറഞ്ഞു. ടീച്ചർ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൽ എതിർത്ത് പറയേണ്ട ഒരു കാര്യമില്ല. അപ്പൊ പറഞ്ഞേ പറ്റൂ എന്ന് പറഞ്ഞ്, എനിക്കാണെങ്കിൽ കഥാപ്രസംഗം ഒന്നും അറിയേയില്ല. പക്ഷെ ആ സമയത്ത് ഞാൻ എനിക്കറിയാവുന്ന കഥകൾ എല്ലാം ഒന്ന് ഓർത്തു നോക്കിയപ്പോൾ എനിക്കറിയാവുന്നത് മഹാഭാരത കഥയാണ്. മഹാഭാരത കഥയും അറിയാം, മഹാഭാരതത്തിലെ ധാരാളം വരികളും മനഃപ്പാഠമായിട്ട് എനിക്കറിയാം. അപ്പൊ ഇതെല്ലാം കൂടി ചേർത്ത് ഞാൻ തന്നെ ഒരു കഥാപ്രസംഗം ഉണ്ടാക്കി ഒരൊറ്റ ദിവസം കൊണ്ട് പഠിച്ച് വേദിയിൽ കയറി. അത് കണ്ടിന്യൂസ് ആ സമയം മുഴുവൻ ഈ ടീച്ചർ എൻ്റെ കൂടെയുണ്ട്. ധൈര്യമായിട്ട് കയറി പറയണം, ഒരു പ്രശ്നവും ഇല്ല എന്ന് പറഞ്ഞ് അവസാനം നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് തോന്നും, ഇത് എന്നെ കൊണ്ട് സാധിക്കും എന്നുള്ള ഒരു വിശ്വാസം എന്നിൽ ഉണ്ടാക്കിയെടുത്തത് ടീച്ചറാണ്. അതേപോലെ അങ്ങനെ കയറി നിന്ന് എനിക്കത് പറയാനും എനിക്കതിന് 2ാം സ്ഥാനം എന്തോ കിട്ടുകയുണ്ടായി. അപ്പൊ അന്നാണ് ഞാനൊരു കാര്യം മനസ്സിലാക്കിയത്, നമുക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല, നമുക്കറിയില്ല എന്നുള്ളത് നമ്മുടെ തോന്നൽ മാത്രമാണ്. അപ്പൊ നമ്മുടെ കുട്ടികളെ, അല്ലെങ്കിൽ നമ്മുടെ പെൺകുട്ടികളെ, പ്രത്യേകിച്ച് നമ്മുടെ പെൺകുട്ടികളെ, അവർക്ക് ഒന്നും കഴിയില്ല എന്നൊരു തോന്നൽ പോലും അവരുടെ മനസ്സിൽ ഉണ്ടാവാൻ പാടില്ല. അല്ലെങ്കിൽ പല സ്ഥലങ്ങളിലും അവർക്ക് വിലക്കുകൾ നമ്മൾ ഏർപ്പെടുത്താൻ പാടില്ല. ഇപ്പൊ എനിക്ക് ഒരു ചെറിയ മോളുണ്ട്, LKG-യിലാണ് പഠിക്കുന്നത്. എങ്കിലും അവളോട് പല കാര്യങ്ങളും നോ പറയാൻ ഞാനൊന്ന് മടിക്കും. എൻ്റെ മോനോട് നോ പറയുന്ന അത്രയും ഞാൻ അവളോട് നോ പറയാറില്ല. കാരണം പലപ്പോഴും പലയിടങ്ങളിലും ഈ പണ്ട് മുതൽ പറയുന്ന നോ നോ നോ, ഈ നോകളാണ് കുട്ടികളുടെ ആത്മവിശ്വാസത്തെ ഇല്ലാതെയാക്കുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ, ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോൾ ഏതെങ്കിലും ഒരു ഭാഗത്തെക്കുറിച്ച് കുട്ടികളോട് അവരുടെ അഭിപ്രായം പറയൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ കുട്ടികളും സംസാരിക്കില്ല, ആരും ഒരക്ഷരം പോലും മിണ്ടില്ല. പിന്നെ നമ്മൾ പറഞ്ഞു എന്നാൽ ഇവർക്കെല്ലാം ഒരുപാട് കാര്യങ്ങൾ പറയാനുമുണ്ട്. ഒന്ന് പറഞ്ഞു തുടങ്ങി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാവില്ല. ഇവര് എല്ലാവരും വളരെ ആക്റ്റീവായിട്ട് പറയുകയും ചെയ്യും. അപ്പോൾ ആ മുന്നിലേക്ക് വരാനുള്ള ഒരു മടി, ആ മടി നമ്മൾ കുടുംബത്തിൽ നിന്ന് തന്നെ ഇല്ലാതെയാക്കണം. എല്ലാ പെൺകുട്ടികളും വളരെ മിടുക്കരാണ്. വനിതകൾക്ക് എന്തൊക്കെ സാധിക്കും എന്നുള്ളത് നമ്മൾ ഇന്ന് നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. മിസൈൽ മിഷനിൽ പോലും നമ്മൾ സ്ത്രീ പ്രാതിനിധ്യം വന്നു കഴിഞ്ഞ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഇനിയും നമ്മുടെ കുട്ടികൾ, നമ്മൾ ഓരോരുത്തരും, എല്ലാ വനിതകളും ഉയരങ്ങളിലേക്ക് തന്നെ പോകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. ഇവിടെ ഈ പരിപാടിക്ക് എന്നെ ക്ഷണിച്ചതിന് ഹരിസാറിനോടും മറ്റ് എല്ലാവരോടുമുള്ള ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ അറിയിക്കുന്നു. അപ്പൊ ഇന്ന് ഈ പരിപാടിക്ക് വരാനുള്ള കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ചപ്പോൾ എനിക്ക് സുഗതകുമാരി ടീച്ചറിന്റെ ഒരു കവിത ചൊല്ലണമെന്നാണ് തോന്നിയത്. ഞാനപ്പോൾ ടീച്ചറിന്റെ ഒരു പുസ്തകം എടുത്ത് ഒന്ന് മറച്ചു നോക്കി.
മറിച്ചു നോക്കിയപ്പോൾ എൻ്റെ കയ്യിൽ തടഞ്ഞത് ഇവൾക്കു മാത്രമായി എന്നൊരു കവിതയാണ്. വളരെ ചെറിയൊരു കവിതയാണ്. ആ കവിതയിലെ കുറച്ച് ഭാഗം ചൊല്ലി ഞാനിത് അവസാനിപ്പിക്കാം. ഇവൾക്കു മാത്രമായി കടലോളം കണ്ണീർ കുടിച്ചവൾ, ചിങ്ങവെയിലൊളി പോലെ ചിരിപ്പവൾ, ഉള്ളിൽ കൊടും തീയാളിടും ധരിത്രിയെപ്പോലെ തണുത്തിരുണ്ടവൾ. ഇവൾക്കു മാത്രമായി കടലോളം കണ്ണീർ കുടിച്ചവൾ, ചിങ്ങവെയിലൊളി പോലെ ചിരിപ്പവൾ, ഉള്ളിൽ കൊടും തീയാളിടും ധരിത്രിയെപ്പോലെ തണുത്തിരുണ്ടവൾ. ചവിട്ടാൻ നിങ്ങൾക്കു ചിലപ്പോൾ പൂജിക്കാൻ, പരക്കെ പുച്ഛിക്കാൻ, പരിത്യജിക്കുവാൻ, തുണയ്ക്കു കൈകോർത്തു മക്കളെ കിടത്തി പോറ്റുവാൻ ഇവൾക്കു മാത്രമായൊരു ജന്മം. മക്കളെ പിടയ്ക്കും നെഞ്ഞത്തു കിടത്തി പോറ്റുവാൻ ഇവൾക്കു മാത്രമായൊരു ജന്മം. നെറ്റിത്തടത്തിലുണ്ടിവൾക്കൊരിറ്റു കുങ്കുമം, നെറ്റിത്തടത്തിലുണ്ടിവൾക്കൊരിറ്റു കുങ്കുമം, വിളർത്ത ചുണ്ടത്തു നിലാച്ചിരി, കൃത്തിൻ വിളക്കുമാടത്തിലൊരു കെടാത്തിരി. ഇവൾ ദൈവത്തിനു പൂജിപ്പോൾ, ഇവൾ ദൈവത്തിനു മുകളിൽ പൂജിപ്പോൾ, ഇവൾ കാലത്തിന്റെ കരങ്ങളിൽ മാത്രം സമാശ്വസിക്കുവോൾ. ഇവൾക്കു മാത്രമായി ഒരു ഗാനം പാടാൻ എനിക്കു നിഷ്ഫലമൊരു മോഹം സഖീ. ഇവൾക്കു മാത്രമായി ഒരു ഗാനം പാടാൻ എനിക്കു നിഷ്ഫലമൊരു മോഹം, എനിക്കു നിഷ്ഫലമൊരു മോഹം. എല്ലാവർക്കും നന്ദി. Thank you very much, Lishmi ma'am. Next, I would like to invite Mr. Dinesh Nair, Global General Secretary, to give us a very quick felicitation message. Thank you, madam. എല്ലാ വനിതാ രത്നങ്ങൾക്കും നമസ്കാരം. പ്രത്യേകിച്ചും അമേരിക്ക റീജിയൻ ലീഡേഴ്സ് ഇങ്ങനെ ഒരു പ്രോഗ്രാം നടത്തുന്നതിന്, ഇതില് വിരലിൽ എണ്ണാവുന്ന ചിലരല്ല, ലീഡേഴ്സായ ആണുങ്ങളെ കാണുന്നുണ്ട്. അവർ വിചാരിക്കുന്നുണ്ടാവും, ചിലരെങ്കിലും വിചാരിക്കുന്നുണ്ടാവും നമ്മുടെ പ്രസക്തി എന്താണ് എന്ന് വിചാരിച്ചേക്കാം. പേടിക്കണ്ട, അവരുടെ ബോർഡിൽ പോലും WOMEN അതിലും മെൻ ഇല്ലാതെ അവർക്ക് എഴുതാൻ കഴിയില്ല. അതുപോലെ തന്നെ ഈവൻ ഷീ എഴുതണമെങ്കിൽ പോലും അവർക്ക് HE എന്ന് എഴുതണം. അപ്പോ എന്തിനേറെ പറയുന്നു, ഇപ്രാവശ്യം വുമൻസ് ഡേയുടെ കൂടെ ശിവരാത്രി രണ്ടും ഒരേ ദിവസം വന്നത്. അപ്പൊ ശിവനെ ആദരിച്ചിട്ട് മതി നിങ്ങൾ വുമൻസ് ഡേ സെലിബ്രേഷന് പോവുക എന്നത് കൂടെ ഈ വർഷത്തില് കാണിച്ചു കൊടുത്തു. ഞാൻ പറഞ്ഞു വരുന്നത്, അടുക്കളയിൽ നിന്നും അരങ്ങേറ്റത്തിക്കുള്ള ഒരു സ്ത്രീ മുന്നേറ്റം. അപ്പോ എന്താ പറയാ, അടുക്കളയും മക്കളെയും അല്ലെങ്കിൽ അവഗണിച്ചോ കുടുംബങ്ങളെ തകർത്തോ അല്ല, മറിച്ച് ഉത്തരവാദിത്തങ്ങളും ബാധ്യതകളും അംഗീകരിക്കുന്ന ഭദ്രമായ കുടുംബാന്തരീക്ഷത്തിന്റെ പരിസരത്താണ് സ്ത്രീ ശാസ്ത്രീകരണം കൂടുതൽ അന്വർത്ഥമാക്കുന്നത്. അപ്പോൾ വനിതാ ദിനം ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ്. അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തിയതിന്റെ സ്മരണകൾ പേറുന്ന ഒരു ദിനമാണിത്.
ഈ ദിനം സ്വാർത്ഥമാക്കേണ്ടത് പുരുഷന്മാരെ അവഗണിച്ചോ അല്ലെങ്കിൽ അനുസരണക്കേട് കാണിച്ചോ അല്ല, മറിച്ച് ഓരോരുത്തരും സമൂഹത്തിൽ തങ്ങളുടെ ഉത്തരവാദിത്തങ്ങളും ബാധ്യതകളും ശരിയായ വണ്ണം നിർവഹിച്ചാണ്. അത് ചെയ്യുന്നില്ല എന്നല്ല പറയുന്നത്, നിങ്ങളെല്ലാം അത് ചെയ്തുകൊണ്ട് തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത്. ബാധ്യതകളൊക്കെ ശരിയായി നിർവഹിച്ച് നമ്മുടെ സ്ത്രീകൾ അല്ലെങ്കിൽ പെൺകുഞ്ഞുങ്ങൾ എല്ലാവരുടെയും സുരക്ഷയ്ക്കായി സ്വയം ശക്തിപ്പെടേണ്ട കാലമായിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ദിവസം നമ്മോട് പ്രത്യേകിച്ചും പറയുന്നത്. അപ്പൊ ഇത് പക്ഷെ എല്ലാ നിയന്ത്രണങ്ങളും ലംഘിച്ചിട്ടോ അല്ലെങ്കിൽ സമൂഹത്തിന്റെ സ്വൈരവിഹാരം ബ്രേക്ക് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ തടസ്സപ്പെടുത്തിയിട്ടോ, മറിച്ച് സ്ത്രീകളുടെ അന്തസ്സും ആഭിജാത്യവും സംരക്ഷിക്കുകയും മാന്യമായ സമീപനങ്ങളും നിലപാടുകളും എന്താ പറയുക ഉറപ്പുവരുത്തിയാൽ മാത്രമേ സ്ത്രീ ശാക്തീകരണം പ്രായോഗികമാകുകയുള്ളൂ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോ വനിതാ ദിനം നമ്മളോട് ഓർമ്മപ്പെടുത്തുന്നത് സ്വന്തം ജോലി സ്ഥലത്തെ സൗകര്യങ്ങള് ഇന്ത്യയിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അവർക്കൊരു സെപ്പറേറ്റ് ടോയ്ലറ്റ് പോലും, വനിതകൾക്കൊരു സെപ്പറേറ്റ് ടോയ്ലറ്റ് പോലും ഇല്ല. ക്രച്ചേ പോട്ടെ, ക്രച്ചയില്ല, കുട്ടികൾക്ക് വേറെ സ്ഥലമില്ല. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അമേരിക്കയിലെ കാര്യമല്ല പറയുന്നത്, പല രാജ്യങ്ങളിലും ഇപ്പോഴും ഉണ്ട്. അപ്പോ സ്വന്തം ജോലി സ്ഥലത്തെ സൗകര്യങ്ങളായാലും ജീവിത സൗകര്യങ്ങളായാലും അതൊക്കെ മെച്ചപ്പെടുത്താൻ സ്ത്രീകൾ നടത്തിയ മുന്നേറ്റത്തിന്റെ പിൻബലവും വ്യാവസായിക കുത്തകളുടെയൊക്കെ ആധിപത്യത്തിന് മേല് വിയർപ്പും കണ്ണീരും കൊണ്ട് സ്ത്രീകൾ വരിച്ച വിജയത്തിന്റെ കഥയും ഒക്കെ അവയിൽ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ കുറഞ്ഞ സാലറിയിലും അതുപോലെ തന്നെ മോശപ്പെട്ട തൊഴിലൊക്കെ ജീവിക്കേണ്ടി വന്ന സ്ത്രീകളുടെ കരളുറപ്പിന്റെ ഇവിടെ പല ലീഡേഴ്സും പറഞ്ഞ പോലെ അനുസ്മരണ ദിനമാണ് ഇത്. അപ്പോ ഇപ്പോഴും ഇന്ത്യയിൽ ശൈശവ വിവാഹ നിരോധനം അല്ലെങ്കിൽ ഗർഭനിരോധനം അല്ലെങ്കിൽ നിയമവിധേയമായ ഗർഭഛിദ്രം, അബോർഷൻ, സ്തനാർബുദം കണ്ടെത്താനുള്ള മേമോഗ്രാം ചെയ്യാൻ വരെ ഇപ്പോഴും പല വില്ലേജിലും ഇന്ത്യയില് ലേഡീസിന് അനുവദിക്കാത്ത സ്ഥലങ്ങളുണ്ട്. അപ്പോ ആരോഗ്യരംഗത്തെ വളർച്ച ഒക്കെ ഇക്കാലത്തെ വൻ നേട്ടങ്ങളാണ്. അപ്പൊ ഇന്ത്യയിൽ മൊത്തം, അമേരിക്കയിലല്ലോ വീണ്ടും പറയുന്നു, ഇന്ത്യയിലെ മൊത്തം തൊഴിൽ പങ്കാളിത്തം തന്നെ 23% താഴെയാണ്. അപ്പോ സോറി, ഞാനല്ല സ്പീക്കർ, ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. എനിക്ക് നിങ്ങളെ അനുമോദിക്കാനുള്ള ഒരു അവസരം മാത്രമാണ് തന്നത്. ഒരിക്കൽ കൂടി അമേരിക്ക റീജിയന് ഈ വനിതാ രത്നങ്ങൾക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച് മിസ്റ്റർ ദിനേശ് നായർ. ഞാൻ ഒന്ന് ഇന്ററപ്റ്റ് ചെയ്യുവാണ്. ഇന്ത്യയിൽ നിന്നൊക്കെയുള്ള ഒത്തിരി പേര് ഇത് ഇനിയുണ്ട്. ഫെലിസിറ്റേഷൻ 1.5 മിനിറ്റിൽ ഒന്ന് നിർത്തിയിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു. കാരണം ഇന്ത്യയിൽ നിന്നുള്ള ഇനി ഡോക്ടേഴ്സ് ഒക്കെ വെയിറ്റ് ചെയ്യാണ് ഇന്ററാക്റ്റീവ് സെഷന് വേണ്ടി. താങ്ക് യു. Okay, keep going. Yeah, Ashita, over to you. Next we have for felicitation Global Advisory Chairman Mr. T.P. Vijay. Welcome, sir. T.P. Vijayan sir undo Jinesh? ഇല്ലാട്ടാ, ജോയിൻ ചെയ്തിട്ടില്ല. അടുത്ത പോ. Over to you, Sarupa. അടുത്തത് ഞാൻ ഡോക്ടർ ബിനു ഷാജിമോൻ, PA പ്രൊവിൻസ് ജനറൽ സെക്രട്ടറി, ഇൻവൈറ്റ് ചെയ്യുകയാണ് ഡോക്ടർ ആനി പോളിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടി. Thank you, Sarupa. Ladies and gentlemen, in the spirit of Women's Day, as we have seen throughout, we have come together not just to celebrate, but to be inspired by extraordinary women who shape our world. It is with immense pride that I introduce a woman of remarkable caliber, our guest of honor, Honorable Dr. Annie Paul. Dr. Annie Paul is a distinguished figure with a remarkable career spanning healthcare and public service. Born in Kallurkad, Kerala, she moved to the United States in 1982 and has since made significant contributions in various fields. Dr. Annie Paul is a luminary
a steadfast public servant, and has been elected as a legislator from Rockland County, New York for the third time. Her dedication to the county has been nothing short of transformative. She served as the vice chairperson of the county. Even her academic achievements are notable, with a degree in health administration and further qualifications in nursing and pediatric nurse practice. Dr. Paul's dedication to social activities and professional nursing duties have earned her numerous accolades, including recognition from the American Association of Nurse Practitioners. In addition to her health work, Dr. Paul has been active in community service, founding the Indian Nurses Association in New York and leading the National Indian Nurse Practitioner Association. She's active in politics as well. Her efforts in politics began with her election as a legislator in 2011, and since she has taken on significant responsibilities, including overseeing a budget of $1 billion for Rockland County. Dr. Paul extends beyond her professional duties as she engaged in initiatives like adopting roads and neighborhoods to maintain cleanliness and even organizing annual winter coat drives to aid less fortunate. Her leadership and philanthropy has made a substantial impact on the community. She stands before us as a testament to women's leadership and empowerment. Dr. Paul has shattered ceilings, defied stereotypes, and shown explicitly that gender is no barrier to excellence. Her advocacy for gender equality has carved paths for a society that embraces inclusivity and equity. As we pay tribute to the triumphs of women today, let's join together in welcoming our guest of honor to the WMC America Region International Women's Day celebration, Dr. Annie Paul. Thank you. Thank you. It was a great introduction. Thank you so much for that. Greetings from Rockland County Legislature. Respected guests, WMC leaders, community leaders, and dear friends. Happy Women's Day to all the wonderful, amazing, strong, and powerful ladies here. I'm happy and honored to be part of this great celebration. International Women's Day is a global day celebrating social, economic, cultural, and political achievements of women. I appreciate all the women here, and I want all of you to give yourself a round of applause for your achievements. And here we have great speakers. Nalla prasangangal nalla kettu ellavarum. And it is, we are empowering ourselves already. But I want to highlight that Dr. Neena Prasad mentioned about challenges. Challenges, namal edu field il aanengilum, we have to face challenges to moving forward. Appo Dr. Neena പറഞ്ഞത് ഡാൻസിന്റെ അതിൽ പണ്ട് ഒത്തിരി മാത്രം challenges ഉണ്ടായിരുന്നു. അതെല്ലാം ഫേസ് ചെയ്തിരുന്ന സ്ത്രീകൾ എത്രമാത്രം കലാവേദികളിൽ ഷൈൻ ചെയ്യുന്നു. An example is Dr. Neena Prasad. ഞാനൊരു പൊളിറ്റീഷ്യന്റെ ആയതിന്റെ ഒപ്പറിൽ ഇതുപോലെ തന്നെ challenges ഉണ്ടായിരുന്നു. It was so hard to get into politics. One thing is that when I started in 2011, even 2009, first I ran, I lost it. So everybody, even mentioning our Malayali, so many people mentioned that ഇതിനു മുമ്പ് പലരും ഓടിയിട്ടുണ്ട് മലയാളികൾ, ഇന്ത്യൻസ് ഒന്നും ജയിച്ചിട്ടില്ല, എന്തിനാ വെറുതെ പൈസ കളഞ്ഞ് ഇതിനൊക്കെ ഇറങ്ങണേന്ന്. But it was my strong determination that we had to see how we can succeed. My husband was with me to support, and then the dedication, strong determination, and the hard work, and the support from the community. That is one important thing we have to see. And I have involving in association is very important. Get the people know you, let the people be friends, help each other, work each other, volunteer in the community, giving back to the community. So that's all I do. Actually, professionally, I'm a nurse. I never thought of becoming a politician, but volunteering in the community
people asking me, Annie, are you running for any office? I was thinking why they are asking me, because my passion is for the community volunteer work. So giving back to the community, as a nurse, health fair, I organize health fair, I organize all the so many things. So everybody come and ask, oh, I think you are running for. That started thinking, the people promote you if you are giving back to them or helping them or working with them. So that is very important. If all these powerful women here, I wanted to see more women in politics. Also, we want to see more women in business too. That is what less in our Indian women here. Kerala especially, Malayali women here. So I just wanted to mention that even North Indians are in business. So they have so many business. Why not we? I think we have to promote ourselves into the different field. We can do it. And as our Millie Philip, our chairman, mentioned, we have the wing. Who mentioned that? Anyway, previous speaker mentioned about the wing, but we have it, but we are not using it. You remember that Eleanor Roosevelt mentioned, a woman is like a tea bag. You only know the strength and, when you are in the hot water. So we have the power, but we are not using it. It is in you. So empowering women starts with you. Show your support for the women around you by reminding them of their strength. That is very important. That's one of the previous speaker mentioned about that. You have the power, but you are not using it. I want you to dig into that, look into yourself and dream high, work hard. You have to have a determination for that. Then you will get into whatever you want to, And also then now, here we have a quote from Brigham State. You educate a man, you educate a man. If you educate a woman, you educate a generation. When a woman is educated, she becomes empowered to change not only her own life, but also the lives of those around her, her children, her family, her friends, and her community. So that is what it says. So it is very important that we move forward, we empower each other, and you have to look that when we have somebody here, once you have to be looking for others, you are helping others. We have to go as a team, work as a team, and progress as a team. So now I just want to thank you for this opportunity and also appreciate World Malayali Council women leaders, chair like Millie Philip and all the team for doing such a wonderful program. And the speakers were all from different field. So that is what inspires us more. Anything is possible. That is one thing we have to think about. Only thing is. Thank you, ma'am. Yes. Yes. Only thing is you have to dream high. You set your goal, work hard. Let's go, guys. Okay. Thank you. Thank you for your. Yeah. Go ahead. Ashida. Thank you so much, ma'am, for this inspiring and encouraging words. എല്ലാ വനിതകളും ചിറക് വെച്ച് പറക്കട്ടെ, കൂടുതൽ വിമൻ പോളിറ്റിക്സിലും ബിസിനസ്സിലും വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ഐറ്റം. അടുത്തത് നമുക്ക് പാടാൻ വരുന്നത് So you are echoing. Next, a song by Veda Shabrinath. She's a 10th grader. She's from New York. She's pursuing Indian classical music and dance for last 10 years. She's only in 10th grade. She's been practicing, learning 10 years. She has performed various professional stages. Today, she's going to sing Ponnurukkum Pookalam from Koodavide movie that was sung by S. Janaki Amma, penned by ONV Kuruppu sir, and music by Aaron Johnson Master. And ഒരു കാര്യം കൂടെ,
വേദ ശബരിനാഥ് നമ്മുടെ അമേരിക്കൻ മലയാളികളുടെ ഇടയിൽ പ്രിയങ്കരനായ മികച്ച കലാകാരനായ ശബരിനാഥ് നായരുടെ മകളാണ്. വെൽക്കം വേദ ശബരിനാഥ്. Thank you, Veda. അമേരിക്കയിൽ വളർന്ന ഒരു മലയാളി കുട്ടി എങ്ങനെ മലയാളം പഠിക്കുമോ, അവർ മലയാളം സംസാരിക്കുമോ എന്നൊക്കെയുള്ള പല ചോദ്യങ്ങളും നമ്മൾ നാട്ടിൽ നിന്ന് കേൾക്കാറുണ്ട്. അതിന്റെയൊക്കെ ഒരു വലിയ ഒരു ഉത്തരം തന്നെയായിരുന്നു വേദയുടെ പാട്ട്. ഞങ്ങൾ എല്ലാവരും വളരെ വളരെ നന്നായി ആസ്വദിച്ചു. ഇനി വീണ്ടും ഉടനെ തന്നെ കേൾക്കാൻ ആഗ്രഹിക്കുന്നു. നെക്സ്റ്റ്, I would like to invite Dr. Remy to introduce our guest, Dr. Ajay Shashidhar.
Hello. I am honored to welcome Dr. Ajay Sasidhar to WMC America Region International Women's Day celebration. Thank you, sir, for taking time during your busy schedule and this late in Kerala. Dr. Ajay Sasidhar is a surgical oncologist based in Trivandrum. He completed his MBBS from Medical College in Trivandrum, MS in General Surgery from KIMS Hubli in Karnataka, and MCH in Surgical Oncology from All India Institute of Medical Sciences, Jodhpur, Rajasthan. He provides surgical services to cancers related to head and neck, complex cancer surgeries, including GI, gastrointestinal, genitourinary, breast, and sarcomas. He has had so many recognitions and awards in his field, also published academic papers and case reports. We are looking so forward to this interactive session with Dr. Ajay Sasidhar today. And thank you again, sir, for your valuable time and your dedication in this field and serving a lot of people. And I welcome you to this session today. ഒരു കാര്യം, ഇത് ഡോക്ടർ അജയുമായിട്ട് നമുക്കൊരു ഇന്ററാക്റ്റീവ് സെഷനും കൂടെ ഉണ്ടായിരിക്കും. എല്ലാവർക്കും അതിന് തയ്യാറെടുക്കാം. ജസ്റ്റ് ഒരു അനൗൺസ്മെന്റ് ആണ്. ഓവർ ടു യു, ഡോക്ടർ അജയ് ശശിധർ. You are on mute, Dr. Ajay. Can you please unmute yourself? Okay. We'll start with our session because we are already running scheduled study time. So the topic which I would be talking upon is regarding the cancer risk factors and prevention. So it's a general topic. എന്താണ് ക്യാൻസർ, എന്താണ് അതിന്റെ ഉണ്ടാവാനുള്ള കാരണങ്ങൾ, എങ്ങനെ അതിനെ പ്രിവെന്റ് ചെയ്യാം, ഇങ്ങനെ കുറച്ച് ടോപ്പിക്കാണ് സംസാരിക്കാൻ വേണ്ടി ഞാൻ ഉദ്ദേശിക്കുന്നത്. So what is cancer? Cancer എന്ന് വെച്ചാൽ എന്താണ് എന്നുള്ളതാണ് ഏറ്റവും ആദ്യത്തെ ക്വസ്റ്റ്യൻ. Cancer is a heterogeneous group of disease. It's not a single disease. It's a group of disease which all have one thing in common, that is uncontrolled division of cells. The cell division, that is integral part of our normal development and repair and regeneration. But that's a tightly controlled process. But when the thing about cancer cells are, they break the barriers which prevent uncontrolled proliferation and start proliferating without any use. So this leads to cancer. So a cancer can originate in any organ. So like any organ, all organs are formed by cells, and cell division and regeneration is a part of normal activity of every organ. So cancer can arise in any organ, including breast, uterus, cervical, ovarian. If it involves blood and blood producing organs, it can be leukemia. It can arise in any organ like pancreas, oral cavity, colorectal, etc. And why cancer is important? Because if we follow the incidence of different diseases or the cause of death due to different diseases, we can see that the contribution of non-communicable diseases, including cancer, contributing to death is increasing. Because most of the communicable diseases are under control, but the non-communicable diseases, including cancer, is slowly rising. And from the start also, again, same thing. The cancer, which is a slow and steady growth, which is contributing to the mortality. And almost 10 million deaths occurs every year due to cancer, and 1 out of 6 deaths occurs due to cancer. And if you see the graph, again, we can see that the most common malignancies in gender-wise, we can see here. Again, in Asia, including India, in females, the most common is breast, then later colorectal and lung, then cervix, etc. In US also same, almost a similar pattern, including breast is the most common, followed by lung and colorectal. And one more thing, regarding the expatriates who are actually born in India and then now living in different parts of the world. അങ്ങനെയുള്ളവർക്ക് ഒരു പർട്ടിക്കുലർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ റിസ്ക് ഫാക്ടർ ഈ എമിഗ്രേഷൻ കാരണം എങ്ങനെ മോഡിഫൈഡ് ആവും എന്നുള്ളതാണ്. ആക്ച്വലി നമ്മുടെ ഇപ്പൊ സീറോ ജനറേഷൻ, അതായത് ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ജനിച്ച് അങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്ത ആൾക്കാർക്ക് യൂഷ്വലി നമ്മുടെ ഇന്ത്യയിലുള്ള അവരുടെ ബാക്ക്ഗ്രൗണ്ട് പോപ്പുലേഷനുള്ള റിസ്ക് ഫാക്ടർ അല്ലെങ്കിൽ അതിന്റെ ഇൻസിഡൻസ് തന്നെയാണ് യൂഷ്വലി നമ്മൾ അമേരിക്കയിലേക്ക് പോയാൽ അല്ലെങ്കിൽ വേറൊരു കൺട്രിയിലേക്ക് പോയാലും ഉണ്ടാവുക. ഫസ്റ്റ് ജനറേഷനിൽ വരുന്ന ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ നേറ്റീവ് പോപ്പുലേഷന്റെയും നമ്മളുടെയും ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള ഒരു റിസ്ക് ഫാക്ടർ കാണും. സെക്കൻഡ് ജനറേഷൻ ഓൾമോസ്റ്റ് തൊട്ട്
അപ്പൊ അതൊക്കെ ആ ഏത് കൺട്രിയിലേക്കാണ് നമ്മൾ പോകുന്നത് അവരുടെ റിസ്ക് ഫാക്ടർ അല്ലെങ്കിൽ അവരുടെ ഇൻഷുറൻസ് റേറ്റ് അവരുടെ ആ ഇൻഷുറൻസിലേക്ക് നമ്മൾ പതുക്കെ എത്തിച്ചേരുന്നതാണ് കാണാറ്. അപ്പൊ നോർമലി ഇവിടുന്ന് പോകുന്നു നമ്മുടെ ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന പോപ്പുലേഷനുള്ള മിക്കവാറും പേരുടെയും റിസ്ക് ഫാക്ടർ നമ്മുടെ ഇന്ത്യയിലുള്ള റിസ്ക് ഫാക്ടറിൽ നിന്നും ഒരുപാട് ഡിഫറെന്റ് അല്ല എന്നുള്ളതാണ്. അപ്പോൾ വാട്ട് കോസസ് ക്യാൻസർ? സോ ക്യാൻസർ is a genetic disease. It is caused by mutations in the DNA. The mutations can be acquired or maybe hereditary. Hereditary, which we are born with the mutation, and acquired mutation occur during the course of our life. So, because of the mutation, the cancer cell has different. They have different characteristics which enable them to proliferate uncontrollably, and they have certain characteristics which enable them to go to other places, other organs, and start their disease there also. It include self-sufficiency of growth signals, motility, immortality. They divide uncontrollably without resisting all the cell death and everything. And there could be angiogenesis because all dividing tissue require blood and nutrition. So the tumor cells have the capacity to attract blood vessels towards itself so that it can sustain its life. And it has the potential to invade. And why the cancer occurs? Why the mutation occurs? Because I already told the mutation occurs in the DNA because of the action of carcinogens. It can be, the carcinogens are everywhere around us. There are many carcinogens in the home and environment. There may be certain food, lifestyle. There are industry, like there are occupational hazards which can cause malignancy. There are certain infections like herpes virus, hepatitis B and C, HPV virus, etc., which can lead to cancer. So major causes are tobacco, alcohol use, physical inactivity. There are certain dietary factors, infections, environmental pollution, occupational carcinogens, etc. Tobacco is the number one carcinogen. Like there are so many cancers associated with the tobacco use, and alcohol again can cause cancers, including bowel, breast, esophagus, larynx, and upper GI tract. Obesity and physical activity. Obesity and reduced physical activity are implicated in cancers of esophagus, colorectum, breast, endometrium, and kidney. Dietary factors including the lack of fruits and vegetables, and highly refined foods, including refined sugars, red meat, etc., can contribute to cancer. Infections I've already mentioned, HPV, hepatitis B and C, etc. Occupational hazards are there, and environmental pollution again leads to cancer. Here we can see almost 30 to 50% of all cancers are preventable. I already mentioned tobacco as the leading cause of cancer. About 20% of all cancers are caused by tobacco, and other preventable causes contribute to about 20 to 30% again, and other unknown factors causes the rest 50%. So what are the preventive factors? What are the lifestyle changes which we can do so that the incidence of cancer is reduced? So first and foremost is to stop the tobacco in any form and include seasonal fruits and vegetables in that. All vegetables and all fruits, they're equally good. So no need to go behind the costly one. So whatever available seasonally with the cheaper cost is equally good. And salt consumption should be reduced to less than 5 grams per day. And foods which are salt preserved or smoked should be reduced. And moderate exercise is must. And red meat should be restricted to once a week. And BMI should be maintained in the healthy level. And personal hygiene should be maintained. And vaccinations are available for hepatitis B. I think most of the people in the US will be taking that. And any suspected signs should be notified earlier. And these are the presentation of most common type of cancer. Cervical cancer presents with abnormal vaginal bleeding or intermenstrual spotting or vaginal discharge. Uterine cancer usually presents with an abdominal vaginal bleeding, usually in the post-menopausal scenario. Ovarian cancer, non-specific symptoms are there, abdominal distension, and etc. Oral cavity usually with an ulcer-proliferative growth. Lung cancer presents with a cough or hemoptysis. Prostate cancer, difficulty in passing urine. Esophageal cancer, again, difficulty in swallowing. So these are the danger signs which we have mentioned. So any signs, including mentioned in here, maybe many are non-specific signs although, but they could be indicative of cancer. So these signs should be taken into serious consideration. And one important thing is cancers are curable completely if they are detected in an early stage. So the treatment of cancer includes surgery, chemotherapy, and radiation depending upon the stage, and screening is also required. Initially, I thought of talking more about the screening and breast cancer, but most of the people in US receive annual mammogram. I spoke with Sregala Chechi, she's my cousin sister. So most of the women in the US are well aware of breast self-examination, mammography, etc. So I thought I won't go deep into the details.
So anyway, at least biannual, at least once in 2 year mammography is must. That's what US preventive commit recommendation is. But if possible, yearly mammography after the age of 40 is recommended. So rather than breast awareness should be there. That means one should be familiar with the look and feel of the breast, and periodically should be inspected for any skin changes, redness, any visible bumps, nipple crusting, or asymmetry of the breast. And it should be looked in resting position as well as after raising the arms up, and any dimpling, retraction of the skin for any skin changes, and any lump in the breast should be given due consideration. And the middle of the finger should be used for palpation. And breast actually extend into the axilla also. So the tail of the breast also should be examined, and armpit and axilla, and other side also should be checked similarly. So mammography, again, we know that is an X-ray picture of the breast. It uses low dose X-rays, so that the risk of a second malignancy from mammography is actually very less. That is one concern when we refer patients for mammography, whether the X-rays can cause a second cancer. But no, because the dosage in a single X-ray, which we take for mammography, low dose and high penetrance X-rays are used, so the risk is very less. And mammography, again, 2 views are usually taken, and any expert radiologist will view the films, and it's a wonderful screening program. It's actually one modality which has shown that which reduces the breast cancer specific mortality. It's the only one thing which actually reduces the mortality, as it can detect breast cancer in the early stage. So all ladies should be aware of the breast from 20 years, and above 30 years should get a yearly clinical breast examination. And if any risk factors are there, then they should have a breast examination early. And yearly screening mammography is recommended for ladies above the age of 40. So this is in short, which I wanted to discuss with you. Now, it's sort of as a session, so that if any questions or something are there, then we can discuss more on that. Thank you, Doctor, for the very informative presentation. ആർക്കെങ്കിലും ഇതിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഡോക്ടറോട് ചോദിക്കാം. ഡോക്ടർ, ഒരു കാര്യം നമ്മൾ പലപ്പോഴും ഇപ്പൊ പറയാറുണ്ടല്ലോ, ഓക്കെ, നമ്മുടെ ജീവിത ശൈലി കൊണ്ട് ഈ രോഗം ഇപ്പൊ പണ്ടത്തെക്കാൾ കൂടുതലുണ്ടെന്ന്. അതിൽ എനിക്കൊരു സംശയം തോന്നിയിട്ടുള്ളത്, അത് പണ്ടത്തെക്കാൾ കൂടുതൽ ഇപ്പോൾ നമ്മുടെ ജീവിത ശൈലി കൊണ്ട് ഉണ്ടായതാണോ, അതോ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഡയഗ്നോസ്റ്റിക് അപ്രോച്ചസ് കൊണ്ടും ആ ഒരു സിസ്റ്റം കൊണ്ടും നമ്മൾ നേരത്തെ ഇപ്പോൾ കണ്ടുപിടിക്കുന്നതാണോ? നമ്മൾ ഡിറ്റക്ട് ചെയ്യുന്ന ഇൻസിഡൻസ് ആക്ച്വലി കൂടിയിട്ടുണ്ടെന്നുള്ളത് തന്നെയാണ്. അതിനുള്ള കാരണങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നമ്മുടെ ലോഞ്ചിവിറ്റി, അതാണ് ഒരു ഇമ്പോർട്ടന്റ് കാരണം. കാരണം മിക്കവാറും എല്ലാ ക്യാൻസറിലും ഉണ്ടാകുന്നത് ടുവാർഡ്സ് ഓൾഡ് ഏജ് ആണ്. അപ്പൊ നമ്മുടെ ലോഞ്ചിവിറ്റി കൂടുന്നതിന്റെ ഒരു സൈഡ് എഫക്റ്റ് ആയിട്ട് തന്നെ ക്യാൻസറിന്റെ ഇൻസിഡൻസും കൂടും എന്നുള്ളത്. രണ്ടാമത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോ ബാക്കിയുള്ള എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ബാക്കി റിസ്ക് ഫാക്ടേഴ്സിന്റെ പ്രസൻസ് ആണ് അടുത്തൊരു കാരണമുള്ളത്. ഉദാഹരണമായിട്ട് ഒബീസിറ്റി വളരെ പ്രിവലന്റ് ആയിട്ടുള്ള ഒരു എപ്പിഡമിക് തന്നെയാണ് ഇപ്പോൾ ഒബീസിറ്റി ആയിട്ടുള്ളത്. അതുപോലെ തന്നെ ലാക്ക് ഓഫ് ഫിസിക്കൽ ആക്ടിവിറ്റി, അതുപോലെ തന്നെ എൻവയോൺമെന്റൽ പൊല്യൂഷൻ തുടങ്ങിയ എല്ലാ ഫാക്ടറും ഇതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുള്ളതാണ്. അപ്പൊ ആക്ച്വലി ദർ ഈസ് എൻ ഇൻസിഡൻസ് ഇൻക്രീസ് ഉണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷേ അതിന്റെ കൂടുതൽ തന്നെയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ട്രീറ്റ്മെന്റ് മൊഡാലിറ്റിയും അതേപോലെ തന്നെ ഇമ്പ്രൂവ്ഡ് ആയിട്ടുണ്ട്. അതായത് സർജിക്കൽ സ്പെഷ്യാലിറ്റിയിലുള്ളതാണെങ്കിലും അതുപോലെ തന്നെ കീമോതെറാപ്പി ഉള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും, ഇപ്പോൾ ബ്രസ്റ്റ് ക്യാൻസർ റിലേറ്റഡ് ആയിട്ടുള്ള മോർട്ടാലിറ്റി കുറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഈ ട്രീറ്റ്മെന്റ് അഡ്വാൻസുകളാണ്. ഇപ്പോൾ ട്രീറ്റ്മെന്റ് അഡ്വാൻസ് ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ അഡ്ജുവന്റ് തെറാപ്പി അങ്ങനെയുള്ള ബാക്കി ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് എല്ലാം വളരെ കൃത്യമായിട്ടുള്ളതുകൊണ്ട് അതുകൊണ്ട് തന്നെ സർവൈവൽ വളരെ കൂടിയിട്ടുണ്ട്. പക്ഷേ ഇൻസിഡൻസും അതേപോലെ തന്നെ കൂടിയിട്ടുണ്ടെന്നുള്ളതാണ്. പിന്നെ വേറൊരു ഇമ്പോർട്ടന്റ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ ക്യാൻസറുകളും ഒരുപോലെ അല്ല എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ ഒരു മനുഷ്യന്റെ കാര്യം പറയുമ്പോൾ തന്നെ എല്ലാ മനുഷ്യരും ഒരുപോലെ, കണ്ടാൽ എല്ലാ മനുഷ്യരാണ്, പക്ഷെ എന്നിരുന്നാൽ അവരുടെ സ്വഭാവം വേറെ വേറെ രീതിയിലായിരിക്കും. ഇപ്പൊ ബ്രസ്റ്റ് ക്യാൻസർ അല്ലെങ്കിൽ ഒരു സിംഗിൾ ഡിസീസ് എടുക്കുകയാണെങ്കിൽ തന്നെ ഓരോരുത്തർക്കും വരുന്ന അവരുടെ അസുഖത്തിന്റെ പ്രോഗ്നോസിസ് അല്ലെങ്കിൽ മുമ്പോട്ടുള്ള അവരുടെ നാച്ചുറൽ കോഴ്സ് എൻറ്റയർലി ഡിഫറെന്റ് ആയിരിക്കും. ചിലർക്കാണെന്നുണ്ടെങ്കിൽ അതിന്റെ മൾട്ടിപ്ലൈ ചെയ്യുന്ന റേറ്റ് കുറവായിരിക്കും, ചിലർക്കാണെങ്കിൽ അത് കുറച്ചുകൂടി അഗ്രസീവ് ആയിട്ട് വരാം എന്നുള്ളതാണ്. അപ്പോ ഒരാൾക്കൊരു അസുഖം ഉണ്ടായി, അല്ലെങ്കിൽ ഒരു പേഷ്യന്റിന് അല്ലെങ്കിൽ അവരുടെ നല്ല പ്രോഗ്നോസിസ് ആയിരുന്നില്ല എന്ന് വെച്ചിട്ട് വേറൊരു രോഗിക്ക് സിമിലർ അസുഖം ആണെങ്കിൽ പോലും അതുപോലെ ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. കൃത്യമായിട്ട് ട്രീറ്റ്മെന്റ് എടുക്കുന്നതിലൂടെ
കാര്യമായിട്ടുള്ള പ്രോഗ്രസ് അസുഖത്തിന്റെ കാര്യത്തിൽ ഉണ്ടാവുന്നത്. അതുപോലെ ഡോക്ടറെ, നമ്മള് പണ്ട് പറയുമായിരുന്നല്ലോ പാലൊരു സമ്പൂർണ്ണ ഭക്ഷണമാണെന്ന്. പക്ഷെ ഞാൻ എവിടെയോ വായിച്ചു പാലിപ്പോ മാലിഗ്നന്റ് സെൽസിന് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണമാണ് പാലെന്ന്. അതിൽ എത്രത്തോളം വാസ്തവമുണ്ട്? ഇല്ല, അങ്ങനെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഡെഫിനറ്റ് ആയിട്ടുള്ള ഒരു ഡയറ്ററി ഫാക്ടർ കൊണ്ടുള്ള റിസ്ക്, ഇപ്പൊ നമ്മൾ പാല് കുടിക്കുന്നവർക്ക് ക്യാൻസർ ഉണ്ടാവുന്നു അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാര്യം ചോദിക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു സ്റ്റഡീസിലോ പ്രൂവ് ചെയ്തിട്ടില്ല. അതായത് ഒരുപാട് പോപ്പുലേഷൻ ബേസ്ഡ് സ്റ്റഡീസ് ഉണ്ട്, ഓരോ ഭക്ഷണങ്ങൾ കഴിക്കുന്ന ആൾക്കാർക്ക് എത്രത്തോളം റിസ്ക് ഉണ്ടെന്നുള്ള രീതിയിലൊക്കെ. ഓൾദോ വളരെ ഡിഫിക്കൽട്ടാണ് അതിൽ നിന്നുള്ള ഒരു ഇന്റർപ്രിട്ടേഷൻ ഉണ്ടാക്കുന്നുള്ളത്. പക്ഷെ എന്നിരുന്നാലും പാല് അങ്ങനെയുള്ള കാര്യങ്ങൾ അതിനെ ഡെഫിനറ്റ് ആയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന റിസ്ക് ഫാക്ടർ ആയിട്ട് കാണുന്നില്ല. പക്ഷെ ഡെഫിനറ്റ് ആയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു റിസ്ക് ഫാക്ടറാണ് യൂസ് ഓഫ് റെഡ് മീറ്റ് എന്ന് പറയുന്നത്. റെഡ് മീറ്റ്, അതുപോലെ ഡീപ് ഫ്രൈഡ് ഫുഡ്സ്, അതുപോലെ റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ്. റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഷുഗർ, ഇപ്പോൾ വൈറ്റ് ഷുഗർ ഉണ്ടാവും, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സോഫ്റ്റ് ഡ്രിങ്ക് കഴിക്കുകയാണെങ്കിൽ അതിനകത്ത് ആഡ് ചെയ്യുന്ന ഷുഗേഴ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഡെഫിനറ്റ്ലി അത് കാർസിനോജനിക് ആണെന്ന് കണ്ടിട്ടുണ്ട്. അല്ലാതെ പാല് അല്ലെങ്കിൽ അത് പ്രോട്ടീൻ, അതൊരു പാൽ വെച്ചൊരു ഒരു കൊളോയിഡ് ആണ്, അതായത് പ്രോട്ടീനും അതുപോലെ ലൈപ്പിഡ് ഷുഗറും എല്ലാം ഒരു കൊളോയിഡ് ആണ്. അപ്പൊ അതൊരു മിക്സഡ് ഫുഡാണ്. അതുകൊണ്ട് തന്നെ അതൊരു പെട്ടെന്ന് തന്നെ നമ്മുടെ ഷുഗറിന്റെ അളവ് കൂട്ടുകയോ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ രീതിയിൽ അത് ക്യാൻസറിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതായിട്ട് അങ്ങനെ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. പക്ഷെ ഡെഫിനറ്റ്ലി റെഡ് മീറ്റ്, ഡെഫിനറ്റ്ലി റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ് ഡെഫിനറ്റ്ലി അത് ക്യാൻസറിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. എല്ലാവർക്കും ചോദ്യം ചോദിക്കാനുള്ള അവസരമാണ്. പിന്നെ വേറൊരു ക്വസ്റ്റ്യൻ എന്റെ കസിൻ ശ്രീല ചേച്ചിനെ ചോദിച്ചതാണ്, എന്തുകൊണ്ടാണ് പുള്ളിക്കാരിക്ക് അറിയാവുന്ന ഒരാൾക്ക് ഇപ്പൊ മാമോഗ്രാഫി ഇയർലി എടുക്കുന്നുണ്ടെങ്കിൽ പോലും എന്തുകൊണ്ടാണ് ഇൻ ബിറ്റ്വീൻ മാമോഗ്രാഫി ഒരു ഇത് കണ്ടുപിടിക്കുന്നത് എന്നുള്ളത് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ അതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോ ഓരോ ക്യാൻസറുകളുടെയും അഗ്രസീവ്നെസ് അല്ലെങ്കിൽ അതിന്റെ ബിഹേവ് ചെയ്യുന്നത് വേറെ ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിലാണ്. ഇപ്പൊ നമ്മൾ ബ്രസ്റ്റ് ക്യാൻസറിന് അല്ലെങ്കിൽ ഒരു മാലിഗ്നൻസി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു ഡബിളിംഗ് ടൈം, അതായത് ടോട്ടൽ കോശങ്ങൾ അതിന്റെ ഒരു ഡബിൾ സൈസ് ആയി മാറാനുള്ള സമയം അത് വൈഡ്ലി വേരിയിങ് ആണ്. സ്റ്റാർട്ടിങ് ഫ്രം 40 ദിവസം തൊട്ട് 1600 ദിവസം വരെ ഡബിൾ ചെയ്യാൻ സമയം എടുക്കുന്ന ട്യൂമറുകളുണ്ട്. അതായത് വളരെ അഗ്രസീവായ ട്യൂമറുകൾ വളരെ പെട്ടെന്ന് ഡബിൾ ചെയ്യും, അതായത് വളരെ ചെറിയ ഡബിളിംഗ് ടൈം ആയിരിക്കും ഉണ്ടാകുന്നത്. പക്ഷേ ലെസ് അഗ്രസീവ് ആയിട്ടുള്ള ട്യൂമറുകൾ ചിലപ്പോൾ ഒരുപാട് സമയം എടുത്തായിരിക്കും ഡബിൾ ചെയ്യുന്നുണ്ടാകും. അപ്പോൾ എസ്പെഷ്യലി യങ് ആയിട്ടുള്ള രോഗികളിൽ വരുന്ന ബ്രസ്റ്റ് ക്യാൻസറുകളെ പൊതുവെ അഗ്രസീവ് ആയിട്ടുള്ള ഗ്രൂപ്പിൽ വരുന്നതായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പൊ അങ്ങനെ ഉള്ളപ്പോൾ അതുകൊണ്ടായിരിക്കും പലപ്പോഴും യങ് ആയിട്ടുള്ള രോഗികൾക്ക് ഈ രണ്ട് മാമോഗ്രാഫിക്ക് ഇടയ്ക്കുള്ള സമയത്ത് അത് കുറെ കൂടി അപ്പാരന്റ് ആയിട്ട് വരുന്നതാണ് വേറൊരു കാര്യം. അപ്പോ അഗ്രസീവായ ട്യൂമറുകളാണ് പൊതുവെ ഇൻ ബിറ്റ്വീൻ മാമോഗ്രാഫി ലംബായിട്ട് ചെക്ക് ചെയ്യപ്പെടുന്നതാണ്. അതുകൊണ്ട് മാമോഗ്രാഫി 100% സെൻസിറ്റീവ് ആണെന്ന് പറയുന്നില്ല. റീസണബിളി അതൊരു കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടൊരു മെത്തേഡാണ് ഒരു ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് യൂണിറ്റി ആയിട്ട് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. ഡോക്ടറോട് ചോദിക്കാൻ ചോദ്യങ്ങൾ ഇല്ലാഞ്ഞിട്ടല്ല എല്ലാവരും സൈലന്റ് ആയിട്ടിരിക്കുന്നത്. കാരണം ഒരു ഭയത്തോടു കൂടിയാണ് ഈ രോഗത്തെ എല്ലാവരും കാണുന്നത്. അതുകൊണ്ട് കഴിയുന്നതും ആ ഒരു വാക്ക് പോലും സംസാരിക്കാൻ എല്ലാവരും ഭയക്കുന്നു എന്നുള്ളതാണെന്നാണ്. അല്ല, പക്ഷെ ആ ഒരു സ്റ്റിഗ്മ മാറ്റാനാണ് നമ്മൾ പരമാവധി ട്രൈ ചെയ്യുന്നത്. പണ്ടത്തെ പോലുള്ള ഒരു അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു രീതിയിലല്ല. ഇപ്പൊ ബ്രസ്റ്റ് അല്ലെങ്കിൽ ഒരു ക്യാൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് ഒരു ഡെത്ത് സെന്റൻസ് ആയിട്ടാണ് കണക്കാക്കിയിരുന്നത്. ഓക്കെ, ഇനിയിപ്പോ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുണ്ട്. പക്ഷെ അങ്ങനെ അല്ലെന്നുള്ളതാണ് ആക്ച്വലി ആയിട്ടുള്ള വസ്തുത. നമുക്ക് അതിനെ പറ്റിയുള്ള ഒരു അവയർനെസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മിക്കവാറും ക്യാൻസറുകളെയും നമുക്ക് സമയത്ത് കണ്ടുപിടിക്കാനും അത് ട്രീറ്റ് ചെയ്യാനും പറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നോർമൽ ലൈഫ് എങ്ങനെ മുന്നോട്ട് പോകുന്നു അതേപോലെ തന്നെ മുന്നോട്ട് പോകാം. എസ്പെഷ്യലി ബ്രസ്റ്റ് ക്യാൻസറിന്റെ പോയിന്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫീമെയിൽ ഉണ്ടാകുന്ന നെക്സ്റ്റ് കോമൺ എൻഡോമെട്രിയൽ ക്യാൻസർ ആണ്. ഇതിന്റെ സർജറിക്ക് ശേഷം അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫിൽ ഒരു ചേഞ്ചും വരുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഏർലി ബ്രസ്റ്റ് ക്യാൻസർ ആണെന്നുണ്ടെങ്കിൽ കൺസർവേറ്റീവ് സർജറീസ് ആണ് കൂടുതൽ ചെയ്യുന്നത്. ഓങ്കോപ്ലാസ്റ്റിക് സർജറീസ് ഉണ്ട്, കൺസർവേറ്റീവ് സർജറീസ് ഉണ്ട്. ഇപ്പോൾ ബ്രസ്റ്റിന്റെ സൈസിലോ ഷേപ്പിലോ ചേഞ്ച് വരാത്ത രീതിയിൽ തന്നെ, അതായത് നമ്മൾ ഒരു 6 month കംപ്ലീറ്റ് ട്രീറ്റ്മെന്റ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് ക്യാൻസർ ഉണ്ടായിരുന്നു തോന്നാത്ത രീതിയിലേക്കാണ് നമുക്ക് തിരിച്ചു പോകാൻ പറ്റുന്നതാണ്. അങ്ങനെയുള്ള ഒരു ഭയത്തിന് ശരിക്കും ആവശ്യം ഇല്ല എന്നുള്ളതാണ്. നമ്മൾ റിസ്ക് ഫാക്ടറുകളുണ്ട്, അപ്പൊ അത് പ്രിവെന്റ് ചെയ്യുക. അങ്ങനെ നമ്മൾ ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള അപ്രോച്ചിലൂടെ ഇപ്പോൾ ഇതുപോലെ ഒരു കോമ്പിനേഷൻ ഓഫ് ഡയറ്റ്, എക്സസൈസ്, പിന്നെ ഇതുപോലെ കാർസിനോജനിക് ആയിട്ടുള്ള ഭക്ഷണങ്ങളുടെ എമൗണ്ട് കുറയ്ക്കുക തുടങ്ങിയ ഒബേസിറ്റി കൺട്രോൾ ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളിലൂടെ ഡെഫിനറ്റ്ലി നമുക്ക് ഒരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഉള്ളത് എനിക്ക് സെർവിക്സിന് അഗേൻസ്റ്റ് ആയിട്ടുള്ള വാക്സിനേഷൻ, ഗർഡാസിൽ എന്നൊക്കെ പറയുന്ന anti-HPV വാക്സിനേഷൻ ഫോർ ഡോട്ടേഴ്സ്. അത് എനിക്ക് തോന്നുന്നു യൂണിവേഴ്സൽ ആയിട്ട് US ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്ത്യയിൽ അത് ഒരു ഓപ്ഷണൽ വാക്സിൻ ആണ്. അപ്പൊ അതൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ വാക്സിൻ എന്തായാലും എടുക്കണം. സോ ഡെഫിനറ്റ്ലി CA സെർവിക്സിന് അത് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. 100% CA സെർവിക്സ് ഉണ്ടാകുന്നത് വൈറസ് ഇൻഫെക്ഷൻ കൊണ്ട് മാത്രമാണ്. സോ അത് എടുക്കുന്നില്ല. പിന്നെ വേറൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ള ആൾക്കാരുടെ, ഇപ്പൊ നമ്മുടെ എത്നിസിറ്റി വെച്ച് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ
നമുക്ക് ബ്രസ്റ്റ് ക്യാൻസർ അല്പം കൂടി അഗ്രസീവായി അല്പം കൂടി നേരത്തെ വരുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത്. ഒരു നമ്മുടെ US കോക്കേഷ്യൻ കൗണ്ടർ പാർട്സ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനേക്കാൾ ഒരു 10 year എങ്കിലും മുൻപേ അവിടെ നമുക്ക് അസുഖം വരുന്നതാണ്. അപ്പൊ അവിടെ ഇപ്പൊ US പ്രിവെന്റീവ് സർവീസസ് ടാസ്ക് ഫോഴ്സ് 50 years തൊട്ട് ബൈ ആനുവൽ സ്ക്രീനിങ് ചെയ്യാനാണ് പറയുന്നത്. പക്ഷെ അറ്റ്ലീസ്റ്റ് നമ്മൾ ഇന്ത്യയിൽ 40 year തൊട്ട് ഇയർലി മാർക്കറ്റ് ചെയ്യണം എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. ബിക്കോസ് മോർ അഗ്രസീവ് ആണ്. ഇനി ഫാമിലിയിൽ തന്നെ ആർക്കെങ്കിലും ഒന്നിൽ കൂടുതൽ ആൾക്കാർക്ക് ക്യാൻസർ ഉള്ളതായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഷുഡ് സ്റ്റാർട്ട് ഇറ്റ് ഇയർലി. അങ്ങനെ എപ്പോൾ തുടങ്ങണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫാമിലിയിൽ ഉള്ള ഒരാൾക്ക് ഉണ്ടായത് എത്ര വർഷമാണോ അതിനേക്കാൾ മിനിമം ഒരു 5 to 10 years ചെറുപ്പത്തിലെ തന്നെ സ്ക്രീനിങ് റൂട്ടീനായിട്ട് സ്റ്റാർട്ട് ചെയ്യണമെന്നുള്ളത്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ ഫാമിലിയിലുള്ള ഒരാൾക്ക് ക്യാൻസർ വന്നതുകൊണ്ട് നമ്മുടെ റിസ്ക് ഒരുപാടൊന്നും കൂടുന്നില്ല. ഒരു ജനറ്റിക് റിസ്ക് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ യൂഷ്വലി 2-3 ജനറേഷനിലുള്ള ആൾക്കാർക്ക് അസുഖം ഉണ്ടായിട്ടുണ്ടാവും. ഒന്നിൽ കൂടുതൽ ഫസ്റ്റ് ഡിഗ്രി ആൻഡ് സെക്കൻഡ് ഡിഗ്രി ആയിട്ടുള്ള ആൾക്കാരെ ഡിസീസ് അഫക്റ്റഡ് ആയിട്ടുണ്ടാവും. ഇങ്ങനെയുള്ളവർക്കൊക്കെയാണ് അവർ ജനറ്റിക് ആയിട്ടുള്ള റിസ്ക് ഉണ്ടെന്ന് പറയുന്നത്. അതല്ലാതെ ഇപ്പൊ നമ്മൾക്ക് വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരാൾക്ക് അസുഖം വന്നെന്ന് വെച്ചിട്ട് നമ്മൾ ഒരുപാട് വിഷമിക്കേണ്ട കാര്യം എന്തായാലും ഇല്ല. അൺലെസ് അവർക്ക് ഒരുപാട് നേരത്തെ വന്നെങ്കിലും, കാരണം അപ്പോൾ ജനറ്റിക് ആവാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. അപ്പൊ അങ്ങനെയാണ് ഇപ്പോൾ ആണെന്നുണ്ടെങ്കിൽ അതിന് ജനറ്റിക് കൗൺസിലിംഗ്, ജനറ്റിക് ടെസ്റ്റിംഗിന്റെ ആവശ്യം വരാറുണ്ട്. അതല്ലാതെ നോർമലായിട്ടുള്ള 45 years ശേഷം ക്യാൻസർ കൊണ്ട് നമ്മളുടെ റിസ്ക് ഫാക്ടർ അല്ലെങ്കിൽ നമ്മുടെ ഇൻസിഡൻസ് ഒരുപാട് കൂടുന്നില്ല എന്നുള്ളത്. താങ്ക് യു ഡോക്ടർ. ഞങ്ങൾക്ക് ഇത്രയധികം അറിവുകൾ പകർന്നു തന്നതിൽ ഒരുപാട് നന്ദി. ഇനി നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് കടക്കാം. മിലി. ഡോക്ടർ അജയ്, താങ്ക് യു സോ മച്ച്. എനിക്കറിയാം ഇത്രയും നേരം ഞങ്ങൾക്ക് വേണ്ടി പേഷ്യൻസോടുകൂടി വെയിറ്റ് ചെയ്ത് ശ്രീകലയുടെ കസിൻ ആണ് എങ്കിൽ കൂടി ഞങ്ങൾ പറഞ്ഞപ്പോൾ തന്നെ ഡോക്ടർ അത് അക്സെപ്റ്റ് ചെയ്തു. ഇത്രയും നേരം ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് താങ്ക് യു സോ മച്ച്. കേട്ട വെരി ഇൻഫോർമേറ്റീവ് ടു. കാരണം ഞങ്ങൾ സ്ത്രീകൾ ഏറ്റവും ഭയക്കരുതെന്ന് പറഞ്ഞെങ്കിലും ഭയക്കുന്ന ഒരു രോഗമാണിത്. താങ്ക് യു. Thank you for that. Next, I would like to welcome Dr. Dini P. Baby. She's working as a consultant in St. Philomena's Hospital and JMJ Hospital, Bangalore. She is trained in infertility treatment as well. She is passionate about her work to empower the women and help the poor and the needy. I would like to invite Dr. Dini to deliver the felicitation. Thank you. Thank you. Thank you. Once again, good morning to one and all. I want to thank the President, the esteemed guest speakers, and all the members in this council for inviting me and giving me an opportunity to talk at this platform. So on the occasion of Women's Day, I would like to stress upon the health of a woman. So the major problems that we face as doctors in India, that we see in Indian women, as well as even the adolescent girls in India is one of the major problems is anemia. So nowadays, a lot of girls, especially the adolescent girls, they are anemic. Not only when they reach in the reproductive age group, but when they are growing up itself, they are anemic. Mainly because they don't take care of their nutrition, and so they become anemic. And usually they're not aware, parents are not aware about it, because they don't notice changes in their daughters or family members. But actually the girls, they become anemic and they have cognitive problems and memory loss, physical tiredness, weakness. Everybody attributes to just the work or the studies or anything, but they don't actually investigate the cause for the weakness or tiredness. Many times it's a very simple problem, that is anemia, which can be easily corrected even in adolescent girls, starting by giving them tablets, hematinics, and trying to figure out what kind of anemia it is. Anemia is quite common in pregnancy in the reproductive age group, but we should try and figure out if our young girls are anemic or not, and we should try to improve it. And especially by making a change in their eating habits. Lot of young girls nowadays, they are not into eating more fruits, vegetables. They are more into junk foods, processed foods, as sir mentioned, that deep fried items, and they are all into junk food. So because of all that, it leads to anemia in these young girls itself. And then when they grow up and they eventually get married and have a reproductive life, that time it becomes more and more severe. So we should try to correct it at an early age, try to identify it, and educate our girls, our daughters, to improve it and improve the iron intake in their diet. They should have a balanced meal. They should take more fruits, vegetables,
Yeah, once in a while, okay, occasionally they are eating junk food, that is different, but we should encourage them to eat more of homemade food. Then another is that all the adolescent girls and nowadays have increased use of tobacco, that is smoking and alcohol consumption. As sir mentioned, it is a very, very important risk factor for all the lifestyle diseases as well as cancer in women. Then as we know about cervical cancer and breast cancer, sir mentioned it very clearly and nicely that breast examination is very important. So all ladies above 20 years on 20 to 25 years onwards, they should have an awareness of self breast examination, and above 40 a mammogram is indicated, though in India it is very difficult to convince ladies and patients for a mammogram, and even if we explain them, they never go for a annual mammogram. And only when they have a breast lump or any abnormality in the breast or any lymph node enlargement or any redness, when they see that, then only they come forward to us and go for a mammogram. So unless then, even if we advise them, they don't go for it. But we're trying to, educate more and more ladies. But now they at least are aware of self-breast examination, and any small change in the breast, they recognize and feel. So they come to us for that, and then we further guide them regarding mammograms. Also about cervical cancer, as mentioned, yeah, also we have vaccines for cervical cancer, that is against the HPV vaccine, the virus, the human papilloma virus. And we are encouraging a lot of girls, though it is not mandatory to be given, but we are encouraging a lot of parents to get all their daughters and girls in their families vaccinated for HPV vaccine. And the two vaccines that are available in India is Gardasil and Cervarix. It is not very costly compared to all other vaccines, and it is a very important vaccine. If it is given in young girls at a correct time, that is from 9 to 13 years of age, it will definitely 95 to 98% it will prevent against cervical cancer. So we are trying to encourage girls to take these, and even parents, because most parents who are not aware of it, we are trying to educate them about this vaccine. Then different ways in which we can promote health of women is, as sir said, weight management. Physical inactivity is very, very common these days. So we are now educating women that they have to invest some time for themselves and take care of their health. Mostly women are busy in their work or household work. Even being a housewife, they are unable to take time out for themselves because they are busy in their busy schedules and with their work, children, family, husband, everything. But we as women should take out some time for ourselves, for our physical activity, controlling our weight. And we should have idea about intake of nutrient dense food. So to take more fruits, vegetables in our diet, avoid deep fried items, oily items, too much of refined sugars, too much of aerated drinks. We should cut down on that. As we grow, even we should train our children also to do the same. At a very young age, we should train them for that and educate them about it and the side effects of it, because children these days, they don't listen. So we have to tell them and give them examples. And avoiding substance abuse like alcohol and tobacco, we have to stop it. There is no other go. We have to stop it. There is no other go. So the thing is, we have to educate our young girls and the younger generation these days that these are potentially very lethal and carcinogenic. Then early screening we should do for breast cancer and cervical cancer. Also, we should educate the postmenopausal women about osteoporosis. So a lot of people, as they undergo menopause process, they have a lot of issues, but they are afraid. They are afraid to come up to the doctors and to express their concerns, and they just keep suffering with that. So even in an menopausal age group, we are educating women these days to have calcium supplements and to take care of their health. And we really help these women to overcome these problems, and so that they can have a healthy lifestyle ahead. So they feel that after menopause, their life has come to an end. Now nothing can be done. Their aches and body pains and osteoporosis will keep going on like that. But it is not like that. There are a lot of things that we can change in us, and it's all through these lifestyle modification and through the help of medicines also.
I'm not telling that we should just take medicine for everything, but yeah, there are some things if they are physically troubling us, we should approach to a doctor and find solutions to it rather than just, suffering that every woman has to go through it. It's nothing like that. And this is what I want to tell on this occasion. And I really thank everybody. And once again, happy Women's Day from my side to everybody here in this platform. Thank you. Thank you, Dr. Dinipi Baby, for the very informative session. Next, we would like to present Dr. Annie Abraham's A Beautiful Dance. Annie Abraham, by profession, she is a doctor. അതുപോലെ തന്നെ വേൾഡ് മലയാളി കൗൺസിൽ PA പ്രൊവിൻസിന്റെ ട്രഷറർ ആണ്. ഷീസ് എ ട്രെയിൻഡ് ക്ലാസിക്കൽ ഡാൻസർ. സോ നമുക്ക് എല്ലാവർക്കും ഡോക്ടർ ആനിയുടെ ഒരു ഡാൻസ് ആസ്വദിക്കാം. ചിലച്ചാർത്തിലെ പാട്ടുകാരി പിച്ചകം പൂക്കുന്ന നിന്നെത്തി തെല്ലൊന്നു നിന്നോട്ടെ ഒന്നു നോക്കി പാടാനറിയാത്ത പാട്ടുകാരൻ പച്ചിലച്ചാർത്തിലെ പാട്ടുകാരി പിച്ചകം പൂക്കുന്ന പുഞ്ചിരിയിൽ പാർത്തൊന്നലിയട്ടെ പ്രാർത്ഥിതനായി പാടാനറിയാത്ത പാട്ടുകാരൻ പച്ചിലച്ചാർത്തിലെ പാട്ടുകാരി. കാടാകെ പാടുന്ന പാട്ടുകാരി നാടിൻ്റെ ഓമനെ കൂട്ടുകാരി കാറ്റിനോടൊത്തൊന്നു കൂടിയാടാൻ കാലില പൊൻചിലമ്പൊന്നണിയോ. ചില്ലകൾ പോലുള്ള പാണികൾ നെഞ്ചില്ലികൾ ചേലൊറ്റ കൈവഴികൾ ചാരുതെ തൂക്കുമി മന്ദഹാസം ചാലിച്ചു നൽകുമോ ചന്ദ്രികയിൽ പച്ചിലച്ചാർത്തിലെ പാട്ടുകാരി പിച്ചകം പൂക്കുന്ന നിന്നെത്തി തെല്ലൊന്നു നിന്നോട്ടെ ഒന്നു നോക്കി പാടാനറിയാത്ത പാട്ടുകാരൻ പച്ചിലച്ചാർത്തിലെ പാട്ടുകാരി. വളരെ മനോഹരമായ ഒരു നൃത്താവിഷ്കരണമായിരുന്നു നാം കണ്ടത്. താങ്ക് യു ഡോക്ടർ ആനി. That was a graceful performance. I always admire her graceful dance. Thank you, Annie, for sharing your talent with us today. And next, I'm going to welcome Manju Binesh from Pennsylvania province for introducing our special guest. I think Zera, Shan, ഇത് ചെയ്തു കണക്ഷൻ പോയി എന്ന് തോന്നുന്നു. Go to the next program. Okay. Sorry for that. Next, I would like to welcome ഈ വിളിക്കാൻ പോകുന്ന ആള് നമ്മുടെ പ്രസിഡൻഷ്യൽ അഡ്രസ് മിലി വ്യക്തമായിട്ട് പറഞ്ഞതാണ് AR റീജിയൻ വിമൻസ് ഫോറത്തിന്റെ മെയിൻ ഫോക്കസ് ആൻഡ് ഹൈലൈറ്റ് എന്ന് പറയുന്നത് ചാരിറ്റിയാണ്. They have done various charity activities for empowering women, സ്പെഷ്യൽ നീഡുള്ള കുട്ടികളുടെ അമ്മമാരെ എംപവർ ചെയ്യാനും അണ്ടർ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള വിമൻ എംപവർ ചെയ്യാനും എല്ലാം
AR റീജിയൻ വിമൻസ് ഫോറം ഫോക്കസ് ചെയ്യുന്നുണ്ടെന്ന് മിലി പറഞ്ഞിരുന്നു. അപ്പൊ ഇതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് പറയാൻ I would like to welcome Mr. Soman John Thomas. He's our AR charity chairman. ഹലോ, എൻ്റെ പേര് സോമൻ ജോൺ തോമസ്. WMC ന്യൂജേഴ്സിയുടെ ഒരു പ്രോവിൻസിൻ്റെ ഒരു മെമ്പറാണ്. WMC അമേരിക്കൻ റീജിയൻ്റെ ചാരിറ്റി കോർഡിനേറ്ററായിട്ട് ഈ വർഷങ്ങൾ വർക്ക് ചെയ്യുന്നു. WMC അമേരിക്കൻ റീജിയൻ്റെ ഇൻ്റർനാഷണൽ വുമൻസ് ഡേയിൽ പങ്കെടുക്കാൻ സാധിച്ചത്, റിമോട്ട് ആയിട്ടാണെങ്കിലും പങ്കെടുക്കാൻ സാധിച്ചത് അതിൽ വളരെ സന്തോഷമുണ്ട്. ഈ വർഷത്തെ തീം എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഇൻസ്പയർ ആൻഡ് ഇൻക്ലൂഡ്. When we include others, particularly women, and when we inspire their aspirations, we definitely march on to a better world. I am glad WMC is taking a lead on this, and also I am glad as a part of this celebration, WMC is honoring a student with a scholarship back home in Kerala. I hope they continue to work on this, and I hope next year you're able to award at least 10 other scholarships, because any celebration without charity is not much of a celebration. And again, I wish you good luck and all the best. Thank you. Saruba? Sorry, I was on mute. Thank you, Mr. Soman John Thomas. നമുക്ക് സമയം ഒരുപാട് അതിക്രമിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇനിയുള്ള ആശംസകളൊക്കെ പെട്ടെന്ന് അവസാനിപ്പിക്കണമെന്നൊരു റിക്വസ്റ്റ് ഉണ്ട്. ഒരു മിനിറ്റിൽ അവസാനിപ്പിച്ചാൽ വളരെയധികം നന്നായിരുന്നു. നെക്സ്റ്റ്, I would like to invite one second. I would like to invite our Global Women's Forum President Salina Mohan for the felicitation. സലീന ചേച്ചി ഉണ്ടോ അവിടെ? ഇത്രയും ലേറ്റ് ആയപ്പം ഗ്ലോബൽ ഇന്ത്യയിൽ നിന്നുള്ളവരൊക്കെ പോയി എന്ന് തോന്നുന്നു. ഇനി അടുത്തായിട്ട് നമ്മുടെ വേൾഡ് മലയാളി കൗൺസിലിന്റെ അമേരിക്ക റീജിയന്റെ സ്വന്തം കവയത്രി സോയ നായരുടെ ഒരു കവിതയാണ്. നമുക്കത് കാണാമല്ല കേൾക്കാം. കാണുകയും കേൾക്കുകയും ചെയ്യാം. എല്ലാവർക്കും നമസ്കാരം. എല്ലാ സ്ത്രീകളിലും അണയാതെ ആളിക്കത്തിക്കൊണ്ടിരിക്കുന്ന ജ്വാല അവരെ എല്ലാ മേഖലകളിലും കൂടുതൽ ശക്തരാക്കുന്നു. ആ ശക്തിയെ അംഗീകരിക്കുന്ന, ആ ശക്തിക്ക് വേണ്ട മഹത്വങ്ങൾ നൽകുന്ന, ആ ശക്തിയെ കൂടുതൽ പ്രചോദിപ്പിക്കുന്ന ഒരു നല്ല ലോകം കെട്ടിപ്പടുക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും എന്റെ വനിതാ ദിനാശംസകൾ. ഞാൻ എഴുതിയ അമ്മ മനസ്സ് എന്ന ഒരു കവിതയാണ് ഇന്നിവിടെ ചൊല്ലാൻ പോകുന്നത്. നമ്മളിലെ പെൺശക്തിക്ക് ഏറ്റവും കൂടുതൽ പിന്തുണ നൽകുന്നത് നമ്മളുടെ അമ്മമാരാണ്. ആ അമ്മമാർക്ക് വേണ്ടിയിട്ട് കൂടി ഈ കവിത ഞാൻ സമർപ്പിക്കുന്നു. അമ്മ മനസ്സ്. പേറ്റുനോവിന്റെ നൊമ്പരം പേറി ഭൂജാതയാക്കി എന്നെ ഈ ഭൂവിൽ, അന്ന് കൺകളിൽ നിന്നും ചിതറി ആനന്ദത്തിൻ പൊന്മണി മുത്തുകൾ, അന്ന് കൺകളിൽ നിന്നും ചിതറി ആനന്ദത്തിൻ പൊന്മണി മുത്തുകൾ. താരാട്ടുപാടിയ രാവുകളെത്ര, അമ്മ കൂടെ കളിച്ച പകലുകളെത്ര, ഉറക്കമിളച്ചെന്നെ ആവോളം സ്നേഹിച്ച വാത്സല്യത്തിൻ നിറകുടമമ്മ,
ഉറക്കാമിളച്ചെന്നെ ആവോളം സ്നേഹിച്ച വാത്സല്യത്തിൻ നിറകുടമമ്മ. അന്നു ചുരന്നൊരാമിഞ്ഞപ്പാലിൽ അമ്മ മറന്നതോ അമ്മയെ തന്നെ. ഒച്ച വെച്ചും ശാസിച്ചുമൊപ്പമെൻ നിഴലുപോലെ നടന്നതോ അമ്മ. ഒച്ച വെച്ചും ശാസിച്ചുമൊപ്പമെൻ നിഴലുപോലെ നടന്നതും അമ്മ. പാട്ടുപാടാൻ പഠിപ്പിച്ചതമ്മ, കൂട്ടുകൂടാൻ പറഞ്ഞതും അമ്മ. നന്മ തണ്ടിരി തെളിയിച്ചതമ്മ, നല്ല പാഠം തന്നതും അമ്മ. നന്മ തണ്ടിരി തെളിയിച്ചതമ്മ, നല്ല പാഠം ചൊല്ലിത്തന്നതും അമ്മ. മനമിടറിടും നേരത്തുമമ്മ സാന്ത്വനത്തിൻ്റെ സ്പർശമായി ചാരേ. ദൂരെയെങ്കിലും എന്നുമെന്നെന്നും മനസ്സുകൊണ്ടെൻ്റെ കൂടെയുണ്ടമ്മ. ദൂരെയെങ്കിലും എന്നുമെന്നെന്നും മനസ്സുകൊണ്ടെൻ്റെ കൂടെയുണ്ടമ്മ. മറന്നിടരുത് അമ്മതൻ പുണ്യം, തൊഴുതിടേണം അമ്മയെ എന്നും. അമ്മ തന്നത് അമ്മതൻ ജീവിതം, അമ്മയായപ്പോഴറിയുന്നു ഞാനത്. അമ്മ തന്നത് അമ്മതൻ ജീവിതം, അമ്മയായപ്പോഴറിയുന്നു ഞാനത്. പേറ്റുനോവിൻ്റെ നൊമ്പരം പേറി ഭൂജാതയാക്കി എന്നെ ഈ ഭൂവിൽ. അന്ന് കൺകളിൽ നിന്നും ചിതറി ആനന്ദത്തിൻ പൊന്മണി മുത്തുകൾ. അന്ന് കൺകളിൽ നിന്നും ചിതറി ആനന്ദത്തിൻ പൊന്മണി മുത്തുകൾ. Thank you. Thank you, Soya Nair, for that apt, nalla, correct, ഇന്നത്തെ വിമൻസ് ഡേക്ക് പാടാൻ പറ്റിയ നല്ല കവിതയാണ്. Thank you so much for that. അടുത്തതായിട്ട് let me welcome Millie Philip to introduce our next guest. Thank you. It's an honor and privilege to invite Revati Pillai. She is a senior vice president and chief engineering officer in a public safety technology company. In addition, she is an entrepreneur and owns a 100% women-owned business. She, along with her two daughters, created Vishwas, a self-care brand focused on all natural hair oil. She is a founding member of the Boston chapter of Chief, a support network for women executive leaders. Revati has expressed her passion through leadership roles in global associations, Fokana and Mantra. I would like to invite a good friend of mine, Revati, to deliver the felicitation. Thank you, Millie. Happy Women's Day to everyone. Esteemed guests, leaders of Women's Forum, all leaders of World Malayali Council, and dear friends. As we celebrate women, I'm filled with pride and gratitude to address this vibrant community of World Malayali Council, which has spread the rich tapestry of our culture across the world. We had a very powerful and passionate speech about some of the challenges and empowerment from our chief guest. Thank you, ma'am. We all can relate to that in our own fields. We all have to work very hard to get the support we need there. We women achieve a lot in our lives, but most of the time forget to take time to celebrate our accomplishments. Most of the time we take our own things for granted. As Shamam said that we should learn how to love ourselves. To love ourselves, we should understand our value and acknowledge the impact
we make in the community. So let's today take a look at who we are and how we are and our collective achievements. Our stories are woven with threads of perseverance and embroidered with moments of triumph. We have nurtured our families, supported our communities, achieved professional excellence. We are daughters of Kerala. Our spirits soar high, yet we remain deeply rooted in the values that define us. We women are the custodians of our heritage, and same time, we are the pioneers of progress. Today, we rejoice in the essence of being women. We are nurturers, we are warriors, we are dreamers, we are multitaskers. We honor the silent endurance behind every success and share joy in every accomplishment. To all the incredible women here, you are the pillars of our community. Your aspirations are the winds that propel us, the community, forward. And your successes are the stories that will inspire generations. We have a lot to offer, and we can have a great impact in our society. As we are inspiring to include, let's make these promises to each other. Let's pledge to uplift each other. Let's pledge to blaze trails for those who follow us. Let's pledge to be the light that guides our children towards a fulfilled future with hope and equality. Let's pledge to continue being the embodiment of courage and compassion. Let us pledge to start the empowerment and inclusion from within our family. We are very strong. We are Shakti. Be bold, be passionate, be independent. I salute each one of you on this beautiful occasion. I extend my warmest congratulations for everything we have achieved so far and best wishes for everything we try to achieve. May our journey ahead be filled with laughter, joy, and endless possibilities. Thank you from the bottom of my heart for all the great work WMC Women's Forum is doing to empower women and make our journey a bit easier and a bit faster. Let's make every day Women's Day and celebrate women every day. Thank you again. Thank you, Millie, for inviting me. Thank you. Thank you, Mrs. Revati Pillai, for such a powerful message. That's what I would say. Thanks again. Next, we would like to present a song. We would like to present a song by Bindu Thomas, Florida Province in the Women's Forumile Shaktiyaya oru member aanu. Let's watch it. மனிதர் உணர்ந்து கொள்ள இது மனித காதல் அல்ல, அதையும் தாண்டி புனிதமானது. உண்டான காயமெங்கும் தன்னாலே மாறி போன மாயம் என்ன பொன்மானே பொன்மானே. என்ன காயமான போதும் என் மேனி தாங்கிக் கொள்ளும் உந்தன் மேனி தாங்காத செந்தேனே. இந்த காதல் என்னவென்று சொல்லாமல் எங்க அழகை வந்தது. இந்த சோகம் உன்னை தாக்கும் நின்றும் போது வந்து அழகி நின்றது. மனிதர் உணர்ந்து கொள்ள இது மனித காதல் அல்ல, அதையும் தாண்டி புனிதமானது. ராமியே தாலாட்டும் சாமியே நான் தானே தெரியுமா. சிவகாமியே சிவனில் நீயும் பாதியே அதுவும் உனக்கு புரியுமா. சுபலாலி லாலியே லாலி லாலியே அபிராமி லாலியே லாலி லாலியே. ஓ ஹோ கண்மணி அன்போடு காதலன் நான் எழுதும் கடிதமே. பொன்மணி உன் வீட்டில் சௌக்கியமா நான் இங்கு சௌக்கியமே. Wow,
That was a beautifully sang Bindu Thomas. ഈ 1-2 ആഴ്ചയായിട്ട് ഈ പാട്ടാണ് ഇപ്പൊ മനസ്സിലുള്ളത്, മഞ്ഞുമൽ ബോയ്സ് എന്ന മൂവി വന്നതിന് ശേഷം. ആൻഡ് യു ഡിഡ് എ complete justice to this song. I think Janaki Amma പാടിയ പാട്ടാണെന്ന് തോന്നുന്നു. And you sang beautifully. Thank you so much, Bindu Thomas. Next we are moving on to a dance by Sana Shaji and Sneha Shaji from Florida province. Sana and Sneha are sisters. They are passionate dancers. Sana is studying nursing school in nursing school now, and Sneha is a junior in high school. Can we have the video, please? जाने कैसे बांधी तूने अखियों के डोर, मन मेरा खिंचा चला आया तेरी ओर। मेरे चेहरे की सुबह, जुल्फों की शाम, मेरा सब कुछ है पिया से तेरे नाम। नजरों ने तेरी छुआ तो है ये जादू हुआ, होने लगी हूँ मैं हंसी। आफरी 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 आफरी। दीदार तेरा मिलने के बाद ही छूटे मेरी अंगड़ाई, तू ही बता दे क्यों जालिमा मैं कहलाई। क्यों इस तरह से दुनिया जहां में करता है मेरी रसवाई, तेरा कसूर और जालिमा मैं कहलाई। तू ही बता दे क्यों जालिमा मैं कहलाई। Lovely dance by beautiful sisters. Thank you, Sana and Sneha. Next, നമുക്ക് ഒരു പറ്റം ഫെലിസിറ്റേഷൻസ് ഉണ്ട്. നമ്മുടെ സമയം വീണ്ടും ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. സമയം വളരെയധികം അതിക്രമിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഒരു 1.5 മിനിറ്റിൽ ദയവായി എല്ലാവരും ഫെലിസിറ്റേഷൻ തീർക്കണം. ഇറ്റ്സ് എ ഹംബിൾ റിക്വസ്റ്റ് ഫ്രം അവർ സൈഡ്. Next, I am calling Mr. Thomas Chelattu, WMC America Region Treasurer, to deliver the felicitation. തോമസ് ചേട്ടനുണ്ടോ? Okay, let's move to the next felicitation. Ashita, over to you. Let me welcome America Region Advisory Chair, Mr. Hari Nambudiri, for felicitation speech. നമസ്കാരം. വളരെ നല്ലൊരു പ്രോഗ്രാം ആയിരുന്നു എന്ന് ആദ്യമേ അറിയിക്കട്ടെ. അഭിനന്ദനങ്ങൾ. പ്രമേയത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും അവതരണത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും പവർഫുള്ളായി അത് പ്രസൻറ്റ് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും നമ്മൾ വിജയിച്ചു. ഈ വിമൻസ് ഡേക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേതൃത്വ നിരയ്ക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ. ഞാൻ ആലോചിക്കുകയായിരുന്നു, വുമൻ എന്ന പദം എങ്ങനെയാണ് വിവക്ഷിക്കേണ്ടത്. W stands for will power or wonder. അത് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതുപോലെ തന്നെ O for obedient, M for mindful, A for admirable and N for noble. ഇത് തന്നെയായിരിക്കണം നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഒരു സ്ത്രീയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഉണ്ടാകുന്നത്. ജീവിതത്തിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അത് നല്ലത് ചെയ്യുമ്പോഴും മറ്റുള്ളവർക്ക് നന്മ പകരുമ്പോഴും തദ്വാര നാം നന്മയുടെ പാതയിൽ
ചരിക്കുമ്പോഴുമാണ്. പുതിയ പന്ഥാവ് നമ്മൾ വെട്ടിത്തെളിക്കുവാൻ നമുക്ക് കഴിയണം. 1-2 ചെറിയ സജഷൻസ് മാത്രം പറഞ്ഞുകൊണ്ട്, വുമൺ എംപവർമെൻറ്റ് സീരീസ് എല്ലാ മാസവും അല്ലെങ്കിൽ ബൈ മന്ത്ലിയോ നടത്തുന്നത് നന്നായിരിക്കും. ഇപ്പോൾ ഇത്രയും ക്ഷണിതാക്കളെ കൊണ്ടുവരികയും അവർക്ക് വേണ്ട വിധത്തിൽ നമുക്ക് സമയം കൊടുക്കുവാനും മറ്റുള്ളവർക്ക് ശ്രവിക്കുവാനും ഇത്രയും സമയം നീണ്ടുപോയതും കൊണ്ടും അത് ഒരു 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 ജേണി ആയിട്ട് ഏറ്റെടുത്തുകൊണ്ട് വുമൺ എംപവർമെൻറ്റ് ഈ ക്ഷണിതാക്കളെ എല്ലാം വിളിച്ചുകൊണ്ട് ഒരു 1/2 മണിക്കൂർ ടു 45 മിനിറ്റ്സിൽ ഒതുങ്ങുന്ന ഒരു വുമൺ ലീഡർഷിപ്പ് സീരീസ് ചരിത്രത്തിൽ ആദ്യമായി ചെയ്യുവാൻ ഞാൻ ഇതിൻ്റെ മെലി ഫിലിപ്പിനോടും കൂട്ടരോടും അപേക്ഷിക്കുകയാണ്. എനിക്ക് തോന്നുന്നില്ല ഒരു ഓർഗനൈസേഷനും അത് ഇതുവരെ ചെയ്തതായി അമേരിക്കയിൽ ഞാൻ കണ്ടിട്ടില്ല. 1-2 മീറ്റിങ്ങുകളോ പ്രസംഗങ്ങളോ വുമൺ വേൾഡ് ഹാപ്പിനെസ് വുമൻസ് ഡേയോ ആഘോഷിച്ചിരിക്കാം. പക്ഷേ ഈ ഒരു സീരീസ് ആദ്യമായി കൊണ്ടുവന്നാൽ അത് നിങ്ങളുടെ കിരീടത്തിൽ പുതിയ തൂവൽ ചാർത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഈ വൈകിയ വേളയിൽ ഈ നമ്മുടെ തന്നെ വളരെ സ്തുത്യർഹമായ സേവനം അനുഷ്ഠിച്ചിട്ടുള്ള വനിതകളുണ്ട്. അവരെ മുന്നോട്ട് കൊണ്ടുവരിക, അവരെ നമുക്ക് ഹൈലൈറ്റ് ചെയ്യാം. അവരുടെ ജീവിത പന്ഥാവ് നമുക്കൊരു മുതൽക്കൂട്ടാവട്ടെ. നിങ്ങൾക്ക് എൻ്റെയും കുടുംബത്തിൻ്റെയും എല്ലാവിധ ആശംസകളും. ഇന്ന് ഒരു പ്രത്യേക ദിനമാണ്. എത്ര പേര് ഓർക്കും എന്നെനിക്ക് അറിഞ്ഞുകൂടാ. ശ്രീകുമാരൻ തമ്പിയുടെ ദ ലെജൻഡ് ഓഫ് മ്യൂസിക്, സിനിമ ആൻഡ് ലിറ്ററേച്ചർ, അദ്ദേഹത്തിൻ്റെ ശതാഭിഷേകം കൂടിയാണ്. 84ാം ജന്മദിനമാണ് അദ്ദേഹത്തിന്. വേൾഡ് മലയാളി കൗൺസിലിൻ്റെ പേരിൽ, ഗ്ലോബൽ കൾച്ചറൽ ഫോറം ചെയർമാൻ എന്നതിൻ്റെ പേരിലും ഹാപ്പി ബർത്ത്ഡേ. അതുപോലെ തന്നെ അമേരിക്കക്കാർക്ക് ഒരിക്കൽ കൂടി സെൻറ്റ് പാട്രിക് ഡേ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഞാൻ MCസിനോട് ക്ഷമ ചോദിച്ചുകൊണ്ട് ഇൻറ്ററപ്റ്റ് ചെയ്യുന്നു. ഹരിച്ചേട്ടൻ ഗ്ലോബൽ കൾച്ചറൽ ഫോറം ചെയറും കൂടാണ്. അത് തന്നെയല്ല, ഈ പ്രോഗ്രാം നമ്മൾ പ്ലാൻ ചെയ്തപ്പം മുതൽ വിത്ത് ഓൾ സപ്പോർട്ട് ബിഹൈൻഡ് ദ സീൻസ്, ഗസ്റ്റുകളെ, ചീഫ് ഗസ്റ്റുകളെ, ഗസ്റ്റ് ഓഫ് ഓണേഴ്സിനെയും ഒക്കെ എനിക്ക് ഇത് ചെയ്ത് ശ്രീലേഖ IPS മാം, അവരെയൊക്കെ ഞാൻ ട്രൈ ചെയ്തു. പക്ഷേ മാമിന് ജോയിൻ ചെയ്യാൻ പറ്റില്ല. ഹരിച്ചേട്ടൻ എൻ്റെ കൂടെ കട്ട സപ്പോർട്ടായിരുന്നു. എനിക്ക് താങ്ക്സ് പറഞ്ഞില്ലെങ്കിൽ അത് അനുചിതമാവും. താങ്ക് യു സോ മച്ച്. ഓൺ ബിഹാഫ് ഓഫ് വിമൻസ് ഫോറം, I am sincerely expressing my gratitude. Thank you. It's my pleasure. Thank you. Thank you, Mr. Hari Nambudiri. Next, I would like to welcome our Global Business Forum Chair, James Kodale. James ചേട്ടനുണ്ടോ? ഇല്ലെങ്കിൽ move on. Ashita, over to you. Let me welcome Global Youth Forum President Reshma Reggie John. ഇല്ല, രേഷ്മ ഇല്ല. Next, I would like to welcome Sinu Nair, PA Province Chairperson, for delivering the felicitation. ഹായ് എവ്രി വൺ. നമ്മൾ ഒത്തിരി വൈകി, ഏകദേശം 3 മണിക്കൂറോളായി ഇവിടെ ഇരിക്കുന്നു. അതുകൊണ്ട് ഒരു വലിയ പ്രസംഗത്തിനൊന്നും ഞാൻ ഉതിരുന്നില്ല. എല്ലാവർക്കും എ വെരി ഹാപ്പി വിമൻസ് ഇന്റർനാഷണൽ വിമൻസ് ഡേ. Millie and the group did a wonderful job celebrating our Women's Day for the AR Women's Forum. പിന്നെ നമ്മൾ ഇപ്പോൾ ഈ ഒരു മീറ്റിങ്ങിൽ, ഈ ഒരു സെഷനിൽ നമുക്ക് മനസ്സിലായി, എല്ലാവരും എംപവർമെന്റിനെ കുറിച്ച് സംസാരിക്കുന്നു. നമുക്കറിയാം, നമുക്കുള്ള ഈ അമേരിക്കയിലുള്ള ലേഡീസ്, എനിക്കൊന്ന് തോമസ് മുട്ടക്കലെങ്കിൽ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ പറയുകയുണ്ടായി. നമ്മളെല്ലാവരും എംപവേർഡ് ആണ് അല്ലേ? ഇപ്പം ഈ ഇരിക്കുന്ന ലേഡീസ് എല്ലാവരും എംപവേർഡ് ആണ്. ആൻഡ് ഓൾസോ ദ വിമൻ ഇൻ ദിസ് മെൻ ഇൻ ദിസ് ഗ്രൂപ്പ് വിൽ എഗ്രി. അവരുടെ വീട്ടിലുള്ള ലേഡീസും എല്ലാവരും എംപവേർഡ് ആണ്. പിന്നെ എന്താണ് നമുക്കുള്ള ഒരു പ്രശ്നം? അതായത് നമ്മൾ ഒരു ഏകദേശം, അതുപോലെ ഡോക്ടർ അഡ്വക്കേറ്റ് ആശ ഉണ്ണിത്തൻ നമ്മളോട് പറയുകയുണ്ടായി, നമുക്ക് വേണ്ടത് സെൽഫ് ലവ് ആണ്. അതായത് ഈയിടെ നമുക്കറിയാം, ഒരു നിംന വിജയ് എന്ന് പറയുന്ന ഒരു പുതിയ എഴുത്തുകാരി ഒരു പുതിയ പുസ്തകം ഇറക്കുണ്ടായി, ഏറ്റവും പ്രിയപ്പെട്ട എന്നോട്. അതിലാണ് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്,
നിങ്ങൾക്ക് ഈ ലോകത്തിൽ ഏറ്റവും അധികം ഇഷ്ടമുള്ള ഒരാളെന്ന് ചോദിക്കുമ്പോൾ എത്ര പേരാണ് പറയുന്നത് അത് എന്നോടാണ് ഏറ്റവും കൂടുതൽ സ്നേഹമെന്ന്? അത് നമ്മൾ ആ എന്നോടാണ് സ്നേഹമെന്ന് പറയാൻ ഒരു ലിസ്റ്റ് നിരത്തിയതിന് ശേഷമാണ് നമ്മൾ പറയുന്നത്. പക്ഷേ ആദ്യം നമ്മളോടാണ് സ്നേഹം എന്ന് പറയുന്നിടത്താണ് നമ്മുടെ അതായത് ശക്തി തുടരുന്നത്. അത് പറയാൻ ഓരോ വുമനും സാധിക്കണം. എംപവേർഡ് ആയിട്ട് കാര്യമില്ല, പക്ഷേ അതെന്ന് പറയാൻ സാധിക്കുന്നോ അന്നാണ് സ്ത്രീയുടെ ശക്തി ഉയരുന്നത്. അത് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. Thank you, Sinu, for the nice words. എല്ലാവരും സ്വന്തം സ്നേഹിച്ച് മറ്റുള്ളവരെ സ്നേഹിക്കട്ടെ. Next, let me welcome T. Nived from Kannur. Mili, Nived ഉണ്ടോ? ഹലോ. ഈ വൈകിയ വേളയിൽ വളരെ ചെറിയ വാക്കുകളിൽ ആശംസകൾ രേകുന്നു. സ്ത്രീകളുടെ ഉൾപ്പെടുത്തലിനെ മനസ്സിലാക്കാനും മറ്റുള്ളവർ പ്രചോദിപ്പിക്കുന്നതുമാണ് ഈ വർഷത്തെ വുമൻസ് ഡേയുടെ മുദ്രാവാക്യം. അതിലൂടെ മികച്ചൊരു ലോകം സൃഷ്ടിക്കാൻ കഴിയട്ടെ. ഈ വുമൻസ് ഡേയെ പറ്റി ഒരു ചെറിയൊരു ചരിത്രം കൂടി പറയുകയാണ്. 1857 മാർച്ച് 8 ന്യൂയോർക്കിലെ തുണിമില്ലിൽ കുറഞ്ഞ ശമ്പളവും അതുപോലെ തന്നെ ദീർഘസമയവും ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് സ്ത്രീകൾ നടത്തിയ സമരമാണ് പിന്നീട് ഐക്യരാഷ്ട്ര സംഘടന മാർച്ച് 8 ഇന്റർനാഷണൽ വുമൻസ് ഡേ ആയി ആചരിക്കാൻ തീരുമാനിച്ചത്. ഈ ആചരണം ആരംഭിച്ചത് അമേരിക്കയിലെ ന്യൂയോർക്ക് എന്ന് പറയുന്ന ഒരു സംസ്ഥാനമായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാലോ ആ രാജ്യം ഭരിക്കുവാൻ ഇതുവരെ ഒരു വനിതാ ഭരണാധികാരിക്ക് സാധിച്ചിട്ടില്ല. പക്ഷെ അടുത്ത 5 വർഷത്തിനുള്ളിൽ ഒരു വനിതാ ഭരണാധികാരി ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ഇന്റർനാഷണൽ വുമൻസ് ഡേക്കും അതുപോലെ തന്നെ സംഘാടകർക്കും എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. താങ്ക് യു നിവേദ്. ഇത്രയധികം നേരം ഉറങ്ങാതെ ഞങ്ങളോട് സംസാരിക്കാൻ കാത്തിരുന്നതിന് ഒരുപാട് നന്ദി. അടുത്തത് നമ്മൾ ഏകദേശം പരിപാടിയുടെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. വോട്ട് ഓഫ് താങ്ക്സിന് മുമ്പായി നമുക്കൊരു പ്രോഗ്രാം ഉണ്ട്. അഭിയ മാത്യൂസിന്റെ ഒരു പാട്ടാണ്, നമുക്കത് കേൾക്കാം. तो
അഭിയ. ഞാൻ ഭയങ്കര അത്ഭുതപ്പെട്ടിരിക്കുകയാണ്. കാരണം നമ്മുടെ കുഞ്ഞുങ്ങൾ എത്ര മനോഹരമായിട്ടാണ് മലയാള ഭാഷ ഉച്ചരിക്കുന്നതെന്ന് കണ്ടിട്ട്. ഗ്രേറ്റ് ജോബ്. Next, I would like to invite Soya Nair for delivering vote of thanks. In between, with the permission of the chair, I forgot to tell one thing. ഇന്ന് നമ്മുടെ വിമൻസ് ഫോറം പ്രസിഡന്റിന്റെ ഈ വർഷം സ്വപ്ന സാരംഗി എന്ന പുസ്തകം റിലീസ് ചെയ്തിരിക്കുകയാണ്. അതിൽ വലിയ അക്കംപ്ലിഷ്മെന്റ് ആണ്. കൂടുതൽ പുസ്തകങ്ങളുടെ പരമ്പര തന്നെ ഉണ്ടാവട്ടെ. നമ്മളിലുള്ള എഴുത്തുകാരെ സടകുടഞ്ഞ് എണീപ്പിച്ചുകൊണ്ട് പുതിയ പുതിയ പുസ്തകങ്ങൾ ഉണ്ടാവട്ടെ. മിലിക്ക് എല്ലാവിധ ഭാവങ്ങളും. അത് ഇനി വാങ്ങിക്കാത്തവർ എത്രയും പെട്ടെന്ന് വാങ്ങിക്കുക. ഞാൻ അദ്ദേഹത്തിന് മിലിയുടെ പബ്ലിസിറ്റി കൺവീനറായിട്ട് ചാർജ് എടുത്ത് വരും. സന്തോഷം അറിയിക്കുന്നു. നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. കേൾക്കാമല്ലോ എല്ലാവർക്കും? വേൾഡ് മലയാളി കൗൺസിൽ അമേരിക്ക റീജിയന്റെ വിമൻസ് ഫോറം നടത്തിയ ഈ ജ്വാലാമുഖി വനിതാ ദിനാഘോഷത്തിൽ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് പരിപാടിയിൽ എത്തിച്ചേർന്ന എല്ലാ വിശിഷ്ട അതിഥികൾക്കും മറ്റ് എല്ലാ WMC കുടുംബാംഗങ്ങൾക്കും നന്ദി അറിയിക്കുന്നു. നിറഭേദമന്യേ എല്ലാ ജനങ്ങൾക്കും ആഘോഷിക്കാനുള്ളതാണ് കല എന്നും മാനവ ശരീരത്തിലേക്ക് കടത്തിവിടുന്ന തീയാണ് നൃത്തം എന്നും മോഹിനിയാട്ടം കലയിലൂടെ ഇപ്പോഴും തെളിയിച്ചുകൊണ്ടിരിക്കുന്നതും ആ അനുഭവങ്ങൾ നമ്മൾക്കായി മനോഹരമായ ഒരു സന്ദേശത്തിലൂടെ പങ്കുവെച്ച ഡോക്ടർ നീന പ്രസാദിന് WMC അമേരിക്ക റീജിയന്റെ വിമൻസ് ഫോറത്തിന്റെ പേരിലുള്ള സ്നേഹം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ഇൻവെസ്റ്റ് ഇൻ വിമൺ എന്ന ശക്തമായ വാക്കിലൂടെ സ്ത്രീകൾ സമൂഹത്തിന് നൽകേണ്ടുന്നതും അടയാളപ്പെടുത്തേണ്ടുന്നതുമായ കാര്യങ്ങളെപ്പറ്റി സംസാരിച്ച അഡ്വക്കേറ്റ് ആശാ ഉണ്ണിത്താനും WMC അമേരിക്ക റീജിയന്റെ വിമൻസ് ഫോറത്തിന്റെ പേരിലുള്ള സ്നേഹം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. സ്ത്രീകളുടെ ശാക്തീകരണം അവരവരവരുടെ വീടുകളിൽ നിന്നും തുടങ്ങണമെന്ന് ഒരൊറ്റ റാപ്പ് സോങ്ങിലൂടെ ലോകത്തെ അറിയിച്ച സന്ദേശമായി നമ്മളിലേക്ക് എത്തിച്ച ഇന്ദുലേഖ വാര്യരനും WMC അമേരിക്ക റീജിയന്റെ വിമൻസ് ഫോറത്തിന്റെ പേരിലുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. എല്ലാ സ്ത്രീകൾക്കും പ്രതികരിക്കാനും നോ പറയാനുമുള്ള കരുത്ത് അവരവരുടെ വീടുകളിൽ നിന്ന് സ്വായത്തമാക്കാനുള്ള പിന്തുണ വീട്ടുകാർ നൽകണമെന്നും മുന്നിലേക്ക് വരാനുള്ള മടി ഒഴിവാക്കണമെന്നുമുള്ള മനോഹരമായ സന്ദേശം നൽകിയ കവയിത്രി ഡോക്ടർ ലക്ഷ്മി ദാസിനും WMC അമേരിക്ക റീജിയന്റെ വിമൻസ് ഫോറത്തിന്റെ പേരിലുള്ള സ്നേഹം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. എല്ലാ വെല്ലുവിളികളെയും ഏറ്റെടുത്ത് മുന്നേറിയാൽ വിജയം സുനിശ്ചിതമെന്ന് സ്വജീവിതത്തിലൂടെ തെളിയിച്ചതും ആ ശക്തിയാൽ എല്ലാ സ്ത്രീകൾക്കും രാഷ്ട്രീയ മേഖലയിൽ എത്തിച്ചേരാനാകും എന്ന മനോഹരമായ സന്ദേശം നൽകിയ ഡോക്ടർ ആനി പോളിനും WMC അമേരിക്ക റീജിയന്റെ വിമൻസ് ഫോറം മ്യൂട്ടായി എന്ന് തോന്നുന്നു. സോയ ഓഡിയോ ഇഷ്യൂസ് എന്തെങ്കിലും ഫേസ് ചെയ്യുന്നുണ്ടോ? ഇല്ല, കേൾക്കുന്നില്ല കേട്ടോ സോയ. ഇന്നത്തെ സമൂഹം അഭിമുഖീകരിക്കുന്ന ആരോഗ്യ പ്രശ്നമായ ക്യാൻസറിനെ പറ്റി ബോധവൽക്കരണം നടത്തുകയും ചോദ്യോത്തര വേളകൾക്ക് ഉചിതമായ ഉത്തരം നൽകുകയും ചെയ്ത ഡോക്ടർ അജയ് ശശിധരനും സ്ത്രീകളുടെ ആരോഗ്യ സംരക്ഷണത്തെ പറ്റി സംസാരിക്കുകയും ചെയ്ത ഡോക്ടർ ഡിനി പി ബേബിക്കും WMC അമേരിക്ക റീജിയന്റെ വിമൻസ് ഫോറത്തിന്റെ പേരിലുള്ള സ്നേഹം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ബി ബോൾഡ്, ബി പാഷനേറ്റ്, ബി ഇൻഡിപെൻഡന്റ് എന്ന സന്ദേശത്തിലൂടെ നമ്മളുടെ ഈ ദിനത്തെ ആശംസാ പ്രസംഗം അറിയിച്ച രേവതി പിള്ളയ്ക്കും WMC അമേരിക്ക റീജിയൻ വിമൻസ് ഫോറത്തിന്റെ പേരിലുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. ആശംസാ പ്രസംഗം നടത്തി ഈ ആഘോഷത്തെ ഇത്രയും വിജയകരമാക്കി തീർത്ത WMC ഗ്ലോബൽ റീജിയൻ പ്രൊവിൻസ് ഒഫീഷ്യൽസിനും എക്സിക്യൂട്ടീവ് അംഗങ്ങൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. അതേപോലെ ആശംസകൾ അറിയിച്ച ടി നിവേദ് കണ്ണൂരിനും നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ ഈ മനോഹരമായ പരിപാടിയെ ഇത്രയും ആഘോഷപരമാക്കി തീർക്കാൻ സഹായിച്ച കലാകാരന്മാർക്കും പ്രാർത്ഥനാഗാനം ആലപിച്ചത് മുതൽ ഡാൻസ് കളിച്ചതും പാട്ടുപാടിയതും കവിത ചൊല്ലിയതുമായ എല്ലാ കലാകാരന്മാർക്കും ഞങ്ങൾ WMC അമേരിക്ക റീജിയന്റെ വിമൻസ് ഫോറത്തിന്റെ പേരിലുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. അതേപോലെ തന്നെ ഇന്നത്തെ ഈ ഒരു പരിപാടിയുടെ MCs ആയിട്ട് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന അഷിത ശ്രീജിത്തിനും സ്വരൂപ അനിലിനും WMC അമേരിക്ക റീജിയന്റെ നന്ദി അറിയിച്ചുകൊള്ളുന്നു. പിന്നെ പറയാതെ വയ്യ, ഈ പ്രോഗ്രാമിനെ ഒരു ടെക്നിക്കൽ ഇഷ്യൂസും കൂടാതെ ഇത്രയും നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ബാക്കിൽ പ്രവർത്തിച്ച ബിനു നായരിനും പിന്നെ ഈ ഒരു പ്രോഗ്രാം ലൈവായിട്ട് ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്ന ബ്ലസനും അമേരിക്ക റീജിയന്റെ പേരിലുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. പിന്നെ ഈ പ്രോഗ്രാം ജ്വാലാമുഖി എന്ന പ്രോഗ്രാം ഇത്രയും നല്ല രീതിയിൽ ഒരു കളർഫുൾ ആയിട്ടൊരു ഫ്ലയർ ഒക്കെ ഉണ്ടാക്കി നമ്മളുടെ ഈ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ഒക്കെ ചെയ്തു തന്ന സജിക്കും ഞങ്ങളുടെ പേരിലുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു.
പിന്നെ കൂട്ടത്തിൽ പറയാനുള്ളത് തിരക്കിട്ട ജീവിതത്തിനിടയ്ക്ക് ഇത്രയും ഇങ്ങനെ ഒരു പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ആ ഒരു നേതൃത്വത്തിന് ചുക്കാൻ പിടിച്ച് ഈ ഒരു പ്രോഗ്രാമിനെ ഇത്രയും പ്ലാൻ ചെയ്ത് നല്ല രീതിയിൽ കൊണ്ടുവരാൻ സഹായിച്ച പ്രസിഡന്റ് മിലി ഫിലിപ്പിനും അതിലെ WMC വിമൻസ് ഫോറത്തിലെ എല്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങൾക്കും എന്റെയും WMC അമേരിക്ക റീജിയൻ വിമൻസ് ഫോറത്തിന്റെ പേരിലുള്ള നന്ദി അറിയിച്ചു കൊള്ളുന്നു. പിന്നെ ഈ പരിപാടി ഒത്തിരി വൈകിയ വേളയിൽ ഈ പരിപാടി ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചു കൊള്ളുന്നു. അപ്പോൾ നമ്മൾ ശക്തരാകുന്നതിനോടൊപ്പം തന്നെ നമ്മളുടെ ചുറ്റുമുള്ളവരെയും ശക്തരാക്കുക എന്നൊരു സന്ദേശം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ശുഭരാത്രി നേരുന്നു. നന്ദി, നമസ്കാരം. Thank you, Sona. The session adjourned. Thank you. Thank you, Please everyone. discontinue YouTube live and recording can be stopped. എല്ലാവർക്കും ഒരിക്കൽ കൂടി thank you. No words to express. It was Thank you, Millie. well executed. Thank you, everyone. Okay. Thank you. Congratulations again. Thank you. Keep it up. Bye-bye. Yeah. Thank you, Millie. ഇവിടെ സോയയുടെ ഇത്രയും നല്ല വോട്ട് ഓഫ് താങ്ക്സ് ഞാൻ ആ ജീവിതത്തിൽ സത്യം കേട്ടോ. പറയാമല്ലോ. സോയ ഇരുത്തിക്കൊണ്ട് പറയല്ല.